Hi students, good morning. Welcome to EdDream Classroom. Today we are discussing textual analysis. അതായത് നമ്മുടെ ബ്ലോക്ക് 3യിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ്, അതായത് ടെക്സ്റ്റുവൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെന്താണ്, ഇതുവരെ നമ്മൾ യൂണിറ്റ് 1ൽ മാർലോനെ പറ്റി, ക്രിസ്റ്റഫർ മാർലോയെ പറ്റി നോക്കി, പിന്നെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ 6 പ്ലേകളെ പറ്റി നോക്കി അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്സ്റ്റുവൽ അനാലിസിസ്. നമുക്ക് നമ്മുടെ ഈ ഒരു ബ്ലോക്കിൽ എന്താണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ്. അപ്പോൾ ആ പ്ലേയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. ആക്ട് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. ആക്ട് 5 ആക്റ്റുകളുണ്ട് കേട്ടോ ഈ ഒരു പ്ലേയിൽ. ഫസ്റ്റ് എന്താണ്, നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത് എന്താണ്, മാർലോസ് അപ്പീൽ ഇൻ ദ 21st സെഞ്ച്വറി. സോ 21st സെഞ്ച്വറിയിലുള്ള മാർലോൻ്റെ അപ്പീലുകൾ, ക്രിസ്റ്റഫർ മാർലോൻ്റെ അപ്പീൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ. മാർലോ ആൻഡ് എലിസബത്തൻ ട്രാജിക് വിഷൻ ആർ ഗ്രേറ്റ് അപ്പീൽ ടു ദ കണ്ടംപറേഴ്സ്. അപ്പം കണ്ടംപറേഴ്സ് എന്ന് പറഞ്ഞാൽ സമകാലിക, അതായത് ഒപ്പം ആ ഒരു ടൈമിലുള്ള റൈറ്റേഴ്സിനെയാണ് കണ്ടംപററീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. മാർലോയും എലിസബത്തും എന്താണ്, എലിസബത്തൻ ട്രാജിക്കും, അത് മാർലോയും എലിസബത്തൻ ട്രാജിക് വിഷനും എന്താണ്, ആ ഒരു കണ്ടംപററീസിന് വലിയൊരു അപ്പീൽസ് നൽകുന്ന തരത്തിലാണ് ഉള്ളതല്ലേ. പിന്നെന്താണ്, ടാമ്പർലൈൻ, ഡോക്ടർ ഫോസ്റ്റേഴ്സ്, ഹാംലെറ്റ്, കിങ് ലിയർ ആൻഡ് മാക്ബത്ത്. അത് ആ ഒരു കാലഘട്ടത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റ് അല്ലെങ്കിൽ പ്ലേകളാണ്. ടെമ്പർലൈനും ഡോക്ടർ ഫോസ്റ്റേഴ്സും എഴുതിയത് ക്രിസ്റ്റഫർ മാർലോയും, ഹാംലെറ്റ്, കിങ് ലിയർ, മാക്ബത്ത് എഴുതിയിട്ടുള്ളത് വില്യം ഷേക്സ്പിയറും ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 5 പ്ലേകൾ എന്താണ്, ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 21st സെഞ്ച്വറിയിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു, ആ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലേകളാണ് അല്ലേ ഇതൊക്കെ. ഡീൽ വിത്ത് ദ മോഡേൺ മാൻസ് മൈൻഡ് സെറ്റ് ആൻഡ് ഹിസ് സ്ട്രഗിൾസ്. എന്താണ് ഈ പ്ലേകൾ, ടാമ്പർലൈനും ഡോക്ടർ ഫോസ്റ്റേഴ്സ്, ഹാംലെറ്റ്, കിങ് ലിയർ, മാക്ബത്ത്, ഇതൊക്കെ എന്താണ് ആ ഒരു 21st സെഞ്ച്വറിയിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മൈൻഡ് സെറ്റും അതേപോലെ ആ അവരുടെ സ്ട്രഗിൾസിനെ പറ്റിയൊക്കെ ഡീൽ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു 5 പ്ലേകളിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് അല്ലേ. കോൺട്രവേഴ്സറി റിഗാർഡിങ് ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ഡോക്ടർ ഫോസ്റ്റേഴ്സ്. അപ്പം എന്താണ്, ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മാർലോയുടെ പ്ലേ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡേറ്റിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ. അപ്പം എന്താണ്, ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാർലോയുടെ സെക്കൻഡ് പ്ലേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ എന്താണ്, കൃത്യമായിട്ടൊരു ഡേറ്റോ അങ്ങനെ കാര്യങ്ങളോ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയർ ഒന്നും നമുക്ക് കൃത്യമായിട്ടതിൽ എവിടുന്നും അതിനെപ്പറ്റിയുള്ള ഒരു നല്ലൊരു ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നില്ല അല്ലേ. ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഈസ് നോട്ട് ക്ലിയർ. അപ്പം എന്താണ്, ഈ ഒരു ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മാർലോയുടെ പ്ലേ പബ്ലിഷ് ചെയ്തതിൻ്റെ ആ ഒരു ഡേറ്റ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള, അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. ഡോക്ടർ ഫോസ്റ്റേഴ്സ് റിട്ടേൺ ഫോർ ദ തിയേറ്റർ കമ്പനി നെയിംഡ് ദ അഡ്മിറൽ മാൻ ആൻഡ് സ്റ്റേജ്ഡ് ഇൻ 1588. അപ്പം എന്താണ്, പബ്ലിഷ് ചെയ്ത്, അതായത് റൈറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയർ നമുക്ക് ക്ലിയർ അല്ല. പക്ഷെ എന്താണ്, സ്റ്റേജ് ചെയ്ത്, അതായത് ഡോക്ടർ ഫോസ്റ്റേഴ്സ് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലേ സ്റ്റേജിൽ അവതരിപ്പിച്ചത് എന്നാണ് 1588 അല്ലേ. അപ്പം എന്താണ്, ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്നുള്ള ആ ഒരു പ്ലേ അദ്ദേഹം എഴുതിയത് ആർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏതൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ്, തിയേറ്റർ കമ്പനി നെയ്മഡ് ദ അഡ്മിറൽ മാൻ. ദ അഡ്മിറൽ മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയേറ്റർ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു പ്ലേ മാർലോ എഴുതുന്നത് അല്ലേ. അത് സ്റ്റേജ് ചെയ്തുന്നത് എപ്പോഴാണ്, അതായത് സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുന്നത് എപ്പോഴാണ്, 1588 അല്ലേ. സ്റ്റേജ് ചെയ്ത കാര്യം മാത്രം, ഡേറ്റ് മാത്രമേ ഉള്ളൂ ക്ലിയർ ആയിട്ടുള്ളൂ. പക്ഷെ പബ്ലിക്കേഷൻ, ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ല എന്നാണ് പറയുന്നത് അല്ലേ. ഫസ്റ്റ് പ്രിന്റഡ് എഡിഷൻ, ഈ ഒരു പബ്ലിക്കേഷൻ, അതായത് ഈ ഒരു പ്രിന്റഡ് എഡിഷൻ, ആദ്യത്തെ പ്രിന്റഡ് എഡിഷൻ വന്നത് എപ്പോഴാണ്, കോർട്ടോ എഡിഷനിൽ 1604 വന്നത് അല്ലേ. കോർട്ടോ എഡിഷനിൽ 1604 ഫസ്റ്റ് പ്രിന്റഡ് എഡിഷൻ വന്നിട്ടുള്ളത്, അതായത് ഡോക്ടർ ഫോസ്റ്റേഴ്സിൻ്റെ. പിന്നെന്താണ്, എൻലാർജ്ഡ് എഡിഷൻ, അതായത് നല്ല ഒരു മൊത്തത്തിൽ എൻലാർജ് ചെയ്തിട്ടുള്ള ഒരു എഡിഷൻ വന്നത് എപ്പോഴാണ്, 1616 അല്ലേ. അപ്പോൾ ഈ ഒരു ബുക്ക് ആദ്യമായിട്ട് എഴുതി പബ്ലിഷ് ചെയ്ത ഡേറ്റ് ക്ലിയർ അല്ല. സ്റ്റേജ് ചെയ്തത് 1588
ഫസ്റ്റ് എഡിഷൻ, അതായത് ഫസ്റ്റ് പ്രിന്റഡ് എഡിഷൻ വന്നതാണ് കേട്ടോ. ഫസ്റ്റ് പ്രിന്റഡ് എഡിഷൻ വന്നത് കോർട്ടോ എഡിഷനിലാണ്. അത് 1604 എൻലാർജ് ചെയ്തിട്ടുള്ള വേർഷൻ വന്നിട്ടുള്ളത് എപ്പോഴാണ്? 1616 കേട്ടോ. സോഴ്സ് ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? ഹിസ്റ്ററി ഓഫ് ദ ഡാമനബിൾ ലൈഫ് ആൻഡ് ഡിസേർവ്ഡ് ഡെത്ത് ഓഫ് ഡോക്ടർ ജോൺ ഫോസ്റ്റസ് 1592 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ദ ഡാമനബിൾ ലൈഫ് ആൻഡ് ഡിസേർവ്ഡ് ഡെത്ത് ഓഫ് ഡോക്ടർ ജോൺ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൽ നിന്നാണ് ആ ഒരു നമ്മുടെ മാർലോക്ക് ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലേ എഴുതാനുള്ള സോഴ്സ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. കമ്പോസിഷൻ ബിറ്റ്വീൻ, അതായത് ഈ ഒരു എഴുതിയത്, അതായത് ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ ക്ലിയർ ആയിട്ടുള്ള ഇതില്ല. അപ്പൊ എന്താണ് അതിന്റെ ആ ഒരു കമ്പോസിഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? 1588 മുതൽ 1519 വരെയാണ്. ആ ഒരു കാലഘട്ടത്തിന്റെ ഇടയിലാണെന്ന് മാത്രമേ ഉള്ളൂ പറയുന്നുള്ളൂ അല്ലേ. അപ്പൊ എന്താണ് ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ ഡേറ്റ്, പബ്ലിഷ് ചെയ്ത ഡേറ്റ് ക്ലിയർ അല്ല. അതായത് അദ്ദേഹം എഴുതി പബ്ലിഷ് ചെയ്തില്ല, ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ആ ഡേറ്റ് ക്ലിയർ അല്ല എന്നാണ് പറയുന്നത് കേട്ടോ. സ്റ്റേജ് ചെയ്ത വർഷം 1588, ഫസ്റ്റ് എഡിഷൻ വന്നത് 1604, അതേപോലെ എൻലാർജ് ചെയ്തിട്ടുള്ള എഡിഷൻ വന്നത് 1616 കേട്ടോ. ഈ 1588-ന്റെയും 1519-ന്റെയും ഇടയിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കോമ്പോസിഷൻ വന്നിട്ടുള്ളതാണ് പറയപ്പെടുന്നത് അല്ലെ. അപ്പോഴും ക്ലിയർ ആയിട്ടൊരു ഇയറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയില്ല അല്ലെ. ദ ലെജൻഡ് ഓഫ് ഫോസ്റ്റ്, മാർലോസ് ഇന്നോവേഷൻ. അപ്പൊ എന്താണ്? ഫോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫോസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ലെജൻഡിന്റെ പറ്റിയാണ് പറയുന്നത് അല്ലെ. അതിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്നോവേഷൻ, അത് ലെജൻഡ് ഫോസ്റ്റിന്റെ മാർലോയുടെ ഇന്നോവേഷനെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. Marlowe has based his play on the famous German legend translated in English as Faust but is true in itself. എന്താണ്? മാർലോ എന്താണ് അദ്ദേഹത്തിന്റെ പ്ലേ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഫേമസ് ആയിട്ടുള്ള ഒരു ജർമ്മൻ ലെജൻഡ് ആയിട്ടുള്ള ജർമ്മൻ ലെജൻഡ് ട്രാൻസ്ലേറ്റഡ് ഇൻ ഇംഗ്ലീഷ് ആസ് ഫോസ്റ്റ് ബസ് എന്നുള്ള പേരിലേക്ക് ഇംഗ്ലീഷിലേക്ക് ഒരു ജർമ്മൻ ലെജൻഡ് ട്രാൻസ്ലേറ്റ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടാണ് എന്താ ഈ ഒരു മാർലോന്റെ ഈ പ്ലേ വന്നിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് അല്ലേ. അപ്പൊ എന്താണ്? ഹി പ്ലേസ്ഡ് സ്പിരിച്വൽ ഡിലമ്മ ഓഫ് ഡോക്ടർ ഫോസ്റ്റേഴ്സ്. എന്താണ്? സ്പിരിച്വൽ ആയിട്ടില്ല, ഞാൻ പറഞ്ഞു ഇതിൽ കുറേ നമ്മളെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് നമുക്ക് ഈ ഒരു പ്ലേയിൽ കാണാൻ കഴിയും കേട്ടോ. അപ്പൊ എന്താ അതേപോലെ എന്താണ് ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നമുക്ക് ഡോക്ടർ ഫോസ്റ്റേഴ്സിൽ കാണാൻ. ഹീ പ്ലേസസ് അല്ല മാർലോ എന്താണ് സ്പിരിച്വൽ ഡിലമ്മ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, പ്രതിസന്ധികൾ, സ്പിരിച്വൽ ആയിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ഡോക്ടർ ഫോസ്റ്റേഴ്സിൽ അദ്ദേഹം പ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലേ. ദ പ്ലേ ഹാസ് നോ സബ് പ്ലോട്ട്. എന്താണ്? ചില പ്ലേകൾക്ക് എന്താണ് ഒരു പ്ലോട്ടും ഉണ്ടാവും സബ് പ്ലോട്ടും ഉണ്ടാവും. ഞാൻ നേരത്തെ സബ്ജക്റ്റുകളിലൊക്കെ പറഞ്ഞു തന്നതാണ് സബ് പ്ലോട്ട് എന്താണ്, പ്ലോട്ട് എന്താണെന്ന് അല്ലേ. പ്ലോട്ടിനെ ഇന്റർ കണക്ട് ചെയ്തിട്ടുള്ളതാണ് സബ് പ്ലോട്ട്. അതിന്റെ ഇടയിൽ വരുന്ന ഭാഗങ്ങളാണ് എന്ത്? സബ് പ്ലോട്ട് എന്ന്. അപ്പൊ എന്താണ് ഈ ഒരു പ്ലേക്ക്, അതായത് ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മാർലോയുടെ പ്ലേക്ക് എന്താണ് സബ് പ്ലോട്ടുകളൊന്നും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞത് അല്ലേ. മെനി കോൺഫ്ലിക്റ്റിംഗ് ട്രഡീഷൻസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ക്യാരക്ടർ ഓഫ് ഡോക്ടർ ഫോസ്റ്റേഴ്സ്. അപ്പൊ എന്താണ് കുറെ എന്താണ് കോൺഫ്ലിക്റ്റ്, അതായത് മെനി കോൺഫ്ലിക്റ്റിംഗ് ട്രഡീഷൻ മാനിഫെസ്റ്റഡ് ഇൻ ദ ക്യാരക്ടർ ഓഫ് ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ ക്യാരക്ടറിൽ എന്താണ് കുറെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ട്രഡീഷണൽ കോൺഫ്ലിക്റ്റ്, അതായത് കോൺഫ്ലിക്റ്റിംഗ് ട്രഡീഷൻസ്, അതായത് ട്രഡീഷനെ കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ ക്യാരക്ടറിൽ നമുക്ക് കാണാൻ കഴിയും അല്ലേ. ട്രഡീഷൻ ഓഫ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി, റിഫോർമേഷൻ ആൻഡ് റിനൈസൻസ് ഓഫ് പാഗനിസം, ന്യൂലി ഫൗണ്ട് ഇൻഡിവിജ്വലിസം, സയന്റിഫിക് ടെമ്പർ ആർ കൺഫ്യൂസിങ് ദ പ്ലേ. അപ്പൊ എന്താണ് കുറെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ട്രഡീഷൻസ് ഈ ഒരു ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പ്ലേയിൽ കാണാൻ സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു കുറച്ച് കാര്യങ്ങൾ, അതായത് പ്ലേയിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എന്തൊക്കെയാണ്? ട്രഡീഷൻ ഓഫ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി, അതായത് ഓർത്തഡോക്സ് ആയിട്ടുള്ള ക്രിസ്ത്യൻസിന്റെ ട്രഡീഷൻ, പാരമ്പര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. പിന്നെന്താണ്? റിഫോർമേഷൻ ആൻഡ് റിനൈസൻസ് ഇൻ പാഗനിസം, പാഗനിസത്തിലെ റിഫോർമേഷനും റിനൈസൻസും നമുക്ക് കാണാൻ സാധിക്കും. ന്യൂലി ഫൗണ്ട് ഇൻഡിവിജ്വൽ, പുതിയതായിട്ട് കണ്ടുപിടിച്ച
ഇൻഡിവിജ്വൽസും വ്യക്തിത്വങ്ങൾ, പുതിയതായി കണ്ടുപിടിച്ച വ്യക്തിത്വങ്ങൾ കാണാൻ കഴിയും. പിന്നെ എന്താണ് സയന്റിഫിക് ടെമ്പർ, സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള ടെമ്പറുകൾ നമുക്ക് എന്താണ് ഈ പ്ലേയിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ചില എലമെന്റുകളാണ് ഇത്രയും കാര്യങ്ങൾ അല്ലേ. എന്തൊക്കെയാണ്? മെനി ട്രഡീഷൻ ഓഫ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി, റിഫോർമേഷൻ ആൻഡ് റിനൈസൻസ് ഓഫ് പാഗനിസം, ന്യൂലി ഫൗണ്ട് ഇൻഡിവിജ്വലിസം, സയന്റിഫിക് ടെമ്പർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്ലേയിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങളായിട്ട് പറയപ്പെടുന്നത് അല്ലേ. പെർസെപ്ഷൻ, ടെംപ്റ്റേഷൻ, കൺഫ്യൂഷൻ, ഡാമിനേഷൻ ആൻഡ് ഫോൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഈ ഒരു പ്ലേയില് സെൻട്രൽ ടു ദ സ്റ്റോറി ഓഫ് ഡോക്ടർ ഫൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയില് സെൻട്രൽ സ്റ്റോറി ആയിട്ട് കാണിക്കുന്നത് എന്തൊക്കെയാണ്? പെർസെപ്ഷൻ, ടെംപ്റ്റേഷൻ, കൺഫ്യൂഷൻ, ഡാമിനേഷൻ ആൻഡ് ഫോൾ. ഇത്രയും കാര്യങ്ങളാണ് ഡോക്ടർ ഫൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുള്ള സ്റ്റോറിയിൽ സെൻട്രൽ ആയിട്ട് കൊടുക്കുന്ന തീമുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? പെർസെപ്ഷൻ, ടെംപ്റ്റേഷൻ, കൺഫ്യൂഷൻ, ഡാമിനേഷൻ ആൻഡ് ഫോൾ. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മളെ പ്ലേയിൽ സെൻട്രൽ തീമായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ഡോക്ടർ ഫൂസ്റ്റേഴ്സും പലതരത്തിലുള്ള പെർസെപ്ഷൻസ് ഉണ്ട്, അതേപോലെ പല ഈവിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടെംപ്റ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ. പിന്നെ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഡാമിനേഷൻ, പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഫോളും. ഇത്രയും കാര്യങ്ങളാണ് എന്ത് സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ എന്താണ്? ഗുഡ് ആൻഡ് ഈവിൾ ഫോഴ്സ് ആർ എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് ഇന്റേണലൈസ്ഡ് ഇൻ ദ ഹ്യൂമൻ പ്രൊട്ടക്ഷൻ. അപ്പം നമ്മൾ ചില പണ്ടത്തെ തരത്തിലുള്ള ചില നോവലുകളിലും പ്ലേകളിലും ഒക്കെ എന്താണ് ഗോഡും ഹ്യൂമനും തമ്മിൽ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു മിങ്കിളി അല്ലെങ്കിൽ ഇന്റർവെൻഷൻസ് കാണാം. അവർ തമ്മിലുള്ള സംസാരം, അവർ തമ്മിലുള്ള പെരുമാറ്റം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഗോഡ് ഹ്യൂമന്റെ കാര്യത്തിലും ഹ്യൂമൻ ഗോഡിന്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്ന തരത്തിലുള്ള പല തരത്തിലെ പല റൈറ്റേഴ്സ് അതിനെ ഡെപ്പിക്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിലെന്താണ് ഡോക്ടർ ഫോസ്റ്റേഴ്സിലും അതേപോലെ തന്നെയാണ് എന്താണ് ഗുഡ് ആൻഡ് ഈവിൾ ഫോഴ്സസുകൾ ഉണ്ടല്ലേ. അപ്പൊ എന്താണ് ഇതിൽ ഈ ഒരു ഡോക്ടർ ഫോഴ്സസ് ഒരുവിധം നോവലുകളിലും അല്ലെങ്കിൽ പേരിലും എന്താ ഉണ്ടാവുക, മനുഷ്യന്റെ കാര്യത്തിൽ ദൈവം നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ഡോക്ടർ ഫോഴ്സസിൽ എന്താണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് മാർലോ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പൊ എങ്ങനെയാണ്? ഗുഡ് ആൻഡ് ഈവിൾ ഫോഴ്സ് ആർ എക്സ്റ്റേണൽ ഫോഴ്സ്. ഗുഡ് ആൻഡ് ഈവിൾ, നന്മയും തിന്മയും തമ്മിലുള്ള ഫോഴ്സസുകൾ എന്താണ്, അതായത് ഫോഴ്സസുകൾ എക്സ്റ്റേണൽ ഫോഴ്സ്, അതായത് പുറമേ മാത്രമേ ഉള്ളൂ ഗുഡ് ആൻഡ് ഈവിൾ ഫോഴ്സസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. പക്ഷെ എന്താണ് ഇന്റേണലൈസ് ചെയ്യുന്നത് എന്താണ്, അതായത് ഹ്യൂമൻ പ്രൊട്ടഗണിസ്റ്റ് ആണ് ഇന്റേണലൈസ് ചെയ്തത്. ഉള്ളിൽ എന്താണ് നമ്മളെ മനുഷ്യത്താണോ അല്ലെങ്കിൽ മനുഷ്യൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്റേണലൈസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഗുഡ് ആൻഡ് ഈവിൾ ഫോഴ്സസ് ആർ എക്സ്റ്റേണൽ. ഗുഡ് ആൻഡ് ഈവിൾ, ദൈവവും ഈവിളും തമ്മിലുള്ള ആ കുറച്ച് കാര്യങ്ങൾ എന്താണ്, അത് എക്സ്റ്റേണൽ ഫോഴ്സുകൾ മാത്രമായിട്ടാണ്. ഇന്റേണലൈസ് ചെയ്യുന്നത് എന്താണ് ഹ്യൂമനെ തന്നെയാണ് ഇന്റേണലൈസ് ചെയ്യുന്നത് അല്ലേ. പിന്നെ എന്താണ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് ഈസ് സെൽഫ് അസേർഷൻ ആൻഡ് ഓവർ റൈഡിങ് അംബീഷ്യസ്. എന്താണ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ എങ്ങനെയാണ്? സെൽഫ് അസേർട്ടീവ് ആണ്, അതേപോലെ എന്താണ് ഓവർ റൈഡിങ് അംബീഷ്യസ് ആണ്. അതെ ആര്? ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഡോക്ടർ ഫോസ്റ്റേഴ്സിൽ എന്താണ് മെയിനായിട്ട് അദ്ദേഹം നല്ല നോളേജ് ഉള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ ഒന്നും കൂടി നോളേജ് അക്വയർ ചെയ്യണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്യാണ് അല്ലെ. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. നമുക്ക് ഇനി ആക്ട് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ആക്ട് 1 സമ്മറി പോലെ പറയുന്നുണ്ട്, ക്രിട്ടിക്കൽ അനാലിസിസ് ഉണ്ട്. ആക്ട് 2 അതേപോലെ ഉണ്ട് കേട്ടോ. ഓരോരോ സീൻ വൈസ് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അങ്ങനെ 5 ആക്ടുകളാണ് ഈ ഒരു പ്ലേക്ക് ഉള്ളത് കേട്ടോ. 5 ആക്ടുകൾ എന്ന് പറഞ്ഞാലല്ലേ നമ്മൾ ആ ഒരു രംഗങ്ങളെയാണ് ആക്ടുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു നാടകം അങ്ങനെയല്ലേ, രംഗം 1 രംഗം 2 എന്ന് പറഞ്ഞിട്ടല്ല. അപ്പോൾ അതേപോലെ അതുകൊണ്ട് ആക്ട് 1 ആക്ട് 2 അങ്ങനെ 5 ആക്ടുകളാണ് ഈ ഒരു ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മാർലോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേക്ക് ഉള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആക്ട് വൈസ് ആയിട്ടുള്ള സമ്മറിയാണ് കേട്ടോ. ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയുടെ ആക്ട് വൈസ് ആയിട്ടുള്ള സമ്മറി. ഇതിൽ ആക്ട് 1 4 സീനുകളാണ് ഉള്ളത് കേട്ടോ. ആക്ട് രംഗം 1 രംഗം 2 അങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ ഉണ്ടാവില്ലേ നമ്മുടെ നാടകങ്ങളിൽ. അപ്പോൾ അതാണ് ആക്ട് 1 എന്ന് പറയുന്നത്. ആക്ട് 1 അങ്ങനെ 5 ആക്ടുകളാണ് ഈ ഒരു പ്ലേയിലുള്ളത് കേട്ടോ. അപ്പോൾ ഈ ആക്ട് 1 എന്താണ് 4 സീനുകളുണ്ട്. ആക്ട് എന്ന് പറയുന്നത് ഒരു
ഒരു ഇത് അതിൽ സബ് കാറ്റഗറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് സീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ ആക്ട് 1-ൽ 4 സീനുകളാണ് മൊത്തത്തിലുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് ആക്ട് 1-ൻ്റെ സിനോപ്സിസിൽ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആക്ട് 1, അതായത് ഈ ഒരു നാടകം തുടങ്ങുമ്പോൾ പല നാടകങ്ങളിലും എന്താണ് ഒരു പ്രലോഗ് പോലെ, രാമുഖം പോലെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ അല്ലെങ്കിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഒരു റൈറ്ററോ ആരെങ്കിലും ആ ഒരു നാടകത്തിൻ്റെ ചെറുതായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തരിക എന്നുള്ളതാണ് എന്ത് ഈ ഒരു പ്രൊലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം എന്താണ് പ്രൊലോഗ് എന്ന് പറഞ്ഞത്? എന്താണ് ആമുഖം എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് ഇൻട്രൊഡക്ഷണറി സെക്ഷൻ. അപ്പം എന്താണ് ആ ഒരു പ്രലോഗ് എന്ന് പറഞ്ഞത്? എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ പ്ലോട്ട്. എന്താണ് പ്ലോട്ടിലേക്കുള്ള ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് പ്രലോഗ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താണ് നമ്മുടെ ഡോക്ടർ ഫോസ്റ്റസിൽ എന്താണ് പ്രലോഗ് ആരാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ് അല്ലെങ്കിൽ ഒരു കോറസ് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ടത്തെ ആ ഒരു ഡ്രാമകളിലുള്ള കുറേ കാര്യങ്ങളാണ് കോറസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഗ്രൂപ്പ് ഓഫ് ആളുകൾ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് കോറസ് ആണ് ഇതിലെ പ്രലോഗ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ നമ്മുടെ ഈ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയുടെ പ്രലോഗ് പ്രസൻറ്റ് ചെയ്യുന്നത് ആരാണ്? കോറസ് ആണ്. കോറസ് എന്ന് പറഞ്ഞാൽ ഒരു ഗായക സംഘം എന്നാണ് അതിനെ അർത്ഥം കേട്ടോ. The chorus apprises the audience of the basic tenets of the plot. അപ്പോൾ എന്താണ് കോറസ് എന്താണ് നമ്മൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്? ആ ഒരു പ്ലോട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ടെനറ്റ്സ് എന്ന് പറഞ്ഞാൽ തത്വം. അതായത് ഈ ഒരു സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഈ ഒരു മൊത്തം പ്ലോട്ടിൻ്റെ എന്താണ് മൊത്തം പ്ലോട്ടിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള തത്വമാണ് എന്ത് കോറസ് നമ്മളിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഇപ്പം എന്താണ് ക്യാരക്ടറിനെ പറ്റി പറയുന്നുണ്ട് ഇതിൽ അല്ലേ. It announces the poet has no inclination to sing of war, love and great deeds of royal kings and princes. അപ്പം എന്താണ് ഇതിലെന്താണ് അദ്ദേഹം അതായത് കോറസുകൾ എന്താണ് കോറസുകൾക്ക് യുദ്ധത്തെ പറ്റിയോ പ്രണയത്തെ പറ്റിയോ അല്ലെങ്കിൽ റോയൽ കിങ് അല്ലെങ്കിൽ പ്രിൻസസിനെ പറ്റിയില്ല അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നതിനെ കുറിച്ച് പാടാനോ അല്ലെങ്കിൽ പറയാനോ എന്താണ് കോറസിന് അല്ലെങ്കിൽ പോയറ്റിന് താല്പര്യമില്ല എന്നാണ് ആര് പറയുന്നത്? കോറസ് പറയണത് അല്ലേ. അപ്പം എന്താണ് ഈ കാര്യങ്ങൾ അന്നത്തെ കാലത്ത് ഒട്ടുമിക്ക നോവലുകളിലും അതേപോലെ പ്ലേ ആയാലും പോയമായാലും മെയിൻ തീമുകളൊക്കെ എന്തായിരിക്കും? യുദ്ധം, പ്രണയം, പിന്നെ കിങ് ആൻഡ് റോയൽ കിങ്ങിൻ്റെയും പ്രിൻസസിൻ്റെയൊക്കെ ആ ഒരു പ്രൈഡായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കും അല്ലേ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ആക്ട് അല്ലെങ്കിൽ ഈ ഒരു പ്ലേയിൽ എന്താണ് മാർലോ ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു പ്ലേ നമ്മളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതല്ല. അപ്പോൾ എന്താണ് വാറല്ല, പ്ലേ അല്ല, ഗ്രേറ്റ് ഡീഡ്സ് ഓഫ് റോയൽ കിങ് ആൻഡ് പ്രിൻസസ് അല്ല. അപ്പം എന്താണ് ഇൻസ്റ്റെഡ് പകരം ഈ പ്രസൻറ്റ് ദ ജേർണി ഓഫ് എ ലോ ബോൺ മാൻ ഫോസ്റ്റസ്. അപ്പം എന്താണ് ഫ്രം ഹാപ്പി ഡേയ്സ് ടു ഡാമിനേഷൻ. അപ്പം എന്താണ് ഈ ഒരു പ്ലേയിൽ ഇതിനൊക്കെ പകരമായിട്ട് അതായത് പ്രണയം വാറും രാജാക്കന്മാരെ പറ്റി പറയുന്നതിനൊക്കെ പകരമായിട്ട് മാർലോ ഈ ഒരു പ്ലേയിൽ എന്താണ് പ്രസൻറ്റ് ചെയ്യുന്നത്? he present the journey of a low born man. അതായത് വളരെ താഴ്ന്നതിൽ വളർന്ന ഒരു മനുഷ്യനായിട്ടുള്ള ഫോസ്റ്റേഴ്സിൻ്റെ ഒരു ജീവിതത്തിന് അവരുടെ ആ ഒരു അയാളുടെ ജീവിത യാത്രയെ പറ്റിയാണ് ആര് പറയുന്നത്? മാർലോ പറയുന്നത് അല്ലേ. ഇതിലെന്താണ് ഇറ്റ് ഈസ് ഫ്രം ഹാപ്പി ഡേയ്സ് ടു ഡാമിനേഷൻ. എന്താണ് അദ്ദേഹം ആ ഒരു ലോ ബോണിൽ ജനിച്ച ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എന്താണ് ഹാപ്പി ആയിരുന്നു. ആ ഒരു ഹാപ്പിയിൽ നിന്ന് ഹാപ്പി ഡേയ്സ് സന്തോഷം നിറഞ്ഞ ദിവസങ്ങളിൽ നിന്ന് എന്താണ് അദ്ദേഹം ഡാമിനേഷൻ അല്ലെങ്കിൽ ഫോളിലേക്ക് അദ്ദേഹം വീഴുന്ന ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു നമ്മുടെ പ്ലേയിൽ മാർലോ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് അല്ലേ. ഫോസ്റ്റസ് വാസ് ബോൺ ഇൻ ദ ടൗൺ ഓഫ് റോഡ്സ് ഇൻ ജർമ്മനി. അപ്പം എന്താണ് ജർമ്മനിയിലെ റോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ആര് ഫോസ്റ്റസ് ജനിച്ചിട്ടുള്ളത്. ഹി വെൻറ്റ് ടു വിൻറ്റർബർഗ് ഫോർ ഹയർ സ്റ്റഡീസ് ആൻഡ് വാസ് ഷാർപ്പ് ഇനഫ് ടു അറ്റെയിൻ പ്രൊഫിഷ്യൻസി ഇൻ തിയോളജി. എന്താണ് അദ്ദേഹം ജർമ്മനിയിലെ റോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൗണിലാണ് ജനിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് എന്താണ് അദ്ദേഹം വിൻറ്റർബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് എങ്ങോട്ട് പോകണം? ഹയർ സ്റ്റഡീസിന് വേണ്ടി പോവുകയാണ് അല്ലേ. അവിടെ നിന്ന് അദ്ദേഹം എന്താണ് ഒരു തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രം. അപ്പം ദൈവശാസ്ത്രത്തിലുള്ള നന്നായിട്ടുള്ള ഒരു പ്രൊഫിഷ്യൻസി അദ്ദേഹം എന്താണ് അറ്റെയിൻ ചെയ്തെടുക്കുന്നുണ്ട് അല്ലേ. സോൺ ഹി
Soon he mastered all the possible branches of knowledge like medicine, law, logic. ഇപ്പം എന്താണ് അവിടെ നിന്ന് എന്താണ് വളരെ പെട്ടെന്ന് അദ്ദേഹം എന്താണ് പല ബ്രാഞ്ചസ് ഓഫ് നോളേജ്, പലതരത്തിലുള്ള നോളേജ്, അതായത് എന്തൊക്കെയാണ് ബ്രാഞ്ചസ് ഓഫ് നോളേജ്, മെഡിസിൻ, ലോ, ലോജിക്. മെഡിസിനും അതായത് വൈദ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ലോ നിയമം, ലോജിക് യുക്തി, ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള പറ്റാവുന്നർത്ഥം നോളേജ് എന്താണ് അദ്ദേഹം അക്വയർ ചെയ്തെടുക്കുക, നേടിയെടുക്കുകയാണ് അല്ലേ. ആൻഡ് ഹി ബിക്കം ഇൻഓർഡിനറിലി അംബീഷ്യസ് ആൻഡ് വാസ് സോൺ സോളൻ വിത്ത് പ്രൈഡ് ആൻഡ് അരോഗൻസ്. എന്താണ് പെട്ടെന്ന് തന്നെ അദ്ദേഹം വളരെ പെട്ടെന്ന് അദ്ദേഹം എന്താണ് ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു മാനായിട്ട് വളരുകയാണ്. അദ്ദേഹം എന്താണ് സ്വളൻ പറഞ്ഞാൽ വീർക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ എന്താണ് പ്രൈഡും അരഗൻസ് അഭിമാനവും അഹങ്കാരവും കൊണ്ട് അദ്ദേഹം വളരെയധികം ആ ഒരു ഇതിൽ നിൽക്കുന്ന ആ ഒരു സാഹചര്യം എത്തിയിരിക്കുകയാണ് അല്ലേ. ഹിസ് സിറ്റുവേഷൻ ക്യാൻ ബി ലൈക്കൻഡ് ടു ദാറ്റ് ഓഫ് ഇക്കാറസ്. അപ്പോൾ എന്താണ് ഈ ഒരു ഇൻട്രൊഡക്ഷറി പാർട്ട്, അതായത് പ്രൊലോഗിൽ ഇക്കാറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ മാർലോ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇക്കാറസിന് സാമ്യമുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് മാർലോ ഫോസ്റ്റസിനെ പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇക്കാറസ് എന്താണ് ചെയ്തത് നോക്കാം അല്ലേ. ഇക്കാറസ് ഹു വാസ് ഗിവൺ വാക്സ്ഡ് വിങ്സ് to fly, but blinded by pride he flew very near to the sun. His wax wings melted and he fell down and drowned in the sea. അപ്പോൾ എന്താണ് ഇക്കാറസിന് സംഭവിച്ചത്? ഇക്കാറസ് ഇതേപോലെ പല കാര്യങ്ങളിൽ നിന്ന് എന്താണ് ഒരു വാക്സ്ഡ് വിങ്, അതായത് വാക്സ്ഡ് വിങ് എന്ന് പറഞ്ഞാൽ മെഴുക് കൊണ്ടുണ്ടാക്കിയ ചിറകുകൾ അദ്ദേഹം എന്താണ് നേടിയെടുക്കും അല്ലേ. ഇതേപോലെ പല ഈവിൾ സ്പിരിറ്റിനെയൊക്കെ സമീപിച്ച് അദ്ദേഹം എന്താണ് വാക്സ്, അതായത് മെഴുക് കൊണ്ടുള്ള ചിറകുകൾ അദ്ദേഹം സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണ് രണ്ട് സൈഡിലും പറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം ആ ഒരു പ്രൈഡ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിമാനവും അഹങ്കാരവും ഒക്കെ കൂടിയിട്ട് എന്താണ് അദ്ദേഹം പറന്ന് എവിടെ എത്തുകയാണ്? സൂര്യൻ്റെ അടുത്തെത്താണ്. സൂര്യൻ എന്ന് പറഞ്ഞത് എന്താണ് ചൂടുള്ള കാര്യമാണ്, ചൂടുള്ള ഒരു ഗ്രഹമാണല്ലോ. അപ്പം എന്താ സൂര്യൻ്റെ അടുത്തെത്തി. അപ്പം മെഴുക് ചൂട് തട്ടിയാൽ എന്താണ് ഉരുകില്ലേ? ആ ഒരു അഹങ്കാരം കൂടി അദ്ദേഹം എന്താണ് ആ സൂര്യൻ്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് സൂര്യൻ്റെ അടുത്തെത്തിക്ക് പാറിപ്പോവാണ് ആ ഒരു വാക്സ് വിങ്ങോട് കൂടെ, അതായത് മെഴുകൊണ്ടുണ്ടാക്കിയ ആ ഒരു ചിറകിൽ അദ്ദേഹം പാറി സൂര്യൻ്റെ അടുത്തെത്തിയപ്പോൾ എന്താണ് ആ സൂര്യൻ്റെ ചൂട് കാരണം എന്താണ് ആ വാക്സ് മെഴുകൊക്കെ എന്താണ് മെൽറ്റായി പോവുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ആ മെൽറ്റായി പോയ ആ ഒരു വിങ്സ് എന്താണ് അദ്ദേഹം അപ്പോൾ ആ ഒരു വിങ്സ് ഒക്കെ മെൽട്ടായി പോയപ്പോൾ എന്താണ് അത് ഹി ഫെൽ ഡൗൺ, അദ്ദേഹം എന്താണ് ഒരു താഴേക്ക് ഫെൽ ഡൗൺ ചെയ്യപ്പോൾ എന്തൊക്കെയാണ് ഒരു കടലിലേക്ക് വീണ അങ്ങനെ അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൈഡും എറഗൻസും ഒക്കെ കാരണമാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ എത്തിയത്. അതേപോലത്തെ ഒരു സെയിം സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ അതിന് സാമ്യമുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഡോക്ടർ ഫോസ്റ്റസിനും ഈ ഒരു പ്ലേയിൽ സംഭവിക്കുന്നത് അല്ലേ. Faustus, who was awarded the degree of doctorate, followed in the footsteps of Icarus in his ambition of becoming superhuman. അപ്പോൾ എന്താണ് ഇക്കാറസിൻ്റെ ഫുഡ് സ്റ്റെപ്പ് ഫോളോ ചെയ്യണ ആര്? ഫോസ്റ്റസ്. എന്തിനു വേണ്ടി? ഒരു സൂപ്പർ ഹ്യൂമൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇക്കാറസിൻ്റെ പാത പിന്തുടരുകയാണ് അദ്ദേഹം അല്ലേ. ഫോർ വിച്ച് ഹി പ്രാക്ടീസ്ഡ് ബ്ലാക്ക് മാജിക് ആൻഡ് ബിക്കം എ നെക്രോമാൻസർ. അപ്പോൾ എന്താണ് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോരുകയാണ്, അത് പഠിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം എന്താണ് ഒരു നെക്രോമാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് ദുർമന്ത്രവാദിയായിട്ട് മാറുകയാണ് ആര്? നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഡോക്ടർ ഫോസ്റ്റസ് ട്ടോ. ഇനി നമുക്ക് സീൻ വൈസ് ആയിട്ടുള്ള സമ്മറി നോക്കാം. ഇപ്പം ഇത്രയും ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് പ്രലോഗാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷണറി പാർട്ടാണ് പ്രലോഗ് എന്ന് പറഞ്ഞത്, ആമുഖം എന്നാണ് അർത്ഥം. അപ്പം ഇനി നമുക്ക് സീൻ വൈസ് നമുക്ക് ആക്ട് 1 നോക്കാം കേട്ടോ. അപ്പോൾ എന്താണ് ആക്ട് 1 സീനുകൾ നോക്കാം കേട്ടോ. ആക്ട് 1 സീൻ 1 എന്ന് പറയുന്നത് എന്താണ്? സെറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഹീസ് പ്ലേ അല്ല, അപ്പോൾ അതിന് ഓരോരോ സെറ്റിങ്ങുകൾ ഉണ്ടാകും അല്ലേ. നാടകം എന്ന് പറയുമ്പോൾ ഒരു അന്തരീക്ഷം ചിലപ്പോൾ റൂമായിരിക്കാം, ചിലപ്പോൾ പുറത്ത് എവിടെയും ആയിരിക്കാം. അപ്പോൾ എങ്ങനെ ഇതിലെന്താണ് ആക്ട് 1 സീൻ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡി റൂമിൽ അദ്ദേഹം അവിടെ ഇരുന്ന് പഠിക്കുകയാണ് അല്ലേ. അതേപോലെ ഇയാൾ എന്താണ് സോളിലോക്കി എന്ന് പറഞ്ഞത് എന്താണ്? Soliloquy is a literary device in which a person is talking to himself or herself alone. അപ്പോൾ എന്താണ് സ്വയം ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നതാണ് എന്ത് സോളിലോക്കി എന്ന് പറഞ്ഞത് അല്ലേ.
ആ ഒരു കാലഘട്ടത്തിൽ ഒരുവിധം പ്ലേകളിലും സോളിലോക്കികൾ കാണാം. സോളിലോക്കി, മോണോലോഗ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ എന്താണ് സോളിലോക്കി, അതായത് അദ്ദേഹം നേടിയെടുത്ത അച്ചീവ്മെൻറ്റുകളെ പറ്റി അദ്ദേഹം സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റഡി റൂമിലിരുന്നുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സ്വയം ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയില്ലേ, അപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റിനെ പറ്റി അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര്? ഡോക്ടർ ഫോസ്റ്റേഴ്സ് ട്ടോ. Dr. Faustus dismisses all the acquired branches of knowledge. ബോർഡിൽ എഴുതിയിട്ടുള്ളത് ജസ്റ്റ് ഒരു ഇതിൽ നിന്നും ചുരുക്കിയിട്ടുള്ള, ടെക്സ്റ്റിൽ നിന്നും ചുരുക്കിയിട്ടുള്ള ചെറിയൊരു സീൻ വൈസ് സമ്മറിയാണ് ബോർഡിൽ ഓരോന്നിലും ഉള്ളത് കേട്ടോ. സീൻ 1, സീൻ 2, സീൻ 3, സീൻ 4 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അതിന്നും ഷോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എന്നാൽ ഒട്ടുമിക്ക കാര്യങ്ങളും അറിയുന്ന തരത്തിലാണ് സീനുകളെല്ലാം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. സൂം ചെയ്ത് എഴുതിയെടുത്തോളണം കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് അച്ചീവ്മെൻറ്റ്സ് ഇൻ എ സോളിലോക്കി രീതിയിൽ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റുകൾ സംസാരിക്കുകയാണ് അല്ലേ. ഹി ഈസ് ലേണിംഗ് നോളേജ് 1 by 1. അദ്ദേഹത്തിനൊരു സ്വഭാവമുണ്ട്, എന്താണെന്നറിയാം, ഓരോരോ കാര്യങ്ങൾ പഠിക്കാൻ നോളേജ് നേടിയെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹോബിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം അങ്ങനെ അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ ഓരോരോ വിഷയത്തിൽ, ചിലപ്പോൾ മെഡിസിൻ ആകാം, അല്ലെങ്കിൽ ലോജിക് ആവാം, ലോ ആകാം, അതേപോലെ തിയോളജി, അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും ആദ്യം ഒന്ന് പഠിച്ചാൽ അത് കുറച്ച് പഠിച്ച് അതിൽ നിന്നുള്ള നോളേജൊക്കെ അദ്ദേഹം സ്വായത്തമാക്കിയാൽ അതവിടെ ഉപേക്ഷിക്കും. അതിലെന്തെങ്കിലും കുറ്റവും കുറവ് കണ്ട് അത് ഉപേക്ഷിച്ച് വേറൊന്നിലേക്ക് പോകുക. അങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹം പഠിച്ച് ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടല്ലേ. അപ്പം എന്താണ്, ഡോക്ടർ ഫോസ്റ്റേഴ്സ് ഡിസ്മിസസ് ഓൾ ദ അക്വയർഡ് ബ്രാഞ്ചസ് ഓഫ് നോളജ്. അപ്പം അദ്ദേഹം അക്വയർ ചെയ്ത എല്ലാ നോളേജുകളും അദ്ദേഹം ഡിസ്മിസ് ചെയ്യണം അല്ലേ. അപ്പം എന്താണ്, തള്ളിക്കളയാണ് ചെയ്യുന്നത് അദ്ദേഹം. ആൻഡ് ലേണിംഗ് 1 by, അപ്പോൾ എന്താണ് 1 by 1, അത് ഒന്നിന് പുറകെ ഒന്നായിട്ട് അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ പഠിക്കുകയാണ് അല്ലേ. ആൻഡ് ഹി ഫസ്റ്റ് കൺസിഡേർഡ് ലോജിക് ആൻഡ് ഡിസ്മിസസ് ഇറ്റ് സേസ് ദാറ്റ് ഈസ് ദ ഓൺലി എയിം ഓഫ് ലോജിക് ഈസ് ടു സ്വെൽ ദ ഡിസ്പ്യൂട്ട്. എന്താണ് ലോജിക്കാണ് അദ്ദേഹം പഠിക്കുന്നത് കാര്യം അല്ലേ. അതിൽ ലോജിക്കിൽ എന്താണെന്നാ പറയുക, ഹി ഫസ്റ്റ് ചൂസ് ലോജിക് ടു ഡിസ്പ്യൂട്ടിംഗ് സ്കിൽസ്. അതായത് ഡിസ്പ്യൂട്ടിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ലോജിക് എന്ന് പറഞ്ഞത് എന്താണ്, യുക്തി പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹം അതിനൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം. ലോജിക്കൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ, അതിന് ഒരു ഡിസ്പ്യൂട്ടിംഗ് സ്കില്ല് അദ്ദേഹം അതിൽ നിന്ന് ലോജിക്കിൽ നിന്ന് പഠിച്ചെടുക്കണം. അപ്പോൾ അത് പഠിച്ചെടുത്തപ്പോൾ അദ്ദേഹം എന്താണ് നെക്സ്റ്റ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത് എന്താണ്, പിന്നെ അദ്ദേഹം ഹി റിഫ്ലക്റ്റ് ഓൺ ദ പ്രോസ്പെക്ട് ഓഫ് പ്രാക്ടീസിങ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യും. ആദ്യം ലോജിക്ക് പഠിച്ചപ്പോൾ അത് പിന്നെ ഡിസ്മിസ് ചെയ്ത് വന്നത് ഏതിലേക്കാണ്, മെഡിസിനിലേക്ക് അദ്ദേഹം എന്താണ്, മെഡിസിനും ഈ ലോജിക്കും എന്ന് പറഞ്ഞത് എന്താണ്, അദ്ദേഹം പറഞ്ഞത് ബോത്ത് ആർ മൊണേറ്ററി ആൻഡ് സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ. രണ്ടും എന്താണ്, ഒരു മൊണേറ്ററി സാമ്പത്തികപരമായും സോഷ്യലായിട്ടുള്ള കാര്യങ്ങളുള്ള പോയിന്റ് ഓഫ് വ്യൂ ആണെന്നാണ് ആര് പറയുന്നത്, ഫോസ്റ്റേഴ്സ് പറയുന്നത്. അതായത് ലോജിക്കും അതേപോലെ നമ്മുടെ മെഡിസിനിൽ നിന്ന് അദ്ദേഹം കുറേ കാര്യങ്ങൾ അദ്ദേഹം സ്വായത്തമാക്കി അല്ലെങ്കിൽ നേടിയെടുത്തിട്ടുണ്ട് അദ്ദേഹം അല്ലേ. ഹി ആർഗ്യൂസ് ദാറ്റ് മെഡിസിൻ ഹാസ് എ ട്രെമൻഡസ് പൊട്ടൻഷ്യൽ ടു അച്ചീവ് മിറാക്കുലസ് ക്യൂർസ് which make it one of the most fulfilling occupation, but then the other part of his mind argues that he has already achieved the highest level in this profession and has cured whole cities of incurable disease of plague. This is like a plague. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്, അദ്ദേഹം പറയണം ആദ്യം ലോജിക്ക് പഠിച്ചു, പിന്നെ അദ്ദേഹം മെഡിസിനിലേക്ക് വന്നു. മെഡിസിൻ എന്ന് പറഞ്ഞത് എന്താണ്, അത് ഒരു ട്രെമൻഡസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലുള്ള ഒരു കാര്യമാണ് മെഡിസിൻ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്താണ്, അതിൽ നിന്ന് അദ്ദേഹം കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾറെഡി ഹയസ്റ്റ് ലെവലിൽ അദ്ദേഹം ആ മെഡിസിനിലെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അദ്ദേഹത്തിന് എന്താണ് ക്യൂർ ചെയ്യാൻ അതായത് ക്യൂർ ചെയ്യാന്ന് പറഞ്ഞാൽ മാറ്റിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. മാറ്റിയെടുക്കാൻ ഒരു സിറ്റിയിൽ തന്നെ മൊത്തം സിറ്റി അല്ലെ, മൊത്തം ടൗണിലെ സിറ്റീനെയൊക്കെ
പിടിച്ചു വെച്ചിട്ടുള്ള രോഗമായിരുന്നു എന്ത് അന്നത്തെ കാലത്ത് പ്ലേഗ് എന്ന് പറഞ്ഞ രോഗം അല്ലേ. അപ്പം എന്താ ആ പ്ലേഗിനെ പോലും ഇൻക്യൂറബിൾ ആയിട്ട്, അതായത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത പ്ലേഗിനെ പോലും അദ്ദേഹം ക്യൂർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മെഡിസിൻ സ്കില്ലിലൂടെ അല്ലേ. അപ്പം എന്താണ് അത്രയും അദ്ദേഹം എന്താണ് അത് പറഞ്ഞത് എന്താണ്, അത്രത്തോളം അദ്ദേഹം ആ മെഡിസിനിൽ അത്രയും ജ്ഞാനം അദ്ദേഹം നേടിയെടുത്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസ് ആയിട്ടുള്ള പ്ലേഗ് പോലും അദ്ദേഹം ക്യൂർ ചെയ്തെടുത്തു എന്ന് പറയുന്നത്. അപ്പം അത്രയും അദ്ദേഹം മെഡിസിനിൽ അത്രയും ജ്ഞാനം കൈവരിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. ദെൻ ഹി ഷിഫ്റ്റ് ഹിസ് അറ്റൻഷൻ ടു ലോ, ലോജിക്ക്, മെഡിസിൻ, പിന്നെ വരുന്നത് ലോ. ദെൻ ഹി സെലക്ട് ലോ ആൻഡ് വെരി സൂൺ ഹി റിജക്റ്റ് ഇറ്റ്. അപ്പം എന്താണ് അത് പെട്ടെന്ന് തന്നെ ലോ പഠിച്ചു, പിന്നെ എന്താണ് ബട്ട് വെരി സൂൺ ഹി റിജക്റ്റ് ഇറ്റ് വാസ് ലോ ആസ് ടു പെറ്റി. അപ്പം എന്താണ് അത്രയും ലോ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ് അദ്ദേഹം അത് പഠിച്ചിട്ട് അത് വേഗം തന്നെ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യാണ് അല്ലേ. ദെൻ പിന്നെ അദ്ദേഹം പഠിക്കുന്ന കാര്യമാണ് തിയോളജി, അതായത് ഡിവിനിറ്റി, ദ സ്റ്റഡി ഓഫ് റിലീജിയൻ ആൻഡ് തിയോളജി. ഒന്നല്ല സ്റ്റഡി ഓഫ് റിലീജിയനും തിയോളജിയെ പറ്റി, തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രം, അതിനെപ്പറ്റി പഠിക്കുകയാണ് അദ്ദേഹം നെക്സ്റ്റ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ തിയോളജിനെ പറ്റി പഠിക്കുമ്പോൾ അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത്, ഹി തിങ്സ് ഓഫേഴ്സ് ഡിക്റ്റം വിച്ച് ആർ സെൽഫ് കോൺട്രഡിക്ടറി ആൻഡ് ദർഫോർ ടോട്ടലി ഇറേഷണൽ. അപ്പം എന്താണ് ഈ ഒരു തിയോളജി അല്ലെങ്കിൽ ഡിവിനിറ്റി എന്നൊക്കെ പറഞ്ഞ റിലീജിയനെ പറ്റിയൊക്കെയുള്ള പഠനം എന്ന് പറയുന്നത് എന്താണ്, അതൊരു യുക്തിരഹിതമാണ്, ഇറേഷണലാണ്, യുക്തിരഹിതമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. അങ്ങനെ അതും ദെൻ ഹി ഫൈൻഡ്സ് തിയോളജി redundant and turns to magic. എന്താണ് തിയോളജി അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം എന്താണ് മാജിക്, അതായത് ബ്ലാക്ക് മാജിക് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് മാജിക്, മന്ത്രവാദം പോലുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം ടേൺ ചെയ്യാണ് അല്ലേ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പഠനമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മുടെ ഫസ്റ്റ് ആക്ടിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ ഫസ്റ്റ് സീനിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് സെർവൻറ്റ് വാഗ്നർ കേട്ടോ. സെർവൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഫോസ്റ്റേഴ്സിൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള വാഗ്നറാണ് നെക്സ്റ്റ് ക്യാരക്ടർ. ആദ്യത്തെ ഇതുവരെ നമ്മൾ ആരെ പറ്റി പറഞ്ഞിട്ടുള്ളൂ, ഫോസ്റ്റേഴ്സിനെ മാത്രം. പിന്നെ അദ്ദേഹത്തിൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള വാഗ്നർ അദ്ദേഹം ഈ ഒരു സീനിലേക്ക്, അതായത് സീൻ 1 അദ്ദേഹം എൻ്റർ ചെയ്യുന്നത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അതായത് ഫോസ്റ്റേഴ്സിൻ്റെ 2 ഫ്രണ്ട്സ് ആയിട്ടുള്ള വാൽഡസും കോർണലിയസിനെയും കൂടി നമ്മുടെ ഈ രംഗത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആര്, സെർവൻ്റ് ആയിട്ടുള്ള വാഗ്നർ വരുന്നു. ഒപ്പം എന്താണ് ബ്രിങ്സ് ഹിസ് ഫ്രണ്ട്സ് വാൽഡസ് ആൻഡ് കോർണലിയസ് ട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞത് ബ്ലാക്ക് ഡെത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള വാൽഡസും കോർണലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇവർ രണ്ടുപേരും സെർവൻ്റ് ആയിട്ടുള്ള വാഗ്നർ എന്തിനാണ് കൊണ്ടുവരുന്നത്, ടു ലേൺ ബ്ലാക്ക് ഡെത്ത്, അതായത് മന്ത്രവാദം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആര് വാൽഡസും കോർണലിയസിനെയും വാഗ്നർ, അതായത് ഫോസ്റ്റേഴ്സ് ആണ് അവരെ കൊണ്ടുവരിപ്പിക്കുന്നത്. അപ്പോൾ അതുവരെ കൊണ്ടുവരുന്നത് ബ്ലാക്ക് മാജിക് ആണ് ലാസ്റ്റ് പഠിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരെ 2 പേരും കൊണ്ടുവരികയാണ് അല്ലേ ഇതിലേക്ക്. ഹി കോൾസ് ഗുഡ് ആൻഡ്, ഇതിലെന്താണ് ഗുഡ് ആൻഡ് ഈവിൾ ഫോഴ്സസുകൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ. അങ്ങനെ ബ്ലാക്ക് മാജിക് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫ്രണ്ട്സിനെ കൊണ്ടുവരികയാണ് ആര്, ഫോസ്റ്റേഴ്സ് അല്ലേ. അങ്ങനെ ഇൻ മീൻ ടൈം ആ ഒരു സമയത്താണ് വേറെ 2 ക്യാരക്ടേഴ്സ് വരുന്നത്. അപ്പോൾ എന്താണ് ഗുഡ് ഏഞ്ചൽ ആൻഡ് ഈവിൾ ഏഞ്ചൽ. ഗുഡ് ഏഞ്ചലും നന്മ ചെയ്യുന്ന ഏഞ്ചൽ, അതായത് ഗോഡും, അതേപോലെ ഈവിൾ ഏഞ്ചലായിട്ടുള്ള ലൂസിഫറും വരുന്നത് അല്ലേ. ഇവർ 2 പേരും ആരെ, ഫോസ്റ്റേഴ്സിനെ വിസിറ്റ് ചെയ്യാൻ വരികയാണ്. ഗുഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞത് എന്താണ്, urges him to forget നെക്രോമൻസി ആൻഡ് പുട്ട് എസൈഡ് ഹിസ് ബുക്ക് ഓഫ് മാജിക്. അപ്പം എന്താണ് ആ ഒരു ബ്ലാക്ക് മാജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്ക് മാറ്റി വെച്ച് ഈ നെക്രോമസിയിൽ നിന്ന് അതിനെ മറക്കാൻ വേണ്ടി പറയുകയാണ് ആര്, ഗുഡ് ഏഞ്ചൽ ആയിട്ടുള്ള, അതേപോലെ ദൈവം പോലുള്ള ഗുഡ് ഏഞ്ചലുകൾ. പക്ഷേ അപ്പം എന്താണ് അതിന് മറുപടിയായിട്ട് ഈവിൾ ഏഞ്ചൽ, അതല്ലെങ്കിൽ ബാഡ് ഏഞ്ചൽ, ഈവിൾ ഏഞ്ചൽ എന്താണ് പറയണത്, ഇൻസൈറ്റ് ഹിം ടു ഗോ അഹെഡ് ഇൻ ദ പെർസ്യൂട്ട് ഓഫ് മാജിക്. ഇപ്പം എന്താണ് മാന്ത്രികത പിന്തുടരാൻ വേണ്ടി ആരെ പ്രേരിപ്പിക്കുകയാണ് ഈവിൾ ഏഞ്ചൽ അല്ലെ. ഈവിൾ ഏഞ്ചൽ മാന്ത്രികപരമല്ല, എന്താണ് ബ്ലാക്ക് സ്മിത്ത് പോലെ കാര്യങ്ങൾ പിന്തുടരാൻ വേണ്ടി അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ഫോസ്റ്റേഴ്സിനെ പ്രേരിപ്പിക്കുകയാണ് അല്ലേ.
ലാസ്റ്റ് രണ്ടും കേട്ടിട്ട് അവർ അതായത് ഗുഡ് ഏഞ്ചലും ബാഡ് ഏഞ്ചലും അതായത് ഈവിൾ ഏഞ്ചലും പോയതിന് ശേഷം ആര് നമ്മുടെ ഫോസ്റ്റസ് ഇരുന്ന് ആലോചിക്കുകയാണ് ഏത് സെലക്ട് ചെയ്യണം. അപ്പം അങ്ങനെ സെലക്ട് ചെയ്ത് അങ്ങനെ കുറേ ആലോചനയ്ക്ക് ശേഷം എന്താണ് ഈവിൾ ഏഞ്ചലിനെ സെലക്ട് ചെയ്യുന്നു അല്ലേ. ആൻഡ് ഡിസൈഡഡ് ഇൻ ഫേവർ ഓഫ് പ്രാക്ടീസിങ് ബ്ലാക്ക് ആർട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ quite excited at the prospect of great powers that magic will bring to him. By this time, Valdez and Cornelius arrive and both approve of Faustus. അപ്പം എന്താണ് അങ്ങനെ ആ ഒരു സമയത്താണ് ഫ്രണ്ട്സ് ആയിട്ടുള്ള വാൽഡസും കോർണലിയസും വരുന്നത് അല്ലേ. കോർണലിയസും വരുന്നത്. അപ്പോൾ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ ആ ഒരു അതായത് ഫോസ്റ്റസിൻ്റെ ആ ഒരു ഡിസിഷൻ അതായത് ബ്ലാക്ക് ആർട്ട് പ്രാക്ടീസ് ചെയ്യാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസിഷനെ രണ്ടുപേരും ഫോർ ചെയ്യണം, അതായത് യോജിക്കുകയാണ്, എഗ്രി ചെയ്യണമല്ലോ, അപ്രൂവ് ചെയ്യണമല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും അതായത് വാൽഡസും കോർണലിയസും എന്ന് പറഞ്ഞത് ആരാ ബ്ലാക്ക് മാജിക്കിൻ്റെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവരതിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുള്ളൂ അല്ലേ. They unfold a long list of wonderful powers that magic will bring to Faustus if he remains committed to necromancy. അപ്പോൾ എന്താണ് അവർ രണ്ടുപേരും ഒരു ലിസ്റ്റ് തന്നെ കൊടുക്കുകയാണ് ആർക്ക് ഫോസ്റ്റസിന് അല്ലേ. എന്ത് ലിസ്റ്റ് ഓഫ് വണ്ടർഫുൾ പവേഴ്സ് ദാറ്റ് മാജിക് ബ്രിങ്സ്. ആ ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ നെക്രോമസി സ്വീകരിക്കുന്നതിലൂടെ അത് ഫോളോ ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന് അതായത് ഫോസ്റ്റസിന് ഉണ്ടാകുന്ന പലതരത്തിലുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള പവേഴ്സിനെ പറ്റിയുള്ള ഒരു ലിസ്റ്റ് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് രണ്ട് സുഹൃത്തുക്കളും കൂടിയിട്ട് അല്ലേ. അതാണ് നമ്മുടെ സീൻ സീൻ 1 എന്ന് പറഞ്ഞത് അത്രയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സീൻ 2 ആണ്. ഇതെന്താണ് ഈ സീൻ 2 എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു സീനാണ് കേട്ടോ. 2 scholars come to visit Dr. Faustus. Then they realize he is practicing black magic. They plan to see Rector to dissuaded from his decision to study black magic. അപ്പോൾ എന്താണ് സീൻ 2-ൽ എന്താണ് പറയണത്? സീൻ 2-ൽ പറയുന്ന കാര്യം എന്താണെന്ന് നോക്കൂ കേട്ടോ. ദിസ് സീൻ ഈസ് എ ഷോർട്ട് സീൻ. അതെന്താണ് ഞാൻ പറഞ്ഞു ചെറിയൊരു സീനാണ് സെക്കൻഡ് സീൻ എന്ന് പറഞ്ഞത്. അതിലെന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു 2 സ്കോളർ മേ ബി ദ സ്റ്റുഡൻറ്റ് ഓഫ് ഡോക്ടർ ഫോസ്റ്റസിൻ്റെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആവാമെന്ന് പറഞ്ഞ 2 സ്കോളേഴ്സ് അങ്ങനെ അവരെ കാണാൻ വേണ്ടി അതായത് ഫോസ്റ്റസിനെ കാണാൻ വേണ്ടി വരുന്നത്. ആ സമയത്താണ് ആര് വാതിൽ തുറക്കുന്നത്? നമ്മുടെ വാഗനർ സെർവൻ്റ് ആയിട്ടുള്ള ഡോറ് തുറന്നിട്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കുറേ കാര്യങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണല്ലേ. ആർട്ട് ഓഫ് ഡിസ്പ്യൂട്ടേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് തർക്കകല എന്നാണ് അത് പറയുക. ആർട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ കുറേ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം അവരുടെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്യുകയാണ്. എന്നിട്ട് ലാസ്റ്റ് പറയുകയാണ് ആഫ്റ്റർ ദ ഡിസ്പ്ലേ ഓഫ് ഹിസ് വെയിൻ നോളജ് അദ്ദേഹത്തിൻ്റെ ആ നോളേജ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നോളേജ് അവരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് ലാസ്റ്റ് പറയുന്നത് എന്താണ്? Finally reveals that Dr. Faustus is in a meeting with his 2 friends Valdez and Cornelius. അപ്പോൾ എന്താണ് ലാസ്റ്റ് അങ്ങനെ കുറേ ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് വാഗ്നർ പറയാണ് അദ്ദേഹത്തിൻ്റെ ഫോസ്റ്റസിൻ്റെ 2 ഫ്രണ്ട്സ് ആയിട്ടുള്ള വാൽഡസിനെയും അതേപോലെ കോർണലിയസിനെയും തമ്മിലുള്ള മീറ്റിങ്ങിലാണ് ആര് ഫോസ്റ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ അവർ രണ്ടുപേരും ഷോക്കഡ് ആവുകയാണ് ആ 2 സ്കോളേഴ്സ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വാൽഡസും കോർണലിയസും എന്ന് പറഞ്ഞത് എന്താണ് ഹീസ് റിലേറ്റഡ് ടു ബ്ലാക്ക് മാജിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 2 ആൾക്കാരാണ് വാൽഡസും കോർണലിയസും. അപ്പോൾ അത് പൊതുവെ അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ സ്കോളേഴ്സ് ഷോക്കഡ് ആയതല്ലേ. അപ്പോൾ എന്താണ് അങ്ങനെ അവർ റെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ രണ്ടുപേരും റെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടി പോകണം. എന്തിനു വേണ്ടിയിട്ടു? ക്യാൻ ബി ഡിസ്വേഡഡ് ഫ്രം ഹിസ് ഡിസിഷൻ ടു സ്റ്റഡി നെക്രോമൻസി അതായത് ഈ ബ്ലാക്ക് മാജിക് പോലെ മന്ത്രവാദം പോലെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിലുള്ള ആ ഒരു തീരുമാനത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഈ 2 സ്കോളേഴ്സും എങ്ങോട്ട് പോവാണ്? റെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി പോകുന്നതോട് കൂടിയാണ് സീൻ 2 അവസാനിക്കുക. അപ്പോൾ എത്രയേ ഉള്ളൂ സീൻ 2 അല്ലേ. വേറെ 2 ക്യാരക്ടേഴ്സും കൂടി വന്നു അല്ലേ. ഇപ്പം മൊത്തം ഫോസ്റ്റസ് സെർവൻറ്റ് വാഗ്നർ 2 3 4 5 6 ക്യാരക്ടേഴ്സായി നമ്മുടെ അതിൽ. പിന്നെ അതിൽ ഗുഡ് ആൻഡ് ഈവിൾ ഏഞ്ചൽസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ.
അതല്ലാതെ മെയിനായിട്ട് പറയുന്നത് ഇത്രയും ക്യാരക്ടേഴ്സാണ്. 2 സ്കോളേഴ്സിന് പേരൊന്നും കൊടുക്കുന്നില്ല, 2 സ്കോളേഴ്സിനെ പറയുന്നുള്ളൂ. അപ്പോൾ ആ 2 സ്കോളേഴ്സിൻ്റെ വരവാണ് സെക്കൻഡ് സീനുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? സീൻ 3 ആണ് അല്ലേ. സീൻ 2 എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? നമ്മുടെ പുതിയ 2 ക്യാരക്ടേഴ്സ്, 2 സ്കോളേഴ്സ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യത്തെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതിനുവേണ്ടി റെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ സമീപിക്കുകയാണ് അല്ലേ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സീൻ 3 ആണ് കേട്ടോ. അതായത് ആക്ട് 1 സീൻ 3. ഇതിലെന്താണ്? ഫോസ്റ്റേഴ്സ് കോൾസ് ആൻ ഈവിൾ ഫോഴ്സ് മെഫിസ്റ്റോഫിലിസ്. നെക്സ്റ്റ് ക്യാരക്ടറാണ് ഇതിൽ. മെഫിസ്റ്റോഫിലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സ് കേട്ടോ. 2 സ്കോളേഴ്സ്, വാഗ്നർ ക്യാരക്ടേഴ്സിൻ്റെ കടിയിൽ ഞാൻ വരച്ച് വരുന്നുണ്ട്. മെയിനായിട്ടുള്ള ക്യാരക്ടർ അറിയില്ലായിരുന്നു, ഫോസ്റ്റേഴ്സ് കേട്ടോ. നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറാണ് ആര്? മെഫിസ്റ്റോഫിലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. അതെന്താണ്? ഫോസ്റ്റേഴ്സ് കോൾസ് ആൻ ഈവിൾ ഫോഴ്സ്, അതായത് ഒരു ഈവിൾ ഫോഴ്സിനെ വിളിക്കുകയാണ് ആര്? ഫോസ്റ്റേഴ്സ്. അങ്ങനെ വരുന്ന ഒരു ക്യാരക്ടറാണ് ആര്? മെഫിസ്റ്റോഫിലിസ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം എന്താണ്? വെൻ ഇറ്റ് അപ്പിയേർഡ് ഹി ആസ്ക് എബൌട്ട് ഹെൽ ആൻഡ് ഇറ്റ്സ് അദ്ദേഹം വരുന്നത് എങ്ങനെയാണ്? ഒരു അഗ്ലി ആയിട്ടുള്ള, അതായത് ഒരു ഭംഗിയില്ലാത്ത വിരൂപനായിട്ടുള്ള രൂപത്തിലാണ് ആര് വരുന്നത്? മെഫിസ്റ്റോഫിലിസ് വരുന്നത് അല്ലേ. അങ്ങനെ അദ്ദേഹം എന്താണ്? അതായത് ഫോസ്റ്റേഴ്സ് ഫ്രാൻസിസ്കൻ ഫ്രയർ ആയിട്ട് അപ്പിയർ ചെയ്യാൻ വേണ്ടി പറയുകയാണ് അല്ലേ. എന്താണ്? അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസ് കാണുമ്പോൾ എന്താണ്? ഫോസ്റ്റേഴ്സിന് വളരെയധികം ഒരു ഒബ്നോക്സിയസ് ആയിട്ട് തോന്നുന്നത്. അതായത് അദ്ദേഹത്തിന് എന്താണ്? ഒരു അരോചകരമായിട്ട് തോന്നുകയാണല്ലോ. അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്താണ്? ഒരു ഫ്രാൻസിസ്കൻ ഫ്രയർ എന്ന് പറഞ്ഞാൽ സന്യാസി, അല്ലെങ്കിൽ ഒരു നമ്മുടെ പള്ളിയിലൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, എന്താ പറയുക, അച്ഛന്മാർ, അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഫ്രാൻസിസ്കൻ ഫ്രയർ ആയിട്ട് അപ്പിയർ ചെയ്യാൻ വേണ്ടി പറയുകയാണ് ആരോട്? മെഫിസ്റ്റോഫിലിസിനോട്. അങ്ങനെ അദ്ദേഹം ആ ഒരു മെഫിസ്റ്റോഫിലിസ് എന്താണ്? നമ്മുടെ നമ്മുടെ ഫോസ്റ്റേഴ്സിൻ്റെ ആ ഒരു കാര്യം ഒബേ ചെയ്യണം, അതായത് അനുസരിക്കുകയാണ് അല്ലേ. അങ്ങനെ വന്നിട്ട് അദ്ദേഹം എന്താണ് ചോദിക്കുന്നത്? എന്താണ് ഹെല്ല്, അല്ലെങ്കിൽ നരകം. ഹെൽ എന്ന് പറഞ്ഞാൽ നരകം എന്താണ്? നരകത്തിലെ അതായത് മാസ്റ്റർ ആരാണ്? അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുക. അദ്ദേഹം ആ ഒരു ഈവിൾ ഫോഴ്സിനെയാണല്ലോ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈവിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഈവിൾ ആയിട്ടുള്ള കാര്യം. അപ്പം ഈവിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ്? ഹി ആസ്ക് മെനി ക്വസ്റ്റ്യൻ അബൌട്ട് ലൂസിഫർ, ദ മാസ്റ്റർ ഓഫ് അതായത് ഹെല്ലിൻ്റെ മാസ്റ്റർ ആയിട്ടുള്ള ലൂസിഫറിനെ പറ്റി കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. ഹി ഈസ് ടോൾഡ് ദാറ്റ് ലൂസിഫർ വാസ് ബാനിഷ്ഡ് എറ്റേണലി ഫ്രം ഹെവൻ ബിക്കോസ് ഹി റിവോൾട്ട് അഗെയിൻസ്റ്റ് ഗോഡ്. അപ്പോൾ എന്താണ്? അദ്ദേഹം ലൂസിഫറിനെ പറ്റി പറയുന്നത് എന്താണ്? അദ്ദേഹം അതായത് ഹെവനിലായിരുന്നു ആദ്യം എല്ലാവരും, ഗുഡ് ക്യാരക്ടേഴ്സും ഈവിൾ ക്യാരക്ടേഴ്സും ഒക്കെ എവിടെയായിരുന്നു? ഹെവനിലായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ ഹെവനിൽ ഗോഡിനെ അനുസരിക്കാത്തത് കൊണ്ട് എന്താണ്? അദ്ദേഹം അതല്ലെങ്കിൽ ഗോഡിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ഗോഡിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് ലൂസിഫറിനെ ദൈവം ഹെവനിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത് എന്ന് ആര് പറഞ്ഞു കൊടുക്കുകയാണ്? മെഫിസ്റ്റോഫിലിസ് പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക്? നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഡോക്ടർ ഫോസ്റ്റേഴ്സിന് അല്ലേ. അങ്ങനെ ദെൻ ഫോസ്റ്റർ ദെൻ എൻക്വയർസ് അബൌട്ട് ഹെൽ. അപ്പം എന്താണ്? അങ്ങനെ അതൊക്കെ പറഞ്ഞ് അദ്ദേഹം ലൂസിഫറിനെ പറഞ്ഞു ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ട് പുറത്താക്കിയത്. പിന്നെ അദ്ദേഹം ചോദിക്കുന്നത് എന്താണ്? ഹെൽ എന്താണെന്നുള്ളത്. ഹെല്ലിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ, ലൊക്കേഷൻ, എൻവയോൺമെൻ്റ് ഒക്കെ എന്താണെന്ന് ചോദിക്കുകയാണ് ആര്? ഫോസ്റ്റേഴ്സ് മെഫിസ്റ്റോഫിലിസിനോട് അല്ലേ. അങ്ങനെ മെഫിസ്റ്റോഫിലിസ് പറയുന്നത് എന്താണ്? ഹെൽ എന്താണെന്ന് പറയുകയാണ് അല്ലേ. ഹെൽ ഈസ് വേർ ഗോഡ് ഈസ് നോട്ട് പ്രസൻറ്റ്. അപ്പോൾ എന്താണ് ഹെൽ എന്ന് പറഞ്ഞത്? അതായത് നരകം എന്ന് പറഞ്ഞത് എന്താണെന്നാണ് പറഞ്ഞത്? ഇറ്റ് ഈസ് വേർ ഗോഡ് ഈസ് നോട്ട് പ്രസൻറ്റഡ്. എന്താണ്? ഗോഡ് പ്രസൻറ്റ് അല്ല, അത് ഗോഡിൻ്റെ സാമീപ്യം, ദൈവത്തിൻ്റെ സാമീപ്യം, അല്ലെങ്കിൽ ദൈവമില്ലാത്ത സ്ഥലമാണ് എന്ത്? നരകം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ക്യാരക്ടറിന്. ഐറണിക്കലി ഇനഫ് Mephistopheles become nostalgic thinking of the priceless joys of heaven. അപ്പോൾ എന്താണ്? മെഫിസ്റ്റോഫിലിസും ഒക്കെ എന്താണ്? അവരൊക്കെ ഹെവനിൽ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഹെവനിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെവനിൽ, സ്വർഗത്തിലെ ആ ഒരു സുഖകരമായിട്ട് ആനന്ദകരമായിട്ടുള്ള ജീവിതത്തെ പറ്റി ഓർക്കുകയാണ് ആര്? നമ്മുടെ ഈവിൾ ക്യാരക്ടറായിട്ടുള്ള മെഫിസ്റ്റോഫിലിസ് അല്ലേ.
ഹി റിസീവ്സ് എ സ്കോൾഡിങ് ഫ്രം ഡോക്ടർ ഫോഴ്സസ് ടു ബി എ ട്രൈറ്റർ ടു ഹിസ് ഡൊമൈൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡോമിനേഷനെ ചതിച്ചു എന്നുള്ള രീതിയിൽ ആര് ഡോക്ടർ ഫോഴ്സസ് മെഫിസ്റ്റോഫിലിസിനെ ചീത്ത പറയാണ്. കാരണം അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ പഴയ ഓർമ്മകൾ, സന്തോഷം നിറഞ്ഞ ആ ഹെവനിലെ ജീവിതത്തെ പറ്റിയാണ് ഓർക്കുന്നത്. അദ്ദേഹം ഇപ്പം നിൽക്കുന്നത് എവിടെയാണ്, ഹെല്ലിൽ. അപ്പോൾ ഹെല്ലിൽ നിന്നുകൊണ്ട് അദ്ദേഹം എന്താണ്, ഹെവനിലെ സുഖകരവും സന്തോഷകരമായ ജീവിതത്തെ പറ്റി ഓർക്കുമ്പോൾ ഡോക്ടർ ഫോസ്റ്റസ് എന്താണ് ചെയ്യുന്നത്, സ്കോൾഡ് ചെയ്യാണ് അല്ലേ, അതായത് ചീത്ത വഴക്ക് പറയാണ്. ഹി ദെൻ സെൻഡ് മെഫിസ്റ്റിലസ് ടു ലൂസിഫർ. പിന്നെ എന്താണ്, അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മെഫിസ്റ്റിലസിനെ എന്താണ് ലൂസിഫറിൻ്റെ അടുത്തേക്ക് വിടുകയാണ്. ആര്, നമ്മുടെ ഡോക്ടർ ഫോസ്റ്റസ് മെഫിസ്റ്റിലിനെ ലൂസിഫറിൻ്റെ അടുത്തേക്ക് ഇടും. എന്തിനു വേണ്ടി, ടു പ്രപ്പോസ് ഹീ വിൽ. അപ്പോൾ അദ്ദേഹം എന്തിനു വേണ്ടി പ്രപ്പോസ് ചെയ്യുന്നത്, ഹീ വിൽ എക്സ്ചേഞ്ച് ഹിസ് സോൾ ഫോർ 24 years, 24 വർഷത്തേക്ക് എന്ത്, അൺലിമിറ്റഡ് പവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യാണ് അല്ലേ, അതായത് മാറ്റുകയാണ്, എക്സ്ചേഞ്ച് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിന് 24 വർഷത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ മാറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ അൺലിമിറ്റഡ് പവർ, അതായത് അൺലിമിറ്റഡ് ആയിട്ടുള്ള പവേഴ്സ്, ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം സോളിനെ എന്താണ്, ആത്മാവിനെ 24 വർഷത്തേക്ക് എന്താണ് വിൽക്കുകയാണ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസിന് അത് അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് മെഫിസ്റ്റോഫിലിസിനെ ലൂസിഫറിൻ്റെ മാസ്റ്റർ ഓഫ് ഹെല്ലായിട്ടുള്ള ലൂസിഫറിൻ്റെ അടുത്തേക്ക് വിടുകയാണ് ആര്, ഫോസ്റ്റസ് അല്ലേ. മെഫിസ്റ്റോഫിലിസ് ലീവ്സ്. അങ്ങനെ ആ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം അവിടുന്ന് പോവുകയാണ്. ഫോസ്റ്റസ് ഈസ് ലെഫ്റ്റ് പ്രൈഡിങ് ഹിസ് അച്ചീവ്മെൻറ്റ് ആൻഡ് ഹി ഇമാജിൻ ദ ഗ്ലോറിയസ് ഫ്യൂച്ചർ ദാറ്റ് ലൈസ് എഹെഡ് ഓഫ് ഹിം ബൈ എക്സസൈസിങ് ദ ആർട്ട് ഓഫ് ബ്ലാക്ക് മാജിക്. എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഫ്യൂച്ചറും ഇമാജിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതോടുകൂടി നമ്മുടെ സീൻ 3 അവസാനിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നോക്കാൻ പോകുന്നത് എന്താണ്, സീൻ 4 ആണ് കേട്ടോ. അങ്ങനെ ആക്ട് 1 അല്ലെ അവസാനത്തെ സീനാണ് ഇത്, സീൻ 4. ഇറ്റ് ഈസ് എ കോമിക് സീൻ. മറ്റ് 3 സീനുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സീനാണ് ഇത് സീൻ 4 എന്ന് പറയുന്നത്. എന്താണ്, കോമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു കോമാളി പോലത്തെ ഒരു ക്യാരക്ടറും കൂടി ഇതിലേക്ക് വന്ന് ചേരുന്നുണ്ട് ആക്ട് 4 സീൻ 4ൽ. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ കോമിക് സീൻ. ഹിസ് സെർവൻറ്റ് വാഗ്നർ തിങ്സ് അബൌട്ട് ഹിസ് മാസ്റ്റേഴ്സ് ഡിസിഷൻ ടു സെൽ ഹിസ് സോൾ. അപ്പോൾ എന്താണ്, ആ ഒരു 24 വർഷത്തേക്ക് ഒരു അൺലിമിറ്റഡ് പവർ കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ എന്താണ്, അദ്ദേഹത്തിൻ്റെ സോള് വിൽക്കുകയല്ലേ. അപ്പോൾ അതിനെ പറ്റിയൊക്കെ അങ്ങനെ ആലോചിക്കുക. അങ്ങനെ എന്താണ്, ഇതിലേക്ക് വേറൊരു ക്യാരക്ടർ കടന്നു വരുന്നത്. അപ്പോൾ എന്താണ്, ക്ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, കോമാളി എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു കോമാളിയുടെ ഒരു എൻട്രൻസും കൂടി നമുക്ക് സീൻ 4ൽ കാണാം കേട്ടോ. ഹിയർ വാഗ്നർ ചൈൽഡ്സ് എ ക്ലൗൺ who is out of work for being so desperate to sell his soul to the devil for a piece of mutton. ഒരു പീസ് മട്ടന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സോള് എന്താണ് ഡെവിളിന് വിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു ജോലിയൊന്നും ഇല്ലാത്ത ഒരു ക്ലോണിനെ പറ്റി പറയുകയാണ് ആര്, വാഗ്നർ അല്ലേ. അങ്ങനെ വാഗ്നർ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അതായത് ക്ലോണിനോട് ചോദിക്കുകയാണ്, ടു സേവ് ഹിം ഫോർ 7 years ഓർ ഹി വിൽ ബി കേഴ്സ്ഡ് ടു സഫർ. അപ്പോൾ എന്താണ്, 7 വർഷം ആ കോമാളിയോട് സെർവൻ്റ് ആയിട്ടുള്ള വാഗ്നറിനെ പരിപാലിക്കാൻ അല്ലെങ്കിൽ സെർവ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് അല്ലേ. ദെൻ അല്ലെങ്കിൽ എന്താണ്, അതർവൈസ് ഹി വിൽ ബി കേഴ്സ്ഡ് ടു സഫർ. അപ്പോൾ എന്താണ്, അവർ ശപിക്കും എന്ന് പറയാണ്. അതിന് വേണ്ടിയിട്ട് എന്താണ്, അദ്ദേഹം 2 ഡെവിൾ സമ്മൺ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഇതിൽ കാണാം കേട്ടോ. പല ഭാഗത്തും നമുക്കത് കാണാൻ സാധിക്കും. സമ്മൺ എന്ന് പറഞ്ഞാൽ വിളിക്കുക, കോൾ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം കേട്ടോ. അതായത് 2 ഡെവിളായിട്ടുള്ള ബിലിയോളും ബ്ലച്ചറിനെ സമ്മൺ ചെയ്യുക, അതായത് കോൾ ചെയ്യാണ് ആര്, വാഗ്നർ. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ക്ലോണിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 ഈവിൾ ഏഞ്ചൽ അതായത് ബിലിയോൾ അല്ലെങ്കിൽ ബ്ലച്ച് എന്ന് പറഞ്ഞിട്ടുള്ള 2 ക്യാരക്ടേഴ്സിനെ സമ്മൺ ചെയ്യാണ് നമ്മുടെ സെർവൻ്റ് ആയിട്ടുള്ള വാഗ്നർ അല്ലേ. The scene echoes the scene between Faustus and Mephistopheles, though in a comic vein. ഒരു കോമിക് ആയിട്ടുള്ള വഴിയിലൂടെ എന്താണ്, മെഫിസ്റ്റോഫിലിസിൻ്റെയും ഫോസ്റ്റസിൻ്റെയും സീനിനെ പറ്റി എക്കോ ചെയ്യുന്നതാണ് എന്ത്, സീൻ 4 എന്ന് പറഞ്ഞത് അല്ലേ.
ഈ ഒരു ക്ലോണിൻ്റെ കുറച്ച്, അതായത് ഈ കോമാളിയുടെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സീനിലേക്ക് വരുന്നതോട് കൂടി എന്താണ് നമുക്ക് ഓഡിയൻസിന്, അതായത് ഡ്രാമയാണല്ലോ അത്, സ്റ്റേജ് ചെയ്യുന്ന കാര്യമില്ല, അപ്പോൾ ഓഡിയൻസിന് എന്താണ് അതൊരു റിലീഫ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാറുകയാണ് അല്ലേ. ഇതുവരെ ആ ഒരു ബ്ലാക്ക് സ്മിത്ത് ഈവിളായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഓഡിയൻസ് അങ്ങനെ മൈൻഡിൽ ഇങ്ങനെ പേടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും എന്ത് വരുന്നത്, ഈ ഒരു ക്ലോണിൻ്റെ ക്യാരക്ടർ വരുന്നതല്ല. അപ്പോൾ എന്താണ് അത് ഓഡിയൻസിനൊരു റിലീഫായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അല്ലേ. ഇത്രയാണ് നമ്മളുടെ ആക്ട് 1-ലുള്ളത് കേട്ടോ. ആക്ട് 1-ലെ 4 സീനുകളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയാണ് ആക്ട് 1-ലുള്ളത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ആക്ട് 1-ലെ ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഓവർവ്യൂ ആണ്. അതായത് പലതരത്തിൽ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ആക്ട് 1-നെ. അപ്പോൾ ആക്ട് 1-ലെ ക്രിറ്റിക്കൽ ഓവർവ്യൂ ആണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ട് 2 ആണ് കേട്ടോ. ആക്ട് 1 ഡിസ്കസ് ചെയ്തു. അതിൽ 4 സീനുകളുണ്ട്. അവസാനം എന്താണ് ഒരു കോമിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റീഡേഴ്സിനെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളോട് കൂടിയാണ് ആക്ട് 1 അവസാനിക്കുന്നത് അല്ലേ. 4 സീനോട് കൂടിയുള്ള ആക്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആക്ട് 2 ആണ് കേട്ടോ. സെക്കൻഡ് ആക്റ്റിൽ ചെറിയൊരു ആക്റ്റാണ് കേട്ടോ. അതായത് ചെറിയൊരു രംഗമാണ്. അതിൽ 2 സീനുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ്, Faustus is found alone in his study when good angel and the evil angel make their second appearance. അപ്പോൾ എന്താണ്, വീണ്ടും ആ ഒരു ഗുഡ് ആൻഡ് ഈവിൾ ഏഞ്ചൽ അവരുടെ, അതായത് ഫോസ്റ്റസിൻ്റെ അവരല്ലെങ്കിൽ ആ സ്റ്റേജിലേക്ക് അപ്പിയർ ചെയ്യാണ് അല്ലേ. അപ്പോൾ എന്താണ്, എന്നിട്ട് അവർ രണ്ടുപേരും അവരുടേതായ കാര്യങ്ങൾ ഫോസ്റ്റസിനോട് മുന്നിൽ പറയുകയാണ്. അപ്പോൾ എന്താണ്, ഗുഡ് ഏഞ്ചൽ എന്താണ് പറഞ്ഞത്, ഗുഡ് ഏഞ്ചൽ ഇൻസ്പയർസ് ഫോസ്റ്റസ് ടു സീ ദ പവർ ഓഫ് ഡിവൈൻ. അപ്പോൾ എന്താണ്, ആ ഒരു ഡിവൈൻ്റെ ആ ഒരു ദൈവികതത്തിൻ്റെ ആ ഒരു പവർ കാണാൻ വേണ്ടി ഫോസ്റ്റസിനെ എന്താണ് ഇൻസ്പയർ ചെയ്യാണ് ആര്, ഗുഡ് ഏഞ്ചൽ അല്ലേ. അപ്പോൾ ഗുഡ് ഏഞ്ചൽ എന്താണ് ആ ഒരു പവർ ഓഫ് ഡിവൈൻ കാണാൻ വേണ്ടി, അതിൻ്റെ ആ ഒരു ഡിവൈനിൻ്റെ പവർ കാണാൻ വേണ്ടി അദ്ദേഹത്തെ, അതായത് ഫോസ്റ്റസിനെ എന്താണ് ഇൻസ്പയർ ചെയ്യുന്ന തരത്തിൽ ഓരോ കാര്യങ്ങൾ പറയുകയാണ് ഫോസ്റ്റസിനോട് ആര്, ഗുഡ് ഏഞ്ചൽ അല്ലേ. നെക്സ്റ്റ് എന്താണ്, whereas ഈവിൾ ഏഞ്ചൽ, അതായത് ഈവിൾ ആയിട്ടുള്ള ഏഞ്ചൽ എന്താണ് പറയുന്നത്, സീ ദ പവർ ദാറ്റ് കംസ് വിത്ത് വെൽത്ത് ആൻഡ് മെറ്റീരിയൽ. അപ്പം എന്താണ് അദ്ദേഹത്തിനോട് പറയാണ് പവറും, അതായത് വെൽത്ത് സാമ്പത്തികപരമായിട്ടും പിന്നെ അതേപോലെ മെറ്റീരിയൽ ആയിട്ടുള്ള റിച്ചസിനെയൊക്കെ കൂടി അതൊക്കെ കൂടി കാണിച്ചു കൊടുക്കുക, അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് ആര്, ഈവിൾ ഏഞ്ചൽ അല്ലേ. പൊതുവായിട്ടും എങ്ങനെ, ഫോസ്റ്റേഴ്സ് ഓൾറെഡി എന്താണ് ഈവിൾ ഏഞ്ചലിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്താണ് മെറ്റീരിയൽ റിച്ച്നെസ്സും അതേപോലെ വെൽത്തും എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ഡിവൈൻ എന്ന് കേൾക്കുമ്പോൾ അത്ര തന്നെ അതല്ല അല്ലേ. വെൽത്തും മെറ്റീരിയൽ ആയിട്ടുള്ള റിച്ച്നെസ്സും ആണ് എന്ത് മനുഷ്യർക്ക് ഇന്നത്തെ കാലത്ത് ആവശ്യമില്ല. അപ്പോൾ എന്താണ് സാധാ ഇതുപോലെ എന്താണ് ഫോസ്റ്റേഴ്സും എന്താണ് ഈവിൾ ഏഞ്ചലിൻ്റെ കൂടെ നിൽക്കുകയാണ് അല്ലേ. ഫോസ്റ്റേഴ്സ് ഓൾറെഡി ഇൻക്ലൈൻഡ് towards the devil decided to ignore the advice of good angel. അപ്പോൾ എന്താണ് ഓൾറെഡി എന്താണ് ഫോസ്റ്റേഴ്സ് ഗുഡ് ഏഞ്ചലിനെ ഒഴിവാക്കി അതായത് ഈവിൾ ഏഞ്ചലിൻ്റെ കൂടെ നിൽക്കണ്ടല്ലേ. അപ്പോൾ എന്താണ് ഗുഡ് ഏഞ്ചലിൻ്റെ നല്ല ഏഞ്ചലിൻ്റെ, അതായത് ഗോഡ് പോലെയുള്ള നല്ല ഏഞ്ചലിൻ്റെ എന്താണ് അഡ്വൈസുകൾ എന്താണ് ഫോസ്റ്റേഴ്സ് ഇഗ്നോർ ചെയ്യുന്നത്, തള്ളിക്കളയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ he then summons Mephistopheles, who tells him that Lucifer has agreed to his proposal. അപ്പം അങ്ങനെ ഒരു ആദ്യത്തെ ആക്റ്റിൽ നമ്മൾ കണ്ടു മെഫിസ്റ്റോഫിലിസിനെ ഫോസ്റ്റേഴ്സ് ലൂസിഫർ, മാസ്റ്റർ ഓഫ് ഹെൽ ആയിട്ടുള്ള ലൂസിഫറിൻ്റെ അടുത്തേക്ക് വിടുകയാണ്. എന്തിനു വേണ്ടി, ഒരു പ്രപ്പോസലുമായിട്ട് വിടുകയാണല്ലേ. എന്തിനു വേണ്ടി, 24 വർഷത്തേക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ സോള് വിൽക്കാൻ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കും. എന്തിനു വേണ്ടി, അൺലിമിറ്റഡ് നോളേജ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് പവറിന് വേണ്ടിയിട്ടല്ലേ. അദ്ദേഹം അൺലിമിറ്റഡ് ആയിട്ടുള്ള പവറിന് വേണ്ടിയിട്ട് 24 വർഷത്തേക്ക് അദ്ദേഹത്തിൻ്റെ സോള് എക്സ്ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു പ്രപ്പോസലുമായിട്ട് അതിന് ആവശ്യമാണെന്ന് അങ്ങനെ ഉള്ള പ്രപ്പോസൽ കൊണ്ട് ആരാണ് മെഫിസ്റ്റോഫിലിസിനെ ലൂസിഫറിൻ്റെ അടുത്തേക്ക് വിടുകയാണ് നമ്മുടെ ക്യാരക്ടർ ഡോക്ടർ ഫോസ്റ്റസ്. അപ്പം അങ്ങനെ ആ ഒരു പ്രപ്പോസൽ ലൂസിഫർ അക്സെപ്റ്റ് ചെയ്തു എന്ന് വന്ന് പറയുകയാണ് ആര്, മെഫിസ്റ്റോഫിലിസ് അല്ലേ. അങ്ങനെ എന്താണ് മെഫിസ്റ്റോഫിലിസ് എന്താണ് tells him Lucifer has agreed to his proposal, but Faustus has to sign the contract or
ഹിസ് ഓൺ ബ്ലഡ്. അപ്പം എന്താണ്, പക്ഷെ എന്താണ്, അതായത് അപ്രൂവ് അല്ലെങ്കിൽ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിലും എന്താണ് കോൺട്രാക്റ്റ്, അതായത് അവർ തമ്മിലുള്ള ഇങ്ങനെ ഈ ഒരു 24 വർഷത്തേക്കും ഈ സോള് എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ള ആ തരത്തിലുള്ള കോൺട്രാക്റ്റ് സൈൻ ചെയ്യണം. എന്ത്, വിത്ത് ബ്ലഡോട് കൂടിയിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യണം എന്ന് പറയാനല്ലേ. ഓൺ ഓർ ഹിസ് ഓൺ ബ്ലഡ് ഫോസ്റ്റേഴ്സ് കട്ട്സ് ഹിസ് ആം. അപ്പം എന്താണ്, അങ്ങനെ ഫോസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുറിച്ച് ചോര വരുത്തുകയാണ് അല്ലേ. അപ്പം എന്താണ്, ചോര വരുത്തുമ്പോൾ ഗുഡ് ഏഞ്ചൽ വന്ന് തടയുകയാണ്. എങ്ങനെ തടയണത്, ആ ഒരു ബ്ലഡിനെ ക്ലോട്ട് ചെയ്തുകൊണ്ട് അല്ലേ, അതായത് കട്ട പിടിപ്പിച്ചുകൊണ്ട് കോൺജീൽ ചെയ്തുകൊണ്ട്, അതായത് ബ്ലഡിനെ കട്ട പിടിപ്പിക്കുകയാണ് ആ ഒരു ഗുഡ് ഏഞ്ചൽ വന്നിട്ട്. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് ആര് നടത്തുന്നത്, ഗുഡ് ഏഞ്ചൽ അല്ലേ. ബാഡിലേക്ക് പോവാതെ തിന്മയിലേക്ക് പോവാതെ നന്മയിലേക്ക് വരാൻ വേണ്ടി ആ ഒരു സൈന്, ആ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടി എന്താണ് ഗുഡ് ഏഞ്ചൽ എന്താണ് ചെയ്യുന്നത്, ഗുഡ് ഏഞ്ചൽ ആ ഒരു കൈ മുറിച്ച് ബ്ലഡ് വരുത്താൻ ശ്രമിക്കുമ്പോൾ ആ ബ്ലഡിനെ എന്താണ് കോട്ട് ചെയ്യണല്ലേ ചെയ്യുന്നത്, ക്ലോട്ട് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് അല്ലേ ഗുഡ് ഏഞ്ചൽ. പക്ഷെ എന്താണ്, അപ്പം തന്നെ ആരാണ്, മെഫിസ്റ്റോഫിലിസ് എങ്ങോട്ട് പോവുകയാണ്, മെഫിസ്റ്റോഫിലിസ് ഒരു ഫയർ, അതായത് ആ ഒരു കട്ട പിടിച്ച് ക്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ആ ബ്ലഡിനെ എന്താണ് ഒന്ന് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയറിന് വേണ്ടി പോവുക. അങ്ങനെ ലാസ്റ്റ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ഇതിന് ശേഷം എന്താണ്, അങ്ങനെ ആ ബ്ലഡ് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് എന്താണ്, ഫോസ്റ്റേഴ്സ് ഫിനിഷ് സൈനിങ് ദ കോൺട്രാക്ട് ഫൈൻ. അങ്ങനെ അവസാനം എന്താണ്, ഫോസ്റ്റേഴ്സ് ആ ഒരു കോൺട്രാക്റ്റിൽ ബ്ലഡോട് കൂടി എന്താണ് ആ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ആ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തതിന് ശേഷം എന്താണ്, പലതരം കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോസ്റ്റേഴ്സിൻ്റെ കുറേ വിഷസുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ മെഫിസ്റ്റോഫിലിസിനോട് പറയുകയാണ് അല്ലേ. ഹിസ് ഓൺ ലിസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ്, എന്താ അദ്ദേഹത്തിൻ്റെ ഒരു വിഷ് ലിസ്റ്റ് അദ്ദേഹം തുറന്ന് കാണിക്കുകയാണ് മെഫിസ്റ്റോഫിലിസിൻ്റെ മുന്നിൽ. ഹി ആസ്ക് അബൌട്ട് ഹെൽ ബട്ട് ഫൈൻഡ് ദ ഡിസ്ക്രിപ്ഷൻ ഗിവൺ ബൈ മെഫിസ്റ്റോഫിലസ് അൺസാറ്റിസ്ഫാക്ടറി. അപ്പം എന്താണ്, മെഫിസ്റ്റോഫിലിസിനോട് ഹെൽ, അതായത് നരകത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ, അതിന് ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അദ്ദേഹം എന്താണ് മെഫിസ്റ്റോഫിലിസിനോട് ഹെല്ലിനെ പറ്റി പറയാം. പക്ഷെ എന്താണ്, മെഫിസ്റ്റോഫിലിസിൻ്റെ മറുപടി എന്ന് പറഞ്ഞത് എന്താണ്, അദ്ദേഹത്തിന് അത്ര സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല, അതായത് തൃപ്തി വന്നില്ല അദ്ദേഹത്തിന് അല്ലേ. അങ്ങനെ എന്താണ്, ദെൻ ഹി ആസ്ക് അബൌട്ട് വൈഫ്. പിന്നെ എന്താണ്, അദ്ദേഹം ഒരു ഭാര്യ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ എന്താണ്, മെഫിസ്റ്റോഫിലിസ് എന്താ പറഞ്ഞത്, അത് തരാൻ കഴിയില്ല എന്ന് പറയുന്നത് അല്ലേ. ഹി ഡസ് നോട്ട് നീഡ്, അതായത് നിങ്ങൾക്ക് ഒരു വൈഫിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയണത് അല്ലേ. എന്താണ്, റെസ്പോൺസ് ബൈ സേയിങ് ദാറ്റ് ഹി ആക്ച്വലി ഡസ് നോട്ട് നീഡ് എ വൈഫ്, അതായത് വൈഫ് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സോ ഹി ക്യാൻ ബ്രിങ് ഹിം പ്രോസ്റ്റിറ്റ്യൂട്ട് എവരിനെ. പക്ഷെ എന്താണ്, വൈഫിൻ്റെ ആവശ്യമില്ല, പക്ഷേ എല്ലാ ദിവസവും എന്താണ്, എല്ലാ ദിവസവും രാത്രി സമയങ്ങളിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്, അതായത് ഒരു വേശ്യയെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാമെന്ന് പറയുകയാണ് ആര്, മെഫിസ്റ്റോഫിലസ് അല്ലേ, നിങ്ങൾക്ക് കൊണ്ടുവരാമെന്ന് പറയുകയാണ് അല്ലേ. ഫോസ്റ്റേഴ്സ് ദെൻ ഡിമാൻഡ്സ് ബുക്ക് ഓൺ സബ്ജക്റ്റ് ഓഫ് ആനിമൽ പ്ലാന്റ് ആൻഡ് പ്ലാനറ്റ്സ് ടു ബി അറേഞ്ച്ഡ്. അപ്പോൾ എന്താണ്, നെക്സ്റ്റ് ആദ്യം ഹെല്ലിനെ കുറിച്ച് ചോദിച്ചു, പക്ഷെ അതൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ആൻസർ ആയിരുന്നില്ല. പിന്നെ വൈഫിനെ ചോദിച്ചു, അപ്പോഴും വൈഫിനെ കൊടുക്കാൻ പറ്റില്ല, അതിന് പകരം പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ കൊണ്ടുവരാമെന്ന് പറയാണ്. ദെൻ ഹി ആസ്ക് അബൌട്ട് ബുക്സ്, അതായത് അനിമൽസ്, പ്ലാനറ്റ് പോലുള്ള സബ്ജക്റ്റുകളുള്ള ബുക്കുകൾ അറേഞ്ച് ചെയ്ത് തരാൻ പറയാണ് അല്ലേ. അങ്ങനെ ആ ഒരു കാര്യത്തിൽ എന്താണ്, ആ ഒരു ആക്ട് അവസാനിക്കുന്നതാണ് അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, സെക്കൻഡ് ആക്ട് ആണ് കേട്ടോ. സെക്കൻഡ് ആക്ടിലേക്ക് എത്തുമ്പോൾ, കാരണം എന്താണ്, ദിസ് സീൻ പ്രസന്റ് ഫോസ്റ്റേഴ്സ് റിപ്പൻഡിങ് ഹിസ് ഡിസിഷൻ ഓഫ് സൈഡിങ് വിത്ത് ദ ഡെവിൾ. അപ്പം എന്താണ്, ഈ ഒരു സെക്കൻഡ് ആക്ടിൽ സെക്കൻഡ് സീന് മുതൽ എന്താണ്, ഫോസ്റ്റേഴ്സിന് ഈ അദ്ദേഹം എടുത്ത ആ ഒരു തീരുമാനത്തിൽ പശ്ചാത്താപം തോന്നി തുടങ്ങുകയാണ്, അതായത് വേണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നൽ വന്നു തുടങ്ങുകയാണ് അല്ലേ. അപ്പം എന്താണ്, ഈ ഒരു ബാഡ് അല്ലെങ്കിൽ ഡെവിളിൻ്റെ കൂടെ കൂടുക എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുത്തതിൽ എന്താണ്, അദ്ദേഹത്തിന് ഒരു പശ്ചാത്താപം, റിപ്പൻറ്റിങ്, അതായത് പശ്ചാത്താപം തോന്നുകയാണ്. അപ്പം എന്താണ്, ഓരോ കാര്യങ്ങൾ സൈൻ ചെയ്തതിന് ശേഷം പല കാര്യങ്ങളും ആവശ്യപ്പെടണം, പല ആഗ്രഹങ്ങളും ആവശ്യപ്പെടണം. അപ്പം അതൊന്നും തൃപ്തികരമായിരുന്നില്ല, അല്ലെങ്കിൽ ഒന്നും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, സൈൻ ചെയ്ത വഴി തന്നെ അദ്ദേഹത്തിന് എന്താണ്, ഒരു പശ്ചാത്താപം തോന്നി തുടങ്ങുകയാണ് അല്ലേ. ഗുഡ് ഏഞ്ചൽ ആൻഡ് ഈവിൾ ഏഞ്ചൽ മേക്ക് ദ തേർഡ് അപ്പിയറൻസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത്, ആ ഒരു ഡിസിഷൻ തെറ്റായിപ്പോയി അല്ലെങ്കിൽ പശ്ചാത്തപിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മളെ സീനിലേക്ക്, സെക്കൻഡ് ആക്ടിലേക്ക് ആദ്യം ഒരു തവണ വന്നു ഗുഡ് ആൻഡ് ബാഡ് ഏഞ്ചൽ സൈൻ ചെയ്യുന്നതിന് മുന്നേ അല്ലേ, പിന്നെ സൈൻ ചെയ്തതിന് ശേഷം
പിന്നെ എന്താണ് വീണ്ടും വരികയാണ് ഗുഡ് ആൻഡ് ബാഡ്, അതായത് ഈവിൾ ഏഞ്ചൽ. അപ്പിയറൻസ് ഓൺ ദ സ്ട്രീറ്റ്, ദ ഗുഡ് ഏഞ്ചൽ urges Dr. Faustus to repent and earn mercy for God. അപ്പം എന്താണ് ഗുഡ് ഏഞ്ചൽ പറയുകയാണ്, ആർഗ്യൂ ചെയ്യുക അല്ലെങ്കിൽ ഏർജ് ചെയ്യണമല്ലോ അദ്ദേഹത്തിനെ, എന്താണ് അദ്ദേഹത്തോട് പറയുകയാണ്, ഡോക്ടർ ഫോസ്റ്റസിനോട് പറയുന്നത് എന്താണ്, ടു റിപ്പൻറ്റ് ആൻഡ് ഏൺ മേഴ്സി ഓഫ് ഗോഡ്. അപ്പോൾ അതായത് പശ്ചാത്താപിക്കാൻ വേണ്ടി പറയുകയാണ് അല്ലേ, പശ്ചാത്താപിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ നിന്ന് മേഴ്സി വാങ്ങാൻ വേണ്ടി പറയുകയാണ് അല്ലേ, അതിനെ പ്രോംപ്റ്റ് ചെയ്യാണ് ആര്, ഗുഡ് ഏഞ്ചൽ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്, ഈവിൾ ഏഞ്ചൽ എന്താ ചെയ്യുന്നത്, റിമൈൻഡ് ഫോസ്റ്റസ് ദാറ്റ് ഹി ഈസ് എക്സ്ട്രാ ഓർഡിനറി ആൻഡ് നോട്ട് മെയ്ഡ് ഫോർ റിപ്പൻറ്റൻസ്. അപ്പോൾ എന്താണ് ആ ഒരു നല്ല ഏഞ്ചൽ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്, ഗോഡിൽ നിന്ന് മേഴ്സി വാങ്ങിയിട്ട് പശ്ചാത്താപിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ബാഡ് ഏഞ്ചൽ എന്താണ് ചെയ്യുന്നത്, ബാഡ് ഏഞ്ചൽ പറയുകയാണ് അപ്പം നിങ്ങളിപ്പോൾ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് പറയാം, കൂടുതൽ നല്ല ഓർഡിനറി അല്ല എക്സ്ട്രാ ഓർഡിനറി ആണ്. പിന്നെ അതേപോലെ നിങ്ങളെന്ന് പറഞ്ഞത് എന്താണ്, ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ റിപ്പൻറ്റൻസ്, അതായത് പശ്ചാത്താപിക്കാൻ വേണ്ടി നിങ്ങളെ സൃഷ്ടിച്ചതല്ല എന്നാണ് പറയുന്നത് ആര്, ഈവിൾ ഏഞ്ചൽ അല്ലേ. അപ്പം ബട്ട് ഫൂസ്റ്റസ് നെവർ ഷാൾ റിപ്പൻറ്റ് എന്താണ്, അപ്പം എന്താണ് ഫോസ്റ്റസ് ഒരിക്കലും എന്താണ് പശ്ചാത്താപിക്കില്ല എന്ന് പറയാണ്. ഫോസ്റ്റസ് എക്സ്പീരിയൻസ് എ മാസീവ് ഡിസപ്പോയിൻമെൻറ്റ് റിയലൈസിങ് ദാറ്റ് ഹീ ഈസ് ഡാംഡ്. അപ്പം എന്താണ് ഫോസ്റ്റസിന് എന്താണ് ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസിഷനിൽ എന്താണ് മാസീവ് വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ. അങ്ങനെ ഫോസ്റ്റസ് എന്താണ് ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്, ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട്, അതായത് നിരാശയിലിരിക്കുകയാണ്. റിയലൈസിങ് ദാറ്റ് ഹീസ് ഡാമിൻഡ്, ഹീ ദെൻ ക്വസ്റ്റ്യൻ മെഫിസ്റ്റോഫിലസ് അബൌട്ട് ഡിവൈൻ അസ്ട്രോളജി ബട്ട് ഹീസ് ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദ ആൻസർ. അപ്പം എന്താണ് പിന്നെ അദ്ദേഹം മെഫിസ്റ്റോഫിലസിൻ്റെ അറിവല് മെഫിസ്റ്റോഫിലസിനോട് ചോദിക്കുകയാണ് എന്ത്, ഡിവൈൻ എസ്ട്രോളജി, അതായത് ദൈവികപരമായിട്ടുള്ള ആസ്ട്രോളജിയെ പറ്റി എന്താണ് ചോദിക്കുകയാണ് അല്ലേ. പക്ഷേ എന്താണ് ഹി ഫീൽസ് ദാറ്റ് ഈവൻ അതേപോലെ ആൻസർ, അതായത് മെഫിസ്റ്റോഫിലസ് കൊടുക്കുന്ന ആൻസറിലും അദ്ദേഹം ഡിസപ്പോയിൻറ്റഡ് ആവുകയാണ്, നിരാശനാവുകയാണ് അല്ലേ. അപ്പോൾ കറക്റ്റായില്ല. അപ്പോൾ നിരാശനാവുക എന്ന് പറയുമ്പോൾ എന്താ, അദ്ദേഹത്തിന് കിട്ടാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട നോളേജ് എന്തോ അത് മെഫിസ്റ്റോഫിലസ് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യത്തിലാണ്. അതായത് അദ്ദേഹത്തിന് തൃപ്തി വരുന്നില്ല, അദ്ദേഹത്തിന് അത്രയും എന്താണോ അറിയാൻ ശ്രമിക്കേണ്ടത് ആ കാര്യം അദ്ദേഹത്തിന് കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നില്ല അല്ലേ. അപ്പം എന്താണ് അദ്ദേഹം ചിന്തിക്കുകയാണ്, അതായത് ഫോസ്റ്റസ് ചിന്തിക്കുകയാണ് തൻ്റെ സെർവൻ്റായ വാഗ്നറിന് പോലും ഈ ഒരു കാര്യത്തിൽ നല്ല ഒരു അഭിപ്രായം അല്ലെങ്കിൽ നല്ലൊരു അഭിപ്രായം അല്ലെങ്കിൽ നല്ലൊരു ആൻസർ തരാൻ കഴിയുമെന്ന് ചിന്തിക്കുകയാണ് ആര്, ഡോക്ടർ ഫോസ്റ്റസ് അല്ലേ. എല്ലാ തരത്തിലും അദ്ദേഹം ഇപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണല്ലേ. ഫോസ്റ്റസ് എഗെയിൻ ക്രൈസ് ഔട്ട് ഫോർ ക്രൈസ്റ്റ് ടു സേവ് ഹിം. എന്താണ് അദ്ദേഹം വീണ്ടും നിരാശയായ ആ ഒരു ഡിസിഷനിൽ അദ്ദേഹത്തിന് പശ്ചാത്താപവും ഒക്കെ ഉണ്ട്. അപ്പം എങ്ങനെ അദ്ദേഹം പിന്നെ ക്രൈസ്റ്റിനെ വിളിക്കുകയാണ്, അതായത് യേശുവിനെ വിളിച്ചിട്ട് കരയുകയാണ്, എന്തിനാ അദ്ദേഹത്തെ സേവ് ചെയ്യാൻ വേണ്ടി, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കരയുകയാണ് അല്ലേ. ഹി ക്രൈസ് ഔട്ട് ഫോർ ക്രൈസ്റ്റ് ടു സേവ് ഹിം, അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി, ഈ ഒരു ഈവിളിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം, അതായത് ഫോസ്റ്റസ് ക്രൈ ചെയ്യുകയാണ് അല്ലേ. ആ ഒരു സമയത്താണ് ആര് വരുന്നത്, ഡോക്ടർ ഫോസ്റ്റസ് വരുന്നത് അല്ലേ. ഡോക്ടർ ഫോസ്റ്റസ് അങ്ങനെ പറഞ്ഞ സമയത്ത് ആര്, ലൂസിഫർ, ലോർഡ് ഓഫ് ഹെല്ലിലെ ദൈവമായിട്ടുള്ള അല്ലെങ്കിൽ ലോർഡായിട്ടുള്ള ലൂസിഫർ വരികയാണ് അല്ലേ. അങ്ങനെ എന്താണ് അപ്പിയേഴ്സ് ആൻഡ് റിമൈൻഡ് ഫോസ്റ്റസ് ദാറ്റ് ഈസ് ബ്രേക്കിംഗ് ഹിസ് പ്രോമിസ്. അപ്പോൾ എന്താണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു 24 വർഷത്തേക്ക് സോള് സെല്ല് ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ എന്താണ് ആ ഒരു കോൺട്രാക്റ്റും സൈൻ ചെയ്ത്, അപ്പോൾ അദ്ദേഹം ആ ഒരു ഡിസിഷൻ എന്താണ് അത് ബ്രേക്ക്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രോമിസ് ബ്രേക്ക് ചെയ്യുകയാണെന്നുള്ള വാണിങ്ങോട് കൂടി ആര് വരികയാണ്, ലൂസിഫർ വരികയാണ്. അപ്പോൾ ക്രൈസ്റ്റിനെ വിളിച്ച് രക്ഷിക്കാൻ വേണ്ടി പറയുകയാണല്ലോ. ആ സമയത്താണ് ആര് വരുന്നത്, ലൂസിഫർ വരുന്നത്. അപ്പോൾ ലൂസിഫർ വാൺ ചെയ്യാണ്, യു ആർ ബ്രേക്കിംഗ് ഹിസ് പ്രോമിസ്, എന്താണ് നിങ്ങളുടെ പ്രോമിസ് ബ്രേക്ക് ചെയ്യുകയാണ് എന്ന് പറയാണ് ഫോസ്റ്റസിനോട്. അങ്ങനെ അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിരാശയിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഫോസ്റ്റസിന് കുറേ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഷോകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ മെയിനായിട്ട് എൻ്റർടൈനായിട്ട് ഷോ ചെയ്യുന്ന കാര്യം 7 ഡെഡ്ലി സിൻസ് അല്ലേ,
അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. സെവൻ ഡെഡ്ലി സിൻസ് എന്ന് പറഞ്ഞത് ദീസ് 7 ഡെഡ്ലി സിൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 7 ഡെഡ്ലി സിൻസ്? അതായത് അത്രയും പാപങ്ങൾ നിറഞ്ഞ കാര്യങ്ങളാണ് ഇത്. എന്തൊക്കെയാണ്? പ്രൈഡ്, കവേർട്ടിയസ്, wrath, envy, gluttony, sloth and lechery. ഇത്രയാണ് എന്ത് 7 ഡെഡ്ലി സിൻസ്. അപ്പോൾ എന്തൊക്കെയാണ്? പ്രൈഡ്, അഹങ്കാരം, കവേറ്റിയസ്നെസ്, അത്യാഗ്രഹം, റാത്ത്, ക്രോധം, എൻവി, അസൂയ, ഗ്ലട്ടണി, ആഹ്ലാദം, പിന്നെന്താണ്? സ്ലോത്ത്, ലെച്ചറി, മടിയൻ. ലെച്ചറി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ദുർനടപ്പ് എന്നൊക്കെ പറയില്ല. അപ്പോൾ അതാണ് ഇത്രയും കാര്യങ്ങളാണ് എന്ത് 7 ഡെഡ്ലി സിൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്താ ഈ ഒരു 7 ഡെഡ്ലി സിൻസ് കാണിച്ചുകൊണ്ട് എന്താണ് അദ്ദേഹത്തെ, അതായത് ഫോസ്റ്റസിനെ ലൂസിഫർ എന്താണ് എൻ്റർടൈൻ ചെയ്യാണ് അല്ലേ. അപ്പോൾ ആ ഒരു മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 7 ഡെഡ്ലി സിൻസ് വെച്ചിട്ട് ഒരു ഷോ നടത്തിയിട്ട് അദ്ദേഹത്തെ എന്താണ് എൻ്റർടൈൻ ചെയ്യുന്നത് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. ഇത്രയും ആണ് നമ്മുടെ ആക്ട് 2കൾ, അതായത് ആക്ട് 2 സീൻ 2ൽ. ഇപ്പം നമ്മൾ ആക്ട് 2 മൊത്തം നോക്കിക്കഴിഞ്ഞു കേട്ടോ. സീൻ 1ഉം സീൻ 2ഉം. ആക്ട് 2ൽ എന്താണ് 2 സീനുകളെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള, അതായത് ആക്ട് 2ൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. മെയിനായിട്ട് ഈ ഒരു ആക്ടിൽ, അതായത് ഈ ഒരു ആക്ട് 2ൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എലിഗറി ഓഫ് 7 ഡെഡ്ലി സിൻസ് ആണ് കേട്ടോ. അപ്പം എന്താണ് എലിഗറി ഓഫ് 7 ഡെഡ്ലി സിൻസ്, 7 അത്രയും പാപം നിറഞ്ഞ കാര്യങ്ങളെ പറ്റിയുള്ള അതിനെ പറ്റി ഉപമിക്കുന്നതാണ് എന്ത് മെയിനായിട്ട് ആദ്യം വരുന്ന ഫോക്കസ് ചെയ്യുന്ന ക്രിട്ടിക്കൽ ഓവർവ്യൂവിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. 7 ഡെഡ്ലി സിൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ. അപ്പം ലൂസിഫർ അതും വെച്ച് എൻ്റർടൈൻ ചെയ്യണം. അപ്പോൾ അതൊരു ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. പിന്നെന്താണ് ദ ഏർലിയർ അലിഗറിക്കൽ ഫിഗർ. പിന്നെന്താണ് ഈ ഒരു ആക്റ്റിൽ 2 തവണയാണ് ഗുഡ് ഏഞ്ചലിൻ്റെയും ബാഡ് അല്ലെങ്കിൽ ഈവിൾ ഏഞ്ചലിൻ്റെയും അപ്പിയറൻസ് വരുന്നത്. അപ്പോൾ എന്താണ് അവരുടെ രണ്ടാമത്തെ ഈ ഒരു ആക്ടിലെ രണ്ടാമത്തെ അപ്പിയറൻസിനെയും എന്താണ് ക്രിട്ടിസൈസ് ചെയ്യാണ്. നൗ എന്താണ് അലിഗറി എന്ന് പറഞ്ഞാൽ? അലിഗറി എന്ന് പറഞ്ഞാൽ ഉപമ എന്നാട്ടോ അർത്ഥം. ആൻ അലിഗറി ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് എൻ എബ്സ്ട്രാക്ട് ഓർ സ്പിരിച്വൽ മീനിങ് ത്രൂ കോൺക്രീറ്റ് ഓർ മെറ്റീരിയൽ ഫോം. കോൺക്രീറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഫോമിനെ ഒരു സ്പിരിച്വൽ മീനിങ് അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനെയാണ് എന്ത് അലിഗറി എന്ന് പറയുക കേട്ടോ. ഇറ്റ് ഈസ് എ ലിറ്റററി ഡിവൈസ്. അലിഗറി എന്ന് പറഞ്ഞതാണ് ഒരു ലിറ്റററി ഡിവൈസ് ആണ്. പല തരത്തിലുള്ള ലിറ്റററി ഡിവൈസുകളുടെ പേഴ്സോണിഫിക്കേഷൻ, മെറ്റഫർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് അലിഗറി അല്ലേ. ആൻഡ് ഡിവൈസ് യൂസ്ഡ് ക്വൈറ്റ് ഓഫൺ ബൈ റൈറ്റേഴ്സ് ടു റെപ്രസെൻറ്റ് അബ്സ്ട്രാക്ട് ഫിനോമിന. അപ്പോൾ എന്തിനു വേണ്ടി? ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റേഴ്സ് ഉപയോഗിക്കുന്നതാണ് എന്ത് അലിഗറി എന്ന് പറഞ്ഞത് കേട്ടോ. നമ്മളൊന്നിനെ മറ്റൊന്നായിട്ട് ഉപമിക്കുക, അങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്താണ് ദ ട്രഡീഷൻ ഓഫ് പേഴ്സോണിഫയിങ് 7 സിൻസ് വാസ് ക്വയറ്റ് കോമൺ ഇൻ ദ മിഡീവിയൽ ഡ്രാമ. അപ്പോൾ എന്താണ് ആ ഒരു 7 സിൻസിന് അതായത് പാപം, സിൻ എന്ന് പറഞ്ഞാൽ പാപം, 7 പാപങ്ങളെ എന്താണ് പേഴ്സോണിഫൈ ചെയ്യാണ്. അപ്പോൾ എന്താണ് പേഴ്സോണിഫൈ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് മിഡീവിയൽ ഡ്രാമയിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ എന്താണ് 7 ഡെഡ്ലി സിൻസ് അല്ലെങ്കിൽ 7 സിൻസ് എന്ന് പറഞ്ഞത് മിഡീവിയൽ ഡ്രാമയിലെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ എന്താണ് അതിനെ എന്താണ് അദ്ദേഹം പേഴ്സോണിഫൈ ചെയ്തിട്ട് എന്താണ് ഇവിടെ ഷോ ചെയ്യണം ആര്? മാർലോ ചെയ്യുന്നത് അല്ലേ. മാർലോ യൂസസ് ദിസ് ട്രഡീഷൻ ഇഫക്റ്റീവ്ലി. അപ്പോൾ എന്താണ് അദ്ദേഹം ആ ഒരു 7 ഡെഡ്ലി സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രഡീഷൻ ഇഫക്റ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആക്ടിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലേയിൽ നന്നായിട്ട് അത് പ്രയോഗിക്കുന്നുണ്ട് അല്ലേ. സെക്കൻഡ് നോട്ടീസബിൾ തിങ് ഈസ് ഇൻ ദിസ് ആക്ട് ഈസ് ഫോസ്റ്റേഴ്സ് കോൺഫ്ലിക്റ്റ് ഓഫ് കൺസൈൻസ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺസൈൻസും തമ്മിലുള്ള കൺസൈൻസിൻ്റെ ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അൾട്ടിമേറ്റ്ലി ദ ഇൻ്റർവെൻഷൻ ഓഫ് ലൂസിഫർ ആൻഡ് ബീൽസ്ബബ് മേക്സ് ഫോസ്റ്റേഴ്സ് സറണ്ടർ ടു ഡെവിൾ ഹിസ് ഫേറ്റ് ദെൻ ഹി സീൽഡ് ഓവർ. അപ്പോൾ എന്താണ് ആ ഒരു ലൂസിഫറിൻ്റെ എന്താണ് ബീൽസ്ബബിൻ്റെയൊക്കെ ആ ഒരു ഇൻ്റർവെൻഷൻ, അവരുടെ ഇടപെടലൊക്കെ എന്താണ് ആ ഒരു ഡെവിളിഷിലേക്ക് ആരെ ഫോസ്റ്റേഴ്സിനെ സറണ്ടർ ചെയ്യിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേറ്റ്, ഡെവിളിഷ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേറ്റിൽ എന്താണ് അദ്ദേഹത്തെ സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ.
This scene highlights the tension between medieval beliefs and Renaissance ideals. അപ്പോൾ എന്താണ് മെഡീവിയൽ ബിലീഫിനെയും റിനൈസൻസ് ഐഡിയൽസിനെയും എന്താണ് ഇടയിലുള്ള ഒരു ടെൻഷൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സീനാണ് ഇതല്ലേ. മെഡീവിയൽ ബിലീഫും അതേപോലെ റിനൈസൻസ് ഐഡിയൽസും ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആക്ട് 3 ആണ് കേട്ടോ. ആക്ട് 2 ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. മെയിനായിട്ട് അദ്ദേഹം ആ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണ്. പിന്നെ അങ്ങനെ ആ ഒരു സമയത്ത് നല്ല ഏഞ്ചൽ വന്നിട്ട് അത് തടുക്കാൻ ശ്രമിക്കുക. പക്ഷെ അവസാനം എന്താണ്, അദ്ദേഹം ആ ഒരു സൈൻ ചെയ്യണം. ആ സൈൻ ചെയ്തതിന് ശേഷം പല കാര്യങ്ങളും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഫീൽ ചെയ്യാനല്ല. അങ്ങനെ അദ്ദേഹത്തിന് റിപ്പൻഡൻസ് തോന്നുന്നത്, അതായത് പശ്ചാത്താപം തോന്നണം. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ. ഇനി എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ആക്ട് 3. ആക്ട് 3ൽ എന്താണ്, എഗെയിൻ കോറസിൻ്റെ അപ്പിയറൻസ് നമുക്ക് കാണാൻ കഴിക്കും. നമ്മൾ പ്രൊലോഗിൽ കണ്ടിട്ടുള്ള കോറസില്ലേ, അവരുടെ ആ ഒരു അപ്പിയറൻസ് നമുക്കിതിൽ കാണാൻ സാധിക്കും അല്ലേ. കോറസ് അപ്പിയർ ചെയ്യുന്നുണ്ട്. ഇതുവരെ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൊക്കാലിറ്റിയിലായിരുന്നു. ആക്ട് 3ലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹം എവിടെ എത്താണ്, റോമിലേക്ക് എത്താണ് അല്ലേ. ഫോസ്റ്റേഴ്സ് എഗെയിൻ അപ്പിയർ ഓൺ ദ സ്റ്റേജ് അല്ലേ, കോറസ് എഗെയിൻ അപ്പിയേഴ്സ് ഓൺ ദ സ്റ്റേജ്. കോറസ് വീണ്ടും ഫോസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിയൊക്കെ പറ്റി അനൗൺസ് ചെയ്യാൻ വേണ്ടി ആര് വരികയാണ്, കോറസ് വരികയാണ് അല്ലേ. They announce that goes the top of Mount Olympus in a chariot drawn by dragons and studied is the star and other celestial bodies. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു, അതായത് കോറസ് പറയുകയാണ്, ഡോക്ടർ ഫൂസ്റ്റസിൻ്റെ പോപ്പുലാരിറ്റിയെ പറ്റി പറയുകയാണ് അല്ലേ. അദ്ദേഹം എന്താണ് ഇപ്പോൾ മൗണ്ട് ഒളിമ്പസിൻ്റെ ആ ഒരു ടോപ്പിലാണ്. അപ്പോൾ എങ്ങനെ, ദ ചാരിയറ്റ് ഡ്രോൺ ബൈ ഡ്രാഗൺസ് നയിക്കുന്ന ആ ഒരു രഥത്തിൻ്റെ മേലെ ഇരുന്ന് അദ്ദേഹം എന്താണ്, പറക്കുകയാണ്. എവിടേക്ക്, ടോപ്പ് ഓഫ് മൗണ്ട് ഒളിമ്പസിൻ്റെ ടോപ്പിലേക്ക് ഡ്രാഗൺസ് നയിക്കുന്ന ഒരു രഥത്തിൽ എന്താണ് പറന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദെൻ ഹി സ്റ്റഡീസ് ദ സ്റ്റാർസ് ആൻഡ് അതർ സെലസ്ട്രിയൽ ബോഡീസ്. മറ്റുള്ള സെലസ്ട്രിയൽ ബോഡീസിനെയും അതേപോലെ സ്റ്റാർസിനെ, നക്ഷത്രങ്ങളെയൊക്കെ പറ്റി അദ്ദേഹം എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങൾ അറിയാനുള്ള ആ ഒരു ആകാംക്ഷ കൂടുതലാണ് അല്ലേ ഫോസ്റ്റസിന്. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സീനിൽ, അതായത് ആക്ട് 1 ആക്ട് സീനിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുക. ലോജിക്ക്, ലോ, പിന്നെ മെഡിസിൻ, പിന്നെ ലാസ്റ്റ് മാജിക്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, നെക്സ്റ്റ് എന്താണ്, സ്റ്റാർസിനെ പറ്റി പഠിച്ചു, സെലസ്റ്റിയൽ ബോഡീസിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട് അദ്ദേഹം അല്ലേ. അങ്ങനെ അദ്ദേഹം എന്താണ്, നെക്സ്റ്റ് ഹീ പ്രിപ്പയർസ് ടു അണ്ടർടേക്ക് എ ജേർണി ടു റോം. നെക്സ്റ്റ് അദ്ദേഹം എന്താണ്, റോമിലേക്കുള്ള ജേർണിയിലെ പ്രിപ്പറേഷനിലാണ്. അങ്ങനെ അദ്ദേഹം എന്താണ്, ഈസ് എ പാർട്ട് ഓഫ് ഫീസ്റ്റ് ബീങ് അറേഞ്ച്ഡ് ടു ഹോണർ സെൻറ്റ് പീറ്റേഴ്സ്. സെൻറ്റ് പീറ്ററിനെ ഹോണർ ചെയ്യാനുള്ള ആ ഒരു പാർട്ടിയിലെ ഫീസ്റ്റിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലാണ് അല്ലേ. ആക്ട് 3ലെ സീൻ 1 എന്താണെന്ന് നോക്കാം കേട്ടോ. സീൻ 1ൽ എന്താണ്, ഹി ഈസ് ഇൻ റോം. എന്താണ്, അദ്ദേഹം എന്താണ് ഇപ്പോൾ റോമിലാണ്. അപ്പോൾ റോമിൻ്റെ ആ പ്ലേസിൻ്റെ ആ ഭംഗിയെ പറ്റിയൊക്കെ മെഫിസ്റ്റോഫിലിസിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ആര്, ഡോക്ടർ ഫൂസ്റ്റസ് അല്ലേ. ഹി ഹാസ് ബീൻ ട്രാവേഴ്സ് പാരീസ്, നാപ്പിൾസ്, വെനീസ്, പൗദ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലൂടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ആരിപ്പോൾ, ഫൂസ്റ്റസ് അല്ലേ. മെഫിസ്റ്റോഫിലിസ് ഡിസ്ക്രൈബ് ദ ബ്യൂട്ടി ഓഫ് ദ സിറ്റി ഓഫ് റോം ബിൽഡ് ഓൺ 7 ഹിൽസ്. 7 മലകളോട് കൂടി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സിറ്റി ഓഫ് റോമിൻ്റെ ആ സിറ്റി അതിൻ്റെ ആ ഒരു ബ്യൂട്ടീനെ ആര് ഡിസ്ക്രൈബ് ചെയ്യാണ്, മെഫിസ്റ്റോഫിലിസ് ഡിസ്ക്രൈബ് ചെയ്യാണ് അല്ലേ. സജസ്റ്റ് ഫോസ്റ്റേഴ്സ് ദാറ്റ് ദേ ഷുഡ് ഗോ ആൻഡ് മീറ്റ് പോപ്പ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫീസ്റ്റ് ഓഫ് സെൻറ്റ് പീറ്റേഴ്സ് ഡേയിൽ നടക്കുന്ന ആ ഒരു ഫീസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പോപ്പിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറയുകയാണ് മെഫിസ്റ്റോഫിലിസ് ആരോട്, ഫോസ്റ്റേഴ്സിനോടല്ലേ. അങ്ങനെ അദ്ദേഹം അതിന് വേണ്ടി തയ്യാറായിട്ട് പോവുകയാണ്. അങ്ങനെ എന്താണ്, മെഫിസ്റ്റോഫിലിസ് യൂസസ് എ മാജിക് സ്പെൽ, ഒരു മാജിക് ആയിട്ടുള്ള ഒരു സ്പെല്ല്, അതായത് മന്ത്രം ഉരുവിടുകയാണ് ആര്, മെഫിസ്റ്റോഫിലസ്. ആൻഡ് മേക്സ് ഫോസ്റ്റേഴ്സ് ഇൻവിസിബിൾ ഫോർ ദ സേക്ക് ഓഫ് അമ്യൂസ്മെൻറ്റ്. അപ്പോൾ എന്താണ്, ആ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ സേക്കിന്, അതായത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് എന്താണ്, മെഫിസ്റ്റോഫിലസ് ഒരു മാജിക്കൽ സ്പെല്ല് യൂസ് ചെയ്തിട്ട് ഫോസ്റ്റേഴ്സിനെ എന്താണ്, ഇൻവിസിബിൾ ആക്കുകയാണല്ലോ. അതായത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത തരത്തിലാക്കി എടുക്കുകയാണ് ആരെ, ഫോസ്റ്റേഴ്സിനെ, മെഫിസ്റ്റോഫിലസ് അല്ലേ.
എന്തിനു വേണ്ടിയിട്ട്? ഫോർ അമ്യൂസ്മെൻറ്റ്, അതായത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലേ. അങ്ങനെ എന്താണ്, അങ്ങനെ ആ ഒരു ഫീസ്റ്റ് സെൻറ്റ് പീറ്റേഴ്സ് ഡേയുടെ ആ ഒരു ഫീസ്റ്റിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ, അങ്ങനെ ആ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള തരത്തിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറേ അധികം ട്രിക്കുകൾ അല്ലെങ്കിൽ പ്രാങ്കുകളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. ദ സീൻ സെറ്റ് ഇൻ ചേംബർ ഓഫ് പോപ്പ്, പ്രൈവി ചേംബർ ഓഫ് പോപ്പ്. അപ്പോൾ എന്താണ്, പോപ്പിൻ്റെ ചേംബറിലാണ് ഈ ഒരു സീൻ ആക്ട് 3 സീന് 1 നടക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, ദ ഹാൾ ഈസ് ഫുൾ ഓഫ് കാർഡിനൽസ് ആൻഡ് മങ്സ്. എന്താണ്, ആ ഒരു ഹാളിൽ എന്താണ്, കാർഡിനൽസും മങ്സും ഒക്കെയാണ് അല്ലേ. അപ്പോൾ അതായത് നമ്മുടെ ആ ഒരു ക്രിസ്ത്യൻസ് എല്ലാവരുടെ തരത്തിലുള്ള അച്ഛന്മാരും അങ്ങനത്തെ പുരോഹിതന്മാരൊക്കെയാണ് കേട്ടോ അവിടെ ആ ഒരു ഹാളിലുള്ളത്. പോപ്പിൻ്റെ ഒക്കെ അല്ലേ. അപ്പോൾ അവിടുത്തെ പുരോഹിതന്മാരും മോങ്സും കാർഡിനൽസും ഒക്കെയാണ് എന്താ അവിടെ ഹാളിലുള്ളത്. ആൻഡ് ഹൂ ഹാവ് കം ടു അറ്റൻഡ് ദ ഫീസ്റ്റ്. അപ്പോൾ അവരൊക്കെ എന്താണ്, ഫീസ്റ്റ്, അതായത് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഫീസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുള്ളവരാണല്ലേ. ഫോസ്റ്റേഴ്സ് ബീയിങ് ഇൻവിസിബിൾ. അപ്പോൾ എന്താണ്, ഫോസ്റ്റേഴ്സ് അപ്പോഴൊക്കെ എന്താണ്, ഇൻവിസിബിൾ ആണല്ലേ. ഈസ് ഇൻ ദ മൂഡ് ഓഫ് ടു പ്ലേ സം പ്രാങ്ക്. അപ്പോൾ എന്താണ്, അദ്ദേഹം കുറച്ച് പ്രാങ്കുകൾ പ്ലേ ചെയ്യാനുള്ള ഒരു മൂഡിലായിരുന്നു ആര്, ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ അല്ലേ. ആസ് ദ പോപ്പ് ഓഫേഴ്സ് എ dainty dishes to Cardinal, Foster snatches it away, not once but several times, which annoyed the Pope. അതാണ് ഫോസ്റ്റേഴ്സ് കുറച്ച് ട്രിക്കുകൾ ചെയ്യാനുള്ള ആ ഒരു മൈൻഡിലായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ്, അവർ പോപ്പ് എന്താണ്, ആ ഒരു കാർഡിനൽസും മങ്സിനും വേണ്ടിയിട്ടുള്ള നല്ല നല്ല ഫുഡുകൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ എന്താണ്, അതൊക്കെ സ്നാച്ച് ചെയ്യണം, അതായത് കട്ടെടുക്കുകയാണ് ആര് ചെയ്യുന്നത്, ഫോഴ്സസ്. അങ്ങനെ ഒരു തവണയല്ല പല തവണ അത് അങ്ങനെ ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, അതായത് ഇവർക്ക് കാണാനുമില്ല, ഭക്ഷണം കൊണ്ടുവയ്ക്കും, ഭക്ഷണം കാണാനില്ല, ഭക്ഷണം ഇയാൾ ഫോഴ്സസ് എടുക്കുകയാണ്. അപ്പോൾ എന്താ, അത് കാണുമ്പോൾ ആർക്ക് ദേഷ്യം വരികയാണ്, പോപ്പിന് ദേഷ്യം വരില്ല. അപ്പോൾ അത് അദ്ദേഹത്തെ അനോയ് ചെയ്യാണ് അല്ലേ, അതൊരു ശല്യപ്പെടുത്തുന്ന രീതിയിലായിട്ട് തോന്നുകയാണ് ആർക്ക്, പോപ്പിനല്ലേ. നോ വൺ ഈസ് ഏബിൾ ടു സീ ദ മിസ്ചീഫ് മേക്കർ ആസ് ഫോസ്റ്റേഴ്സ്. അപ്പോൾ എന്താണ്, ആർക്കും ഇൻവിസിബിൾ ആയതുകൊണ്ട് തന്നെ എന്താ, ഈ കാര്യങ്ങൾ ആരാണ് ചെയ്യുന്നതെന്ന് ആർക്കും കാണാൻ കഴിയില്ല. അപ്പോൾ അവർ ഗസ് ചെയ്യാണ് അല്ലേ. ഫൈനലി ദ ഗാദറിംഗ് കൺക്ലൂഡ്സ് ദാറ്റ് ദിസ് മസ്റ്റ് ബി എ വർക്ക് ഓഫ് സം ഗോസ്റ്റ്. അപ്പോൾ പറയുകയാണ് ഇത് എന്തായാലും ഏതെങ്കിലും ഒരു ഗോസ്റ്റിൻ്റെ പണിയായിരിക്കും എന്ന് പറയുകയാണ് അവിടെ കൂടി നിന്നിട്ടുള്ള ആൾക്കാരല്ലേ. ഹൂസ് കം ഫ്രം പർഗേറ്ററി. അതായത് പർഗേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ശുദ്ധീകരണ സ്ഥലം എന്നാണ് പറയുന്നത്. കാത്തോലിക്കൻ ബിലീഫ് പ്രകാരം ഈ മരണം കഴിഞ്ഞതിന് ശേഷം, അതായത് മരണാന്തരം, അതായത് മരണം കഴിഞ്ഞതിന് ശേഷം എന്താണ്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നേ അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ടി എന്താണ്, ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ആ ഒരു സ്ഥലം, ഇടത്തരം ആയിട്ടുള്ള ഒരു സ്ഥലത്തിനെയാണ് എന്താണ്, പർഗേറ്ററി, അതായത് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയാം. അപ്പോൾ എന്താണ്, കാത്തോലിക്കൻ വിശ്വാസ പ്രകാരം നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ ആത്മാവിനെ, അതായത് മരണത്തിന് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നേ, അതായത് മരണത്തിൻ്റെയും സ്വർഗത്തിൽ പോകുന്നതിൻ്റെയും ഇടയിലുള്ള ആ ഒരു സമയത്ത് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ് എന്ത്, പർഗേറ്ററി, അതായത് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുന്നേ ആ ഒരു പർഗേറ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഗോസ്റ്റ് ആയിരിക്കാം ഈ ട്രിക്കുകളൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു നിഗമനത്തിലെത്താണ് ആരവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളല്ലേ. Faustus and Mephistopheles then starts beating the friars. എന്താണ്, ആ ഒരു പുരോഹിതന്മാരെ, സന്യാസിമാരെയൊക്കെ എന്താണ്, ഇൻവിസിബിൾ ആയിട്ട് മെഫിസ്റ്റോഫിലസും ഫോസ്റ്റസും കൂടി എന്താണ്, ബീറ്റ് ചെയ്യണം, അതായത് അടിക്കണം. ആൻഡ് ഫ്ലിങ് ഫയർ വർക്ക്സ്, എന്താ അതേപോലെ ഫയർ വർക്ക്സുകളൊക്കെ അവർ നടത്തുകയാണ്. ആൻഡ് വിച്ച് മേക്ക് ദം ഓൾ ടേക്ക് ടു ദർ ഹീൽ ഇൻ ഫ്രൈറ്റ്. അപ്പോൾ അതൊക്കെ എന്താണ്, അവരെ പേടിപ്പെടുത്തണം അവിടെയുള്ള ആൾക്കാരെ അല്ലേ. അപ്പോൾ എന്താണ്, ഈ ഒരു ആക്റ്റിൽ, അതായത് ഈ ഒരു സീനിൽ, ആക്ട് 3 സീൻ 1 എന്താണ്, കുറേ റോമിലെത്തിയിട്ടുള്ള അദ്ദേഹത്തിന് ഇൻവിസിബിൾ ആയിട്ടുള്ള കുറച്ച് ട്രിക്കുകൾ, അതായത് കുറച്ച് നാസ്റ്റി ആയിട്ടുള്ള ട്രിക്കുകളാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് എന്താണ്, സീൻ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആക്ട് 3 സീൻ 2. ദിസ് ഇസ് എ ഷോർട്ട് സീൻ. അതെന്താണ്, ഇതൊരു ഷോർട്ട് സീനാണ്. ഇതിൽ 2 മൈനർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ക്രിസ്റ്റഫർ മാർലോ അല്ലെ. ആരൊക്കെയാണ് ആ 2 മൈനർ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞത്? റോബിൻ ആൻഡ് റാൽഫ്. റോബിനും റാൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള 2 മൈനർ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ആര്? ക്രിസ്റ്റഫർ മാർലോ. റോബിൻ ഈസ് സീൻ പെർഫോമിങ് മാജിക്
വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബുക്ക്. അപ്പോൾ എന്താണ് റോബിൻ എന്ന് പറയുന്നത് എന്താണ് ഒരു ബുക്കിൻ്റെ സഹായത്തോടു കൂടി കുറച്ച് മാജിക്കുകളൊക്കെ പെർഫോം ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ എന്താണ് ഹി ടെൽസ് റാൽഫ് ദാറ്റ് ഹി ക്യാൻ കോൺജുവർ സ്പിരിറ്റ്. അദ്ദേഹത്തിന് എന്താണ് സ്പിരിറ്റിനെയൊക്കെ കോൺജുർ അതായത് ആവാഹിച്ചെടുക്കാൻ കഴിയുമെന്ന് പറയുകയാണ് അല്ലേ. റാൽഫ് ഷോ നോ ഇൻട്രസ്റ്റ്. അപ്പം എന്താണ് റാൽഫിന് അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ. അതായത് റോബിനാണ് പറയുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ മാജിക്കുകളൊക്കെ ബുക്ക് നോക്കി ചെയ്യുന്നല്ലോ. അപ്പോൾ സ്പിരിറ്റിനെ കോൺജർ ചെയ്യാൻ പറ്റുമെന്ന് പറയുകയാണ്. അങ്ങനെ എന്താണ് പക്ഷേ റാൽഫിന് അതിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. റോബിൻ ടെംപ്റ്റ് ഹിം ടു ഗെറ്റ് നാൻ സ്യൂട്ട് എ കിച്ചൺ മെയ്ഡ് ഫോർ റാൽഫ്. എന്താണ് റോബിൻ ഒരു നാൻ സ്യൂട്ടിന് കിട്ടാൻ വേണ്ടിയിട്ട് പ്രോംപ്റ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് കിച്ചൺ മെയ്ഡ് ഫോർ റാൽഫ്. അതായത് ദെൻ ബോത്ത് ഓഫ് ദം ദെൻ ലീവ് ആൻഡ് ഡിസൈഡ് ടു ഫിനിഷ് ദെയർ ക്ലീനിങ് ജോബ്. രണ്ടുപേരും എന്താണ് ക്ലീനിങ്ങിന് വന്നതാണ്. അപ്പോൾ ക്ലീനിങ് ജോബൊക്കെ പൂർത്തിയാക്കിയിട്ട് എന്താണ് അവർ അവിടുന്ന് പോവുകയാണ്. ആൻഡ് ലേറ്റർ കം ബാക്ക് ടു റെസ്യൂം ദെയർ കോൺജറിങ് ബിസിനസ്. അപ്പോൾ എന്താണ് വീണ്ടും അവർ അവിടുത്തെ കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് അവർ വീണ്ടും അവരുടെ ആ ഒരു കോൺജറിങ് ബിസിനസ്സിലേക്ക് അതായത് ആവാഹിച്ചെടുക്കുന്ന തരത്തിലുള്ള ഇവരൊക്കെ ഈവിൾ ഉള്ള കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ എന്താണ് ആ ഒരു ബാക്കി നിർത്തിവെച്ച കാര്യങ്ങളിലേക്ക് വീണ്ടും വരികയാണ് അല്ലേ. അതായത് കോൺജറിങ് ബിസിനസ്സിലേക്ക് വീണ്ടും വരുന്നതിലോടുകൂടി അത്രയേ ഉള്ളൂ. സീൻ 2-ൽ. സീൻ 3-ലും സെയിം ക്യാരക്ടേഴ്സാണ് വരുന്നത് കേട്ടോ. റോബിനും റാൽഫും അവർ രണ്ടുപേരും എന്താണ് രണ്ടുപേരുമാണ് ഈ ഒരു ആക്ട് 3-ലെ സീൻ 3-ൽ വരുന്നത്. അവർ രണ്ടുപേരെന്താ ദിസ് ടൈം ദേ ഹാവ് സ്റ്റോളൻ എ സിൽവർ ഗോബ്ലെറ്റ് ഫ്രം എ വൈൻഡനർ അറ്റ് ദ ഇൻ. അപ്പോൾ എന്താണ് ആ ഒരു ഇന്നിൽ നിന്ന് ഒരു വൈന് വിൽക്കുന്ന ആളുടെ സിൽവർ ഗോബ്ലെറ്റ് അതായത് സിൽവർ കളറിലുള്ള ഒരു പാത്രം എന്താണ് സ്റ്റോളൻ ചെയ്യുന്നത് അതായത് മോഷ്ടിച്ചെടുക്കുകയാണ് അല്ലേ. അങ്ങനെ എന്താണ് ദ വൈൻ സെല്ലർ ഡിമാൻഡ് ഹിസ് ഗോബ്ലെറ്റ് ബാക്ക്. അപ്പോൾ എന്താണ് അവരങ്ങനെ ആ വൈൻ സെല്ലറും റാൽഫും റോബിനും കൂടിയുള്ള ചെറിയ തർക്കമാണ് അവിടെ നടക്കുന്നത്. അവർ രണ്ടുപേരുടെ ഇടയിൽന്ന് അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വൈൻ സെല്ലർ പിന്നാലെ ചെന്ന് ഡിമാൻഡ് ചെയ്യാണ് അല്ലേ. അറ്റ് ദിസ് ടൈം റോബിൻ കോൾസ് മെഫിസ്റ്റോഫിലിസ്. ആ ഒരു സമയത്താണ് എന്താ ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ വേണ്ടി മെഫിസ്റ്റോഫിലിസിനെ വിളിക്കുന്നത്. ആര് റോബിൻ വിളിച്ചു വരുത്താണ് അല്ലേ. ഒരു പ്രശ്നത്തിൽ പെട്ടല്ല. അപ്പം മെഫിസ്റ്റോഫിലിസിനെ വിളിച്ചു വരുത്തുക. അപ്പം എന്താണ് ആ ഒരു മെഫിസ്റ്റോഫിലിസിന് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരികയാണ്. ഇവിടെ നിന്നാണ് അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് വരികയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ദേഷ്യം വരികയാണ്. അപ്പം അങ്ങനെ ആ ഒരു ഈ നിസാരപ്പെട്ട ഈ ട്രിക്കുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നിസാരപ്പെട്ട കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് എന്താണ് ഹി ടേൺസ് റോബിൻ ഇൻറ്റു ആൻ ഏപ്പ് ആൻഡ് റാൽഫിൻ്റെ ഡോഗ്. അപ്പോൾ റോബിനെ ഒരു ഏപ്പായിട്ടും റാൽഫിനെ ഒരു ഡോഗായിട്ടും മാറ്റിയെടുക്കുകയാണ് ആര് മെഫിസ്റ്റോഫിലിസ് അല്ലേ. അപ്പോൾ ആക്ട് 3-ലെ സീൻ 2-ലും സീൻ 3-ലുമുള്ള ക്യാരക്ടേഴ്സാണ് റോബിനും റാൽഫും. അവർ രണ്ടുപേരും മൈനർ ക്യാരക്ടേഴ്സാണ് കേട്ടോ. അപ്പോൾ ആക്ട് 3 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിലെന്താണ് കുറേ അദ്ദേഹത്തിൻ്റെ ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് നമുക്ക് ആക്ട് 3-ൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ് ഇനി ക്രിറ്റിക്കൽ ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് തന്നെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ട് ബോർഡിൽ എഴുതാത്ത കേട്ടോ. അത് ജസ്റ്റ് സ്റ്റോറി മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ നമുക്കിപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ ആക്റ്റുകളിൽ നിന്നുള്ളത്. സ്റ്റോറി മനസ്സിലാക്കിയാലല്ലേ നമുക്കതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ബോർഡിൽ ഇത് സെയിം ഇത് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ വല്ലാണ്ടൊന്നും എഴുതിയിട്ടില്ല. സെയിം ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ കേട്ടോ, ഈ ഒരു ആക്റ്റുകളിലുള്ളൂ. അല്ലാത്തത് ഞാൻ ബോർഡിൽ എഴുതുന്നുണ്ട്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ബോർഡിൽ. ഇതിലൊന്നും സീൻ 2-ലും സീൻ 3-ലൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി എന്താണ് ആക്ട് 3-ലെ ക്രിട്ടിക്കൽ ഓവർവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ സീൻ ഇൻ റോം ഷോസ് ഫോസ്റ്റേഴ്സ് അറ്റ് ഹിസ് വേഴ്സ്റ്റ്. അപ്പോൾ എന്താണ് ആ ഒരു റോമിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വേഴ്സ്റ്റ് ആണല്ലേ, അത്ര നന്നല്ലായിരുന്നു, മോശമായിട്ടുള്ള രീതിയിലാണല്ലേ. നമ്മൾ ആ ഒരു വില കളയുന്ന തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഫോസ്റ്റേഴ്സ് റോമിലുള്ള ആ ഒരു പാർട്ടിയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ, ഇൻക്ലൂഡിങ് ഇൻ പെറ്റി ട്രിക്സ്. അപ്പോൾ എന്താണ് ആ ഒരു പെറ്റി ട്രിക്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം റോമിലെ ഷോയിൽ കാണിച്ചു കൂട്ടുന്നത് അല്ലേ. ദോ ദ സീൻ ഡസ് നോട്ട് മേക്ക് ഇറ്റ് ഒബ്വിയസ്. അപ്പോൾ എന്താണ് ആ സീൻ അത്ര ഒബ്വിയസ് ഒന്നുമല്ല, ബട്ട് വൺ ക്യാൻ ഫൈൻഡ് അണ്ടർ ടോൺ ഓഫ് ദ പ്രൊട്ടസ്റ്റന്റ് ആൻഡ് കാത്തലിക് ഐഡിയോളജീസ്
അറ്റ് വേരിയൻസ്. അപ്പോൾ എന്താണ്, ആ ഒരു പ്രൊട്ടസ്റ്റന്റ് കാത്തലിക് ഐഡിയോളജീസിൻ്റെ ആ ഒരു കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ സാധിക്കില്ല. ഫോർ ഇൻസ്റ്റൻസ്, ദ ടീസിങ് ഡെപ്പിക്ഷൻ ഓഫ് പോപ്പ് മസ്റ്റ് ബി ഡിലൈറ്റഡ് ദ പ്രൊട്ടസ്റ്റന്റ് ഓഡിയൻസ് ഹു ബിലീവ് ദ പോപ്പ് ടു ബി ക്രൂവൽ ആൻഡ് പവർ ഹംഗ്രി. അപ്പോൾ എന്താണ്, ആ ഒരു പോപ്പിനെ ടീസ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ആ ഒരു പ്രൊട്ടസ്റ്റന്റ് ഓഡിയൻസിന് എന്താണ് ഡിലൈറ്റ്, നല്ല സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, പോപ്പ് എന്ന് പറയുന്നത് ക്രൂവലും ആണ്, എന്താ അദ്ദേഹം പവർ ഹംഗ്രി ആണ്, അതായത് പവർ മോഹിക്കുന്ന ആളാണ്. പവർ ഹംഗ്രി എന്ന് പറഞ്ഞാൽ പവർ, അതായത് പവറിന് വേണ്ടി എന്തും ചെയ്യുന്നുള്ള തരത്തിലുള്ള പവർ നന്നായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രുവാലിറ്റിയും അദ്ദേഹത്തിൻ്റെ പവർ ഹംഗ്രീനെയൊക്കെ എന്താണ് ഒരു കളിയാക്കുന്ന രീതിയിലായതുകൊണ്ട് എന്താണ് പ്രൊട്ടസ്റ്റന്റ് ഓഡിയൻസിന് വളരെയധികം സന്തോഷം കൊടുക്കുന്ന തരത്തിലായിരുന്നു അല്ലേ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെന്താണ്, ദ ഇൻവിസിബിൾ അറ്റാക്കർ മൈറ്റ് ബി എ സ്പിരിറ്റ് ഫ്രം പർഗേറ്ററി മസ്റ്റ് ഹാവ് അപ്പീൽഡ് ടു ദ കാത്തലിക് വ്യൂവേഴ്സ്. അപ്പം എന്താണ്, കാത്തലിക് വ്യൂവേഴ്സിൻ്റെ എന്താണ് ആ ഒരു, ഞാൻ പറഞ്ഞല്ലേ കാത്തലിക് ബിലീഫിലാണ് പർഗേറ്ററി. അപ്പം എന്നാൽ കാത്തലിക് ബിലീഫിൻ്റെ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞതല്ല, ഇൻവിസിബിൾ ആയിട്ട് അറ്റാക്കർ എന്ന് പറഞ്ഞത് പർഗേറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള സ്പിരിറ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ആ ഒരു കാത്തലിക് വ്യൂസ് കാണിക്കുന്ന തരത്തിലുള്ളതാണ് അല്ലേ. ഗോസ്റ്റ് എക്സിസ്റ്റഡ് ഇൻ കാത്തലിക് ടീച്ചിങ് ആൻഡ് വർ ബിലീവ്ഡ് ടു ബി ദ സ്പിരിറ്റ് ഓഫ് പർഗേറ്ററി. അപ്പം എന്താണ്, കാത്തലിക് ടീച്ചിങ്ങിൽ എന്താണ് ഗോസ്റ്റ് എക്സിസ്റ്റഡ് ഇൻ കാത്തലിക് ടീച്ചിങ്. കാത്തലിക് പഠനത്തിൽ എന്താണ് ഗോസ്റ്റ് എന്ന് പറയുന്നത് അവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്, എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമാണെന്നാണ് പറയുന്നത്. വേർ ബിലീവ്ഡ് ടു ബി ദ സ്പിരിറ്റ് ഓഫ് പർഗേറ്ററി. അപ്പം എന്താണ്, അതേപോലെ അവർ ഗോസ്റ്റിലും ആ ഒരു പർഗേറ്ററിയുടെ സ്പിരിറ്റിലൊക്കെ ബിലീവ് ചെയ്യുന്നവരാണ് ആര്, കാത്തലിക്സിൽ. അതായത് കാത്തലിക് ടീച്ചിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഗോഡും അതേപോലെ സ്പിരിറ്റ് ഓഫ് പർഗേറ്ററി എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ വേഴ്സ്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ, പിന്നെ പോപ്പിനെ ടീസ് കളിയാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ ആ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു കാത്തലിക് വിശ്വാസപ്രകാരം അത് പർഗേറ്ററി വന്നിട്ടുള്ള ഗോസ്റ്റ് ആണ്, അങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങളാണ് ആക്ട് 3 ക്രിട്ടിക്കൽ ഓവർവ്യൂവിൽ പറയുന്നുള്ളൂ കേട്ടോ. ആക്ട് 2ഉം 3ഉം വളരെ ചെറുതാണ്. ആക്ട് 4 3 സീന്, ചെറിയ 3 സീനുകളേ ഉള്ളൂ. ആക്ട് 5 2 സീനുകളേ ഉള്ളൂ കേട്ടോ. ഇനി ആക്ട് 4ഉം 5ഉം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ട് 4 ആണ് കേട്ടോ. ആക്ട് 3 എന്താണ്, 2 മൈനർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. റോബിൻ ആൻഡ് റാൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള 2 മൈനർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഡിസ്കസ് ചെയ്ത ഒരു ആക്ടാണ് സീൻ 2ഉം സീൻ 3ഉം അല്ലേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ആക്ട് 4. ആക്ട് 4 വീണ്ടും കോറസിൻ്റെ അപ്പിയറൻസ് ആണ് അല്ലേ. അപ്പോൾ എന്താണ്, അവർ വീണ്ടും എൻ്റർ ചെയ്യാണ് കോറസ്. എന്താണ് അതിലെന്താണ് കോറസ് എന്താ പറയുന്നത്, ഫോസ്റ്റസ് ഇതുവരെ കുറേ ട്രിപ്പിലായിരുന്നു അല്ലേ, അബ്രോഡ് ഫോറിൻ ട്രിപ്പുകളിലായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ ഒരു ട്രിപ്പിൽ നിന്ന് തിരിച്ചു വരുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഓഡിയൻസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ആര്, കോറസ് അല്ലേ. അങ്ങനെ കോറസ് പറയുകയാണ് ഹീസ് ബാക്ക് ഫ്രം ഹിസ് ട്രിപ്പ് അബ്രോഡിൽ നിന്ന് അദ്ദേഹം ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു. അങ്ങനെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ എന്താണ് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ വെൽക്കം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെ അപ്പോൾ എന്താണ് അദ്ദേഹം ഇപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി അദ്ദേഹം പോപ്പുലറായി നിൽക്കുന്ന ആ ഒരു സ്റ്റേജിലാണല്ലോ ആര്, ഫോസ്റ്റേഴ്സ്. അപ്പോൾ അങ്ങനെ the groups of gathered people admire him for his wisdom and scholarship. എന്താണ് കുറേ കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചു അല്ലേ. എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞെന്നില്ലേ, പല ആദ്യത്തെ സീനിൽ നമ്മൾ പറഞ്ഞു കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം. ലോജിക്ക്, ലോ, മെഡിസിൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അതേപോലെ ലാസ്റ്റായിട്ട് അദ്ദേഹം പഠിച്ചത് എന്താണ്, ബ്ലാക്ക് മാജിക് അല്ലേ. അങ്ങനെ അതൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് ഒരു സ്കോളർഷിപ്പും അതേപോലെ നല്ലൊരു വിസ്ഡം ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു വിസ്ഡത്തിൻ്റെയും സ്കോളർഷിപ്പിൻ്റെയും പേരിലാണ് അങ്ങനെ അദ്ദേഹം എന്താണ് പോപ്പുലർ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ജനങ്ങളെല്ലാവരും എന്താണ് ഫോസ്റ്റസിനെ അഡ്മയർ ചെയ്യണം അല്ലേ. Then the chorus announces that Charles V invite Forrest for dinner, so he may showcase magical tricks in front of the emperor. അപ്പം എന്താണ് അവിടെ കോറസ് പറയുകയാണ്, കോറസ് അല്ലെങ്കിൽ ഓഡിയൻസിലേക്ക് അനൗൺസ് ചെയ്യാണ് ചാൾസ് ഫിഫ്ത്ത് പറഞ്ഞിട്ടുള്ള ഒരു എംപറർ, അതായത് രാജാവ് എന്താണ് ഫോസ്റ്റസിനെ ഡിന്നറിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് കോറസ് അതൊക്കെ പറഞ്ഞ് കോറസ് ആ സ്റ്റേജിൽ നിന്ന് പോവുകയാണ്. നെക്സ്റ്റ് നമ്മളുടെ 4th സീനിലെ സീൻ 1 ആണ് കേട്ടോ. അങ്ങനെ സീൻ 1 എന്താണ് അദ്ദേഹം എവിടെയാണ്, എംപറർ
ചാൾസ് ഫൈവിൻ്റെ കോർട്ടിലാണ് അല്ലേ ഫോസ്റ്റേഴ്സ് ഈസ് സീൻ ഇൻ ദ കോർട്ട് ഓഫ് എംപറർ ചാൾസ് ഫിഫ്ത്ത് അറ്റ് ഇൻസ്ബ്രക്കിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാൾസ് ഫൈവിൻ്റെ കോർട്ടിലാണ് ആരിപ്പോൾ ഫോസ്റ്റേഴ്സ് നിൽക്കുന്നത്. ദ കിങ് അപ്രീഷിയേറ്റ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് ഹിസ് യുണീക്ക് മാജിക്കൽ പവർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു യുണീക്ക് ആയിട്ടുള്ള മാജിക്കൽ പവേഴ്സിനെ എന്താണ് കിങ് എന്താണ് അപ്രീഷിയേറ്റ് ചെയ്യാണ് അല്ലേ. പക്ഷേ എന്താണ് അദ്ദേഹത്തിന് അതിനുള്ള അവരുടെ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്രൂഫ് കാണണം എന്ന് പറയുകയാണ് ആര്, എംപറർ, അതായത് ചാൾസ് ഫിഫ്ത്ത്. He says that he has nurtured a strong desire to see Alexander the Great and his paramour. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു അലക്സാണ്ടർ ദ ഗ്രേറ്റിനെയും അതേപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാമുകിയെയും കാണണം എന്ന് പറയുകയാണ് അല്ലേ. അതിനുള്ള ഒരു ആഗ്രഹം നന്നായിട്ടുണ്ട് എന്ന് പറയണം ആരോട്, നമ്മുടെ ഫോസ്റ്റേഴ്സിനോട് പറയാണ്. അങ്ങനെ എന്താണ് അദ്ദേഹം ഫോസ്റ്റേഴ്സിൻ്റെ മാജിക്കൽ ആയിട്ടുള്ള പവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് എന്താ രണ്ട് സ്പിരിറ്റിനെ വരുത്തിയിട്ട് എന്താണ് ആ ഒരു അലക്സാണ്ടറും അതേപോലെ അദ്ദേഹത്തിൻ്റെ കാമുകിയുടെയും സാമ്യമുള്ള ആൾക്കാരെ സൃഷ്ടിച്ചെടുക്കുകയാണ് അല്ലേ. മാജിക്കൽ പവർ ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ രണ്ട് വ്യക്തികളെ എന്താണ് അദ്ദേഹം സാമ്യമുള്ള രണ്ട് വ്യക്തികൾ എന്താണ് രണ്ട് വ്യക്തികളെ എന്താണ് അല്ലെങ്കിൽ രണ്ട് സ്പിരിറ്റിനെ അവരുടെ അതേ സെയിം അപ്പിയറൻസിലുള്ള രണ്ട് വ്യക്തികളെ അദ്ദേഹത്തിന് മുന്നിൽ അപ്പിയർ ചെയ്യുകയാണ് അല്ലേ. ദ എംപറർ ഈസ് ഡിലൈറ്റഡ് ടു സീ ദിസ്. അപ്പോൾ എന്താണ് എംപറർക്ക് എന്താണ് അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി അല്ലേ. ഇതാണ് സീൻ 1 ആക്ട് 4 സീൻ 1 ഫോസ്റ്റേഴ്സ് ചാൾസ് ഫിഫ്ത്തിൻ്റെ ചേംബറിലുള്ള അവരുടെ കുറച്ച് അലക്സാണ്ടർ ദ ഗ്രേറ്റിനെയും അതേപോലെ അദ്ദേഹത്തിൻ്റെ പാരമർ അതായത് കാമുകിയെയും ഒരു ഫിഗർ അദ്ദേഹത്തിന് എന്താണ് കാണിച്ചു കൊടുക്കുകയാണ് അല്ലേ. അത്രയാണ് സീൻ 1. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, സീൻ 2 ആണ് കേട്ടോ. ഫോസ്റ്റേഴ്സ് സ്റ്റാർട്ടഡ് worrying about the fact that his end is drawing. അപ്പോൾ എന്താണ് ആക്ട് 4 മുതൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെയ്തികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തികൾ തിന്മ നിറഞ്ഞ പ്രവൃത്തികൾ അതേപോലെ നമ്മുടെ ഡെവിളിൻ്റെ കൂടെ നിന്നതിൻ്റെ ആ പ്രവൃത്തികളിലൊക്കെ റിപ്പൻറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് അല്ലേ, പശ്ചാത്തപിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണെന്ത് അദ്ദേഹത്തിൻ്റെ അവസാനം അടുത്ത് തുടങ്ങി എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് വന്ന് തുടങ്ങുന്നത് എപ്പോഴാണ്, ആക്ട് 4 സീൻ 2 അല്ലേ. Suddenly a horse courser enters and the show his keenness to buy Foster's horse for $40. Foster's agrees to deal and wants the courser never to ride the horse in water. Foster's again feels troubled at the thought of his last day is nearing. He falls asleep but he woken up by the horse courser who accused Foster's for cheating him. The courser rode the animal into the pond. It disappeared and he found himself sitting in a bundle of hay. അപ്പോൾ എന്താണ് ഇവിടെ വേറൊരു ക്യാരക്ടറും കൂടി വരുന്നുണ്ട് അല്ലേ, ഒരു കുതിരക്കാരൻ. അതായത് കുതിരക്കാരൻ വന്നിട്ട് നമ്മുടെ ഹോഴ്സസിൻ്റെ കുതിരനെ $40 വാങ്ങുകയാണ്. $40 കൊടുത്തിട്ട് വാങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹം അതൊക്കെ ഡീലൊക്കെ എഗ്രി ചെയ്ത് ഫോസ്റ്റേഴ്സ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുതിരയെ കുതിരക്കാരന് കൊടുക്കുകയാണ്, ഓട്ടക്കാരന് കൊടുക്കുകയാണ്. അങ്ങനെ ഓട്ടക്കാരനോട് എന്ത് പറയും, വെള്ളത്തിലൂടെ ഹോഴ്സിനെ റൈഡ് ചെയ്യിക്കരുതേ എന്ന് പറയും. അങ്ങനെ വാൺ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ അദ്ദേഹം ഓരോരോ ചിന്തകളിൽ ലാസ്റ്റ് ഡേയ്സ് എടുത്തു എന്നുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം എത്തി എന്നുള്ള ആ തിരിച്ചറിവിൽ ആലോചിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ഉറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഉറങ്ങി കിടക്കുന്നതിൽ എന്താണ് അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തെ ആരെണീപ്പിക്കുകയാണ്, ഈ ഒരു കുതിരയോട്ടക്കാരൻ എണീപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ കുതിരയോട്ടക്കാരൻ എന്താണ് ഹോഴ്സിനെ ഒരു പോണ്ടിലൂടെ ഒരു കുളത്തിലൂടെ ഓടിച്ചു റൈഡ് ചെയ്ത് പോവുകയുണ്ടായി. അപ്പോൾ എന്താണ് വെള്ളത്തിലൂടെ ഓടിച്ചു പോവരുതേ എന്ന് പറയും. കാരണം മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഫോസ്റ്റേഴ്സിൻ്റെ ജീവിതത്തിൽ ഇപ്പം നടക്കണം. അപ്പം എന്താണ് വെള്ളത്തിലൂടെ ഒടിച്ചു പോയപ്പോൾ എന്താണ് ആ ഒരു കുതിര എന്താണ് ഡിസപ്പിയർ ആയി അല്ലേ, കാണാതായി, അപ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ എന്താണ് അദ്ദേഹം മനസ്സിലാക്കുകയാണ് അദ്ദേഹം ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു കാര്യത്തിൽ മനസ്സിലാക്കപ്പെട്ടിട്ട് ഫോസ്റ്റേഴ്സിനെ എന്താണ് വിളിച്ച് നീപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വിളിച്ച് നീപ്പിക്കുമ്പോൾ വെൻ ഹി പുൾസ് ദ ലെഗ് ഓഫ് ഫോസ്റ്റേഴ്സ് ഹി സീസ് ദ എൻറ്റയർ ലെഗ് കമ്മിങ് ഓഫ്. അപ്പോൾ എന്താണ് ആ ഒരു
അദ്ദേഹത്തെ വിളിക്കുകയാണ്, മീൻസ് നിൽക്കുമ്പോൾ കാല് പിടിച്ച് വലിക്കുകയാണ്, ഫോസ്റ്റസിൻ്റെ കാല് പിടിച്ച് ഇങ്ങനെ വലിക്കുകയാണ് ആര്, ഈ ഒരു കുതിരയോട്ടക്കാരൻ. അപ്പോൾ എന്താ എൻറ്റയർ ലെഗ്, അതായത് മുഴുവൻ കാലും ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്ന പോലെ തോന്നുകയാണ് അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ട് എന്താണ്, ദിസ് സ്കെയർസ് ഹിം ബിയോണ്ട് ഹിസ് ലിമിറ്റ് ആൻഡ് പ്രോമിസസ് ടു പേ ഫോസ്റ്റേഴ്സ് $40 മോർ ഫോർ മിസ്റ്റേക്കൺലി അക്യൂസിങ് ഹിം. അപ്പോൾ എന്താണ്, അപ്പോൾ അങ്ങനെ ആ ഒരു കാല് പിടിച്ച് വലിച്ചപ്പോൾ എന്താണ്, ആ കാല് മൊത്തത്തിൽ ഇങ്ങനെ പോരുന്ന പോലെയുള്ള ഒരു തോന്നി. അപ്പോൾ എന്താണ്, മാജിക്കൽ പവേഴ്സാണ് അതൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഹിസ് കെയേഴ്സ് ഹിം ബിയോണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലിമിറ്റിൽ വെച്ചിട്ട് എന്താ അദ്ദേഹത്തിന് അത് വളരെയധികം പേടിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. അപ്പോൾ എന്താണ്, അദ്ദേഹം പറയുകയാണ് സോറി എന്ന് പറഞ്ഞിട്ടൊക്കെ മിസ്റ്റേക്കൺലി ഞാൻ നിങ്ങളെ അക്യൂസ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം $40 കൂടുതൽ അദ്ദേഹത്തിന് പേ ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തിട്ട് പോരുകയാണല്ലേ. ഇൻ ദ മീൻ ടൈം വാഗ്നർ എൻഡേഴ്സ് ടു ടെൽ ഫോസ്റ്റേഴ്സ് ദാറ്റ് ദ ഡ്യൂക്ക് ഓഫ് വാൻ ഹോൾട്ട് വാണ്ട്സ് ടു സീ. അപ്പോൾ എന്താണ്, ആ ഒരു സമയത്താണ് ആര് വരുന്നത്, നമ്മുടെ സെർവൻ്റ് ആയിട്ടുള്ള വാഗ്നർ വരുന്നത്. സെർവൻറ്റിൻ്റെ നെക്സ്റ്റ് എൻട്രി ആണല്ലേ. റോമിൽ പോയപ്പോൾ സെർവൻറ്റിനെ കണ്ടിരുന്നില്ല, ഇപ്പോൾ അതാ വീണ്ടും തിരിച്ച് വന്നപ്പോൾ നമ്മുടെ സെർവൻറ്റ് വാഗ്നർ വന്നു. അപ്പോൾ അങ്ങനെ സെർവൻറ്റ് എന്താ പറയണത്, വാഗ്നർ സ്റ്റേജിലേക്ക് വന്നിട്ട് ഫോസ്റ്റേഴ്സിനോട് പറയുകയാണ്, ഡ്യൂക്ക് വാൻ ഹോൾട്ടിലുള്ള ഡ്യൂക്കിന് ഫോസ്റ്റേഴ്സിനെ കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്ന് പറയണം. അതുകൂടി എന്താണ് സീൻ 2 അവസാനിക്കുകയാണ് അല്ലേ. സീൻ 3 ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സീൻ 3 എവിടെയാണ്, ഡ്യൂക്ക് ഓഫ് വാൻ ഹോൾട്ടിൻ്റെ കോർട്ടിലാണ് അല്ലേ. അറ്റ് ദ കോർട്ട് ഓഫ് ഡ്യൂക്ക് ഓഫ് വാൻ ഹോൾട്ട് ഫോസ്റ്റേഴ്സ് ആസ്ക് ദ ഡച്ചസ് ഇഫ് ഷീ വുഡ് വാണ്ട് ടു ഈറ്റ് സംതിങ് സ്പെഷ്യൽ. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഡച്ചസ് എന്ന് പറഞ്ഞാൽ ഡ്യൂക്കിൻ്റെ വൈഫിനെയാണ് ഡച്ചസ് എന്ന് പറയുക കേട്ടോ. ഡ്യൂക്കിൻ്റെ വൈഫ്, ഡ്യൂക്ക് ഓഫ് വാൻഹോട്ടിലെ രാജാവ് എന്നുള്ളൊരു അർത്ഥമാണ് ഡ്യൂക്ക് ഓഫ് വാൻഹോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വാൻഹോട്ട് ഡ്യൂക്കിൻ്റെ വൈഫിൻ്റെ പേരാണ്, അല്ലെങ്കിൽ വൈഫിനെ വിളിക്കുന്നതാണ് ഡ്യൂക്ക് ഡച്ചസ് കേട്ടോ. ഡ്യൂക്ക് രാജാവും ഡച്ചസ് വൈഫ്. അപ്പോൾ ഡ്യൂക്കിൻ്റെ വൈഫിനെ വിളിക്കുന്നതാണ് ഡച്ചസ്. അത് പേരല്ല. ഡച്ചസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കിങ് അല്ലെങ്കിൽ പ്രിൻസസ് എന്നൊക്കെ അങ്ങനെ പറയില്ലേ, ആ ഒരു കാര്യമാണ് കേട്ടോ ഡ്യൂക്ക് ഡച്ചസ്. അപ്പം അങ്ങനെ ഡച്ചസിനോട് ചോദിക്കുകയാണ് ഫോസ്റ്റേഴ്സ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് ഫോസ്റ്റേഴ്സിനോട് ഡച്ചസ് എന്താണ് പറയണത്, ജാനുവരി എന്ന് പറഞ്ഞത് എന്താണ്, ഗ്രേപ്സിൻ്റെ സീസൺ അല്ലെങ്കിൽ കൂടി ഗ്രേപ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിഷ് കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ് അല്ലേ. അപ്പം അങ്ങനെ ഫോസ്റ്റേഴ്സ് മെഫിസ്റ്റോഫിലസിനെ വിളിച്ച് അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഡച്ചസിൻ്റെ മുന്നിൽ എന്താണ് ഡെലീഷ്യസ് ആയിട്ടുള്ള ഗ്രേപ്സ് കൊണ്ടുള്ള ഡിഷുകൾ എന്താണ് പ്രസൻറ്റ് ചെയ്യണല്ലേ. അങ്ങനെ എന്താണ്, അപ്പോൾ അത് കണ്ടപ്പോൾ ഡച്ചസിനും ഡ്യൂക്കിനും വളരെയധികം സന്തോഷമായി. അങ്ങനെ അദ്ദേഹം എന്താണ് ഒരു റിവാർഡ് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യാണ് ഫോസ്റ്റേഴ്സിനോട് അല്ലേ. ഡ്യൂക്ക് ഫോസ്റ്റേഴ്സിന് എന്താണ് ഒരു റിവാർഡ് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തു അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് ആക്ട് 4 കേട്ടോ. ആക്ട് 4 ഇപ്പോൾ എന്തൊക്കെയാണ്, ആദ്യം അദ്ദേഹം റോമിൽ നിന്ന് തിരിച്ചു വന്നു. അവിടുന്ന് അദ്ദേഹത്തിന് മനസ്സിലാവാൻ തുടങ്ങിയില്ല അദ്ദേഹത്തിൻ്റെ അവസാനം എടുക്കാറായി എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ ഇങ്ങനെ പേടിച്ച് കഴിയണം. അതിൻ്റെ ഇടയിലാണ് ആര് വരുന്നത്, ഹോഴ്സ് കോഴ്സർ, അതായത് കുതിരയോട്ടക്കാരൻ വരുന്നത്. ആ ഒരു സീനുകൾ കുറച്ച് കോമിക്കായിട്ടുള്ള തരത്തിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ കാല് വലിക്കുമ്പം ആ കാല് നീണ്ടുപോകുന്ന ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ ക്രിട്ടിക്കൽ ഓവർവ്യൂവിൽ പറയുന്നതും ഈ 2 കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. എന്താണ്, ഒരുവിധം പ്ലേ അല്ലെങ്കിൽ നോവൽ റൈറ്റിങ്സിലൊക്കെ എന്താണ് ട്രാജിക് ആൻഡ് കോമിക് സീൻ എന്ന് പറഞ്ഞത് ആൾട്ടർനേറ്റീവ് ആയിട്ടാവും ഉണ്ടാവുക അല്ലേ. മാറി മാറി വരുന്ന തരത്തിലായിരിക്കും. പക്ഷേ ഇവിടെ എന്താണ്, മാർലോ എങ്ങനെയാണ് ആ ഒരു സീനിൽ എന്താണ് അതായത് ആക്ട് 4 എങ്ങനെയാണ് ആ ഒരു കോമിക് ആൻഡ് ട്രാജിക് ആയിട്ടുള്ള എലമെൻറ്റുകൾ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് അറിയോ, പുട്ട് ടുഗെദർ, രണ്ടും ഒരുമിച്ച് കൊടുക്കുകയാണ് അല്ലേ. ആ ഒരു സീനിൽ തന്നെയാണ് അദ്ദേഹം എന്താണ് ഈ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. അതായത് അതായത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഡേയ്സ് ആവാറായി എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു ആലോചനയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ആ ഒരു ടെൻഷനിലും ആ ഒരു പേടിയിലും ഇരിക്കുന്ന സമയത്ത് അതും ട്രാജിക് ആയിട്ടുള്ള മൊമെൻറ്റ്. പിന്നെ വരുന്നത് എന്താണ്, കോമിക് ആയിട്ടുള്ള മൊമെൻറ്റിൽ ആ സമയത്ത് തന്നെയാണല്ലോ ഈ കാര്യങ്ങൾ നടക്കുന്നത്. അത് ഹോഴ്സ് കോഴ്സറുടെ, അതായത് കുതിരയോട്ടക്കാരൻ്റെ കാര്യങ്ങൾ നടക്കുന്നതും ഈ സമയത്ത്. അപ്പോൾ അത് കുതിരയോട്ടക്കാരൻ ആ കാല് പിടിച്ച് വലിക്കുമ്പോഴുള്ള ആ ഒരു കോമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കോമഡി ആയിട്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ 2ൻ്റെയും ടുഗെദർനെസ് ആണ് ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യണത്. What makes scene 2 different from the other scene is a fusion of comedy and tragedy. അപ്പം എന്താണ് വേറെ സീനുകളിലൊക്കെ എന്താണ് വേറെ സീനിലും ഇത് വ്യത്യാസപ്പെടുത്തുന്നത് എന്താണ് ഫ്യൂഷൻ ഓഫ്
കോമഡി ആൻഡ് ട്രാജഡി അല്ലേ, എന്താണ് കോമഡിയുടെയും ട്രാജഡിയുടെയും ഫ്യൂഷൻ അല്ലേ. അപ്പോൾ എന്താണ് മോസ്റ്റ് ഓഫ് എലിസബത്തൻ പ്ലേ ദ കോമിക് ആൻഡ് ട്രാജിക് സീൻസ് alternate, but in this play we have the tragic and comic element put together. ഞാൻ പറഞ്ഞില്ലേ രണ്ടും ഒരുമിച്ച് കൊണ്ടുവരാൻ. മറ്റേ എലിസബത്തൻ പ്ലേസിലൊക്കെ എന്താണ് രണ്ടും അൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരുന്നത് അല്ലേ, അതായത് ഒന്ന് കഴിഞ്ഞ് ഒന്ന് മറ്റൊന്ന് അങ്ങനെയുള്ള രീതിയിലാണ് കോമിക് എലമെൻറ്റും ട്രാജിക് സീനും, അതായത് കോമിക് സീനും ട്രാജിക് സീനും വരുന്നത്. പക്ഷേ നമ്മുടെ മാർലോടെ ഈ ആക്ട് 4 എങ്ങനെ രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു സീനാണ് അല്ലേ. The scene with house Kosara mingled with the scene Dr. Fu and Dr. Fu's speculate his nearing end അല്ലേ. അപ്പം എന്താണ് ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസാനമായി എന്നുള്ള ആ ഒരു കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഈ ഹൗസ് കോഴ്സറുടെ ആ ഒരു കാര്യം ഇത് രണ്ടും മിങ്കിൾ ചെയ്യുന്നതാണ് ഇവിടെ ക്രിട്ടിസൈസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്ട് 5 ആണ്, അതായത് ഈ ഒരു പ്ലേയുടെ മാർലോടെ ഡോക്ടർ ഫൂസ് ടെസ്മണ്ട് പ്ലേയുടെ ലാസ്റ്റ് സീനാണ് അല്ലെങ്കിൽ ലാസ്റ്റ് ആക്ടാണ് കേട്ടോ. നമ്മൾ ഈ യൂണിറ്റിൽ ലാസ്റ്റ് പോർഷനും കൂടിയാണിത്. ആക്ട് 5 എന്താണ് വാഗ്നർ എൻറ്റേഴ്സ് ആൻഡ് എക്സ്പ്രസസ് ദ ഇൻക്ലിംഗ് ദാറ്റ് ഫസ്റ്റ് ഈസ് സൂൺ ഗോയിങ് ടു ഡൈ. അപ്പോൾ എന്താണ് ഈ ഒരു ആക്ടിൽ എന്താണ് വാഗ്നർ വന്നിട്ട്, അതായത് സെർവൻറ്റ് വന്നിട്ട് ഫോസ്റ്റേഴ്സിനോട് പറയാണ് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ, ഫോസ്റ്റേഴ്സിൻ്റെ മരണം അടുക്കാറായി എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാണ് അല്ലേ. ഹി ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് വൈ ഫോക്കസ് ഈസ് ഫീസ്റ്റിംഗ് ആൻഡ് സെലിബ്രേറ്റിംഗ് വെൻ ഹീസ് ആൻഡ് ഈസ് സോ നിയർ. അപ്പോൾ എന്താ അദ്ദേഹത്തിന് മനസ്സിലാവണില്ല, അതായത് വാഗ്നർക്ക് മനസ്സിലാവണില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു ഫീസ്റ്റിങ്ങും സെലിബ്രേഷനും ഒക്കെ നടക്കുന്നത് ഈ അവസാനമായ, അതായത് ജീവിതത്തിൻ്റെ അവസാനം അടുക്കാറായി മരിക്കാറായി എന്നുള്ള ആ ഒരു സമയമായപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫോസ്റ്റേഴ്സ് ഇങ്ങനെ ഫീസ്റ്റിങ്ങും അതേപോലെ സെലിബ്രേഷനൊക്കെ നടക്കുന്നത് എന്ന് ആർക്കും മനസ്സിലായില്ല, വാഗ്നർക്ക് മനസ്സിലാവുന്നില്ല അല്ലേ. അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തെപ്പറ്റി. അപ്പോഴാണ് കുറച്ച് സ്കോളേഴ്സ്, അതായത് അദ്ദേഹം ഫീസ്റ്റിന് ക്ഷണിച്ചിട്ടില്ല അല്ലെങ്കിൽ സെലിബ്രേഷന് ക്ഷണിച്ചിട്ടില്ല, കുറച്ച് സ്കോളേഴ്സ് വരികയാണ്. അപ്പോൾ അങ്ങനെ സ്കോളേഴ്സിനോട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡി ആരാണെന്ന് ചോദിക്കുകയാണ് ഫോസ്റ്റേഴ്സ്. അപ്പോൾ പലരും അതിന് മറുപടി കൊടുക്കുന്നത് ആരാണ്, ഹെലൻ ഓഫ് ട്രോയ് എന്ന് പറഞ്ഞിട്ടുള്ള ലേഡിയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡി എന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു ഹെലൻ ഓഫ് ട്രോയെ കാണാനുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെ എന്താണ് അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്താണ് ഫോസ്റ്റേഴ്സ് പ്രോമിസസ് ടു കോൺജർ ദ സ്പിരിറ്റ് ഓഫ് ഹെലൻ ഫോർ ദ അപ്പീസ്മെൻറ്റ് ഓഫ് ഹിസ് സ്കോളേഴ്സ്. അപ്പം എന്താ സ്കോളർ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സ്പിരിറ്റിനെ കോൺജർ ചെയ്ത്, അതായത് സ്പിരിറ്റിനെ ആവാഹിച്ചിട്ട് ആ ഒരു ഹെലൻ്റെ ആ ഒരു അപ്പിയറൻസിലുള്ള ആ ഒരു ഇത് കൊണ്ടുവന്ന് ആ ഒരു ഫീസ്റ്റിൻ്റെ ആ ഒരു നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ് അല്ലേ. മ്യൂസിക് സൗണ്ട്സ് വെൻ ഹെലൻ പാസസ് ഓവർ ദ സ്റ്റേജിലൂടെ ഹെലൻ ഇങ്ങനെ പോകുമ്പോൾ എന്താണ് ആ ഒരു മ്യൂസിക് ഇങ്ങനെ വരികയാണ്. അപ്പം നമ്മുടെ ഡ്രാമയല്ലേ, അപ്പോൾ അതിലുണ്ടാവുമല്ലോ ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേക തരം മ്യൂസിക്കുകൾ, അതാണ് കേട്ടോ പറയുന്നത്. മ്യൂസിക് സൗണ്ട്സ് ആൻഡ് ഹെലൻ പാസസ് ഓവർ ദ സ്റ്റേജ്. The scholars are awestruck to see the unmatched beauty of Helen. അപ്പം എന്താ സ്കോളേഴ്സിനൊക്കെ ഇത്രയും ഭംഗിയുള്ള ആ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ എല്ലാവർക്കും എന്താണ് വളരെയധികം സന്തോഷം അതേപോലെ അത്ഭുതം തോന്നുകയാണ് അല്ലേ. പിന്നെ അതേപോലെ അങ്ങനെ അത്രയും ഭംഗിയുള്ള ഒരു എക്സലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭംഗിയുള്ള ഒരു ലേഡിയെ കാണാൻ കഴിഞ്ഞതിൽ എന്താ ഫോസ്റ്റേഴ്സിനോട് അവരൊക്കെ നന്ദി പറയുകയാണ്. ആ ഒരു സമയത്താണ് വേറൊരു ക്യാരക്ടർ നമ്മളുടെ ആക്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത് അല്ലേ. ഒരു ഓൾഡ് മാൻ, അതായത് നമ്മുടെ ഗോഡിനെ അല്ലെങ്കിൽ ഗുഡ് ഈവളിനെ ഫോർ ചെയ്യുന്ന ഒരു ഓൾഡ് മാൻ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് വൈകിട്ടില്ല, നമുക്ക് ഇനിയും ചാൻസ് ഉണ്ടെന്ന് പറയുകയാണ്. ആരോട്? ഫോസ്റ്റേഴ്സിനോട്. സ്കോളേഴ്സൊക്കെ പോയിരുന്നു ഇപ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ സ്കോളേഴ്സ് പോയതിനു ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ വരവ്, ഓൾഡ് മാൻ്റെ, അതായത് വൃദ്ധനായ ഒരു മനുഷ്യൻ്റെ വരവ് വരുന്നത്. അപ്പോൾ അങ്ങനെ വൃദ്ധനായ മനുഷ്യൻ എന്ത് പറയുകയാണ്, ഫോസ്റ്റേഴ്സിനോട് പറയുകയാണ്, നിങ്ങൾക്ക് വൈകിട്ടില്ല, നിങ്ങൾ ഇപ്പോഴും സമയമുണ്ട്, ഇപ്പോഴും ചെറിയൊരു ചാൻസ് ഉണ്ട്, നിങ്ങൾ റിപ്പൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പശ്ചാത്താപിച്ച് കുറ്റം സമ്മതിച്ച് പശ്ചാത്താപിച്ച് ദൈവത്തോട് മാപ്പ് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴും ദൈവം നിങ്ങളെ ക്ഷമിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണ്. ആ സമയത്താണ് ഇതൊക്കെ കണ്ടുകൊണ്ട് എന്താണ് മെഫിസ്റ്റോഫിൽ നിൽക്കുന്നുണ്ട്. മെഫിസ്റ്റോഫിസിൽ എന്താണ് മെഫിസ്റ്റോഫിൽസ് പറയുകയാണ്, ത്രട്ടൺ ചെയ്യാണ്, നിങ്ങൾ എൻ്റെ യജമാനൻ അതായത് ലൂസിഫറിനെ ഡിസോബേ ചെയ്യാൻ, അതായത് അനുസരണക്കേട് അല്ലെങ്കിൽ പ്രോമിസ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താണ് കീറി മുറിച്ച് കഷ്ണങ്ങളാക്കി കൊന്നു കളയും എന്ന് പറയണം. അപ്പോൾ അതിൽ പേടിച്ചിട്ട് അദ്ദേഹം എന്താണ്
ഡെവിളിൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്യുന്നതാണ് ലാസ്റ്റ് അല്ലേ. അങ്ങനെ അദ്ദേഹം പറയുകയാണ് ഈ ഒരു ഓൾഡ് മാൻ എന്നെ മിസ്ഗൈഡ് ചെയ്യാൻ വന്ന ഈ ഓൾഡ് മാനെ കൊന്നു കളയാൻ വേണ്ടി അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യാൻ വേണ്ടി പറയുകയാണ് ആരോട്, ഫോസ്റ്റസ് മെഫിസ്റ്റോഫിലസിനോട് പറയുകയാണ് കേട്ടോ. മെഫിസ്റ്റോഫിലസ് ഹി ഈവൻ റിക്വസ്റ്റ്, അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യാണ് അല്ലേ. ഇതുവരെ എന്താ ഓർഡർ ചെയ്യായിരുന്നു, ഇപ്പം അദ്ദേഹം എന്താണ് റിക്വസ്റ്റ് ചെയ്യാണ് ഇങ്ങനെ മിസ്ഗൈഡ് ചെയ്ത്, അതായത് നല്ല രീതിയിലേക്ക് ഗോഡിൽ റിപ്പൻറ്റ് ചെയ്ത് മാപ്പ് ചോദിക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു മിസ്ലീഡ് ചെയ്ത് അതാണ് മിസ്ഗൈഡ് ചെയ്ത് വേണം അല്ലേ. മിസ്ഗൈഡ് ചെയ്തതിന് എന്താണ് അദ്ദേഹം ഓൾഡ് മാനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി പറയാണ് മെഫിസ്റ്റോഫിലസിന് എന്താ. പക്ഷേ മെഫിസ്റ്റോഫിലസ് അത് ചെയ്യുന്നില്ല. ബട്ട് മെഫിസ്റ്റോഫിലസ് ടെൽസ് ഹിം ദാറ്റ് ഇറ്റ് ഈസ് ബിയോണ്ട് ഹിസ് പവർ ടു ഹാം ദ ഓൾഡ് മാൻ ബിക്കോസ് ഹിസ് ഫെയ്ത്ത് ഇൻ ഗോഡ് വാസ് ഫേം. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൈവത്തിലുള്ള വിശ്വാസം എന്നത് അത്രയും ഫേമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പവേഴ്സിന് അപ്പുറത്താണ്, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാണ് മെഫിസ്റ്റോഫിലസ് അല്ലേ. അങ്ങനെ ദ ഡിസ്ട്രസ്ഡ് ആൻഡ് വീക്ക് വിൽഡ് ഫോഴ്സസ് ഏർജസ് മെഫിസ്റ്റോഫിലസ് ടു ഹാവ് ഹെലൻ ഹിസ് മിസ്ട്രസ്. അങ്ങനെ എന്താണ് ഹെലനെ ആ ഒരു അപ്പിയറൻസ് കണ്ടപ്പോൾ ഹെലൻ തൻ്റെ മിസ്ട്രസ് ആവണം എന്ന് പറയുകയാണ് ആര്, ഫോസ്റ്റസ് പറയുകയാണ് മെഫിസ്റ്റോഫിലസിനോട് പറയാണ് ഹെലൻ തൻ്റെ മിസ്ട്രസ് ആവണം എന്നല്ലേ. അങ്ങനെ അത് വെൻ ഷീ അപ്പിയർ, അതായത് ഹെലൻ അപ്പിയർ ചെയ്തപ്പോൾ എന്താണ് ഫോസ്റ്റസ് ഈസ് ഓവർവെൽംഡ് ബൈ ഹെർ ബ്യൂട്ടി. എന്താണ് ഫോസ്റ്റസ് അവളുടെ ഒരു അത്രയും ഭംഗിയുള്ള ഒരു ലേഡിയെ കണ്ടപ്പോൾ വളരെയധികം ഓവർവെൽംഡ് ആവുകയാണ് ആര്, ഫോസ്റ്റസ് അല്ലേ. ആൻഡ് ഹി സേസ് സ്വീറ്റ് ഹെലൻ മേക്ക് മീ ഇമ്മോർട്ടൽ വിത്ത് എ കിസ്. അപ്പോൾ എന്താണ് ഒരു കിസ്സോട് കൂടി നീ എന്നെ ഇമ്മോർട്ടൽ ആക്കൂ എന്ന് പറഞ്ഞിട്ട് ഹെലനോട് പറയുകയാണ് അദ്ദേഹം. സ്വീറ്റ് ഹെലൻ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ദ ഓൾഡ് മാൻ റീ അപ്പിയേഴ്സ്. ആ ഒരു സമയത്താണ് ഓൾഡ് മാൻ വീണ്ടും അപ്പിയർ ചെയ്യുന്നത് അല്ലേ. റീ അപ്പിയേഴ്സ് ആൻഡ് ജസ്റ്റ് ഫോസ്റ്റസ് ടു ടേൺ ഗോഡ്. അപ്പോൾ എന്താണ് ഗോഡിലേക്ക് ടേൺ ചെയ്യുക, ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിനോട് റിപ്പൻറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും അപേക്ഷിക്കുകയാണ്. പക്ഷെ എന്താണ് അദ്ദേഹം പറയുന്നത് ഹീ സ്റ്റിൽ ഹാവ് എ ചാൻസ് ടു ഫോർഗിവ്. എന്താണ് ഇപ്പോഴും പൊറുക്കപ്പെടാൻ ക്ഷമിക്കാനുള്ള ഒരു ചെറിയൊരു ചാൻസ് ഇപ്പോഴും ഉണ്ടെന്ന് പറയാണ് ആ ഒരു ഓൾഡ് മാൻ. ബട്ട് നോ വെയിൽ. അപ്പോൾ എന്താണ് പക്ഷേ എന്താണ് അതിൻ്റെ നടക്കില്ല എന്ന് പറയണം അല്ലേ. ഫോസ്റ്റസ് ഈസ് ടോട്ടലി ഇൻ ക്ലഞ്ചസ് ഓഫ് ഡെവിൾ. അപ്പോൾ എന്താണ് ഫോസ്റ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടലായിട്ടും മുഴുവനായിട്ടും ആ ഒരു ഡെവിളിൻ്റെ ആ ഒരു പരിധിക്കുള്ളിലാണ്. ദ ഓൾഡ് മാൻ അട്ടേഴ്സ് ഹിസ് ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ലീവ്സ്. അങ്ങനെ ഓൾഡ് മാന് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിരാശ നിറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു സ്റ്റേജിൽ നിന്ന് കടന്നു പോകുന്നു അല്ലേ. അതോടുകൂടി എന്താണ് നമ്മുടെ ആക്ട് 5 സീൻ 1 അവസാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് സീനാണ് ഈ ഒരു ഡ്രാമയിലെ സെക്കൻഡ് സീന്. ഫോസ്റ്റസ് കൺഫൈഡ്സ് ഇൻ 3 scholars ആൻഡ് ടെൽ ദം ദാറ്റ് ഹി ഹാസ് സിൻഡ് അഗെയിൻസ്റ്റ് ഗോഡ് ബൈ സെല്ലിങ് ഹിസ് സോൾ ടു ഡെവിൾ. അപ്പോൾ എന്താണ് 3 സ്കോളേഴ്സിനോട്, ഫ്രണ്ട്സായ 3 സ്കോളേഴ്സിനോട് പറയാണ് ഞാനിങ്ങനെ ഡെവിളിന് എൻ്റെ ആത്മാവ് വിറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം ചെയ്ത കുറേ പാപങ്ങളൊക്കെ അവരുടെ അടുത്ത് ഏറ്റു പറയുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഹിസ് സിൻ ഈസ് സോ ഡീപ്പ് ദാറ്റ് ഇറ്റ് കനോട്ട് ബി ഫോർ. അപ്പോൾ അത്രയും എൻ്റെ പാപങ്ങൾ അത്രയും ഡീപ്പായിട്ടുള്ളത്, അതുകൊണ്ട് ദൈവം ഒരിക്കലും എന്നോട് പൊറുക്കില്ല എന്ന് പറയുകയാണ് അല്ലേ. ഹി ഈസ് അണേബിൾ ടു പ്രേ ടു ഗോഡ് ബിക്കോസ് ദ ഡെവിൾ ഹാസ് ടേക്കൻ ടോട്ടൽ കൺട്രോൾ ഓവർ ഹിസ് സോൾ. അപ്പോൾ എന്താണ് ഹി ഈസ് അണേബിൾ ടു പ്രേ ടു ഗോഡ്, അതായത് അദ്ദേഹത്തിന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ കൂടി പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കൂടി പറ്റുന്നില്ല. കാരണം എന്താണ് അത്രയും കൺട്രോളാണ്. അതായത് ഈ ഡെവിൾ അല്ലെങ്കിൽ ലൂസിഫർ ആയിട്ടുള്ള ഡെവിളൊക്കെ എന്താണ് ഡെവിളിഷ് ആയിട്ടുള്ള ഏഞ്ചലുകളൊക്കെ എന്താണ് അദ്ദേഹത്തെ എന്താണ് അത്രയും കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കൂടി അദ്ദേഹത്തിന് കഴിയുന്നില്ലല്ലേ. അപ്പോൾ അത്രത്തോളം സോളിനെ, ആത്മാവിനെ, മൈൻഡിനെയൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഡെവിളിഷ് പീപ്പിൾ അല്ലെങ്കിൽ ഡെവിളിഷ് ഏഞ്ചലുകൾ. അങ്ങനെ എല്ലാവരും പോയി അദ്ദേഹം എലോൺ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം ആലോചിക്കുന്നത് സമയമെടുക്കാറായി. 11 മണിയായി, 12 മണി വരെ സമയമുള്ളൂ അല്ലേ. അവസാനമായി 12 മണി വരെ സമയമുള്ളൂ. എവറി സിംഗിൾ മിനിറ്റ് ബിക്കം പ്രീഷ്യസ് ടു. ഇപ്പം എന്താ ഓരോ സിംഗിൾ മിനിറ്റും അദ്ദേഹത്തിന് വളരെയധികം പ്രീഷ്യസ് ആണ് അല്ലേ. ഹി പ്ലീഡ് ഹിസ് ഡെസ്പറേഷൻ ടു എവർ മൂവിങ് സ്പെയർ ഓഫ് ഹെവൻ ടു സ്റ്റാൻഡ് സ്റ്റിൽ. അപ്പോൾ എന്താണ് അദ്ദേഹം പ്ലീഡ് ചെയ്യണം ആ ഒരു സമയം എന്ന് പറയുന്നത് അവിടെ സ്റ്റില്ലായിരിക്കാൻ വേണ്ടിയിട്ട്. ടൈം മേക്ക് സീസ്, സമയം ഒന്ന് സീസ് ചെയ്തിരുന്നെങ്കിൽ, അതായത് കണ്ടു കെട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്നത് സമയം ഒന്ന് നിശ്ചലമായിരുന്നെങ്കിൽ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കേട്ടോ. ഹി
ഹി അപ്പീൽസ് ടു നേച്ചർ ടു മേക്ക് ദ സൺ. അപ്പം എന്താണ്, നേച്ചറിനോട് പറയാണ് സൺ ഷൈൻ ഫോർ എവർ സോ ദാറ്റ് ഇറ്റ് ഈസ് പെർപെക്ച്വൽ ഡേ. അപ്പം എന്താണ്, സണ്ണിനോട് ഫോർ എവർ ആയിട്ട്, അതായത് മുഴുവൻ നേരവും ഷൈൻ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി, അതായത് രാത്രി ആവണ്ട എന്നുള്ള തരത്തിൽ പറയുകയാണ് അല്ലേ. ഓർ എൽസ് ആൻ അവർ മേ ഹാവ് ബീൻ ദ ഡ്യൂറേഷൻ ഓഫ് ഒരു, അല്ലെങ്കിൽ എന്താണ്, ഒരു മണിക്കൂർ ഇനി സമയമുള്ളൂ. 11 അടിച്ചു 12 ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അന്ത്യമാണ്. അപ്പോൾ ആ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് എന്താണ്, ഒരു വർഷത്തിൻ്റെയോ മാസത്തിൻ്റെയോ ആഴ്ചയുടെ, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ഈവൻ നേച്ചർ ഡേയിൻ്റെയും കൂടി ഒരു ഡ്യൂറേഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് ആര്, ഫോസ്റ്റേഴ്സ് അല്ലേ. അത്രയും സമയം കിട്ടുന്ന, സോ ഹീ കുഡ് റിപ്പൻ. അത്രയും ഫസ്റ്റ് ടൈമായിട്ട് അദ്ദേഹം എന്താണ്, ട്രൂ ആയിട്ട് ഫോസ്റ്റേഴ്സ് ആദ്യമായിട്ട് അത്രയും ആത്മാർത്ഥതയോട് കൂടി എന്താണ്, ഗോഡിനോട് റിപ്പൻറ്റ് ചെയ്യാണ് അല്ലേ, അതായത് പശ്ചാത്തപിക്കുകയാണ്. പക്ഷേ എന്താണ്, ഇറ്റ് ഈസ് ടു ലേറ്റ്, എന്താണ്, പക്ഷേ വളരെ വൈകിപ്പോയി എന്ന് പറയാണ്. ആസ് ദ ക്ലോക്ക് സ്ട്രൈക്സ് 12, അപ്പം എന്താണ് 12 അടിച്ചപ്പോൾ എന്താണ്, ഹീ ക്രൈസ് ഔട്ട് ടു ഗോഡ് നോട്ട് ടു ലുക്സ് ഓഫ് ഫേസ് അപ്പോൺ. അപ്പം എന്താണ്, ഗോഡിനോട് പ്രാർത്ഥിക്കുകയാണ്, എന്നോട് ക്രൂരത കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് ക്രൈ ചെയ്യാണ് ഗോഡിനോട്. തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ഫ്ലാഷ് ഓൺ ദ സ്റ്റേജ്. അപ്പോൾ തണ്ടറും ലൈറ്റ്നിങ്ങും, അതായത് ഇടിയും മിന്നലൊക്കെ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു വരാൻ തുടങ്ങി അല്ലേ. അപ്പോൾ ആ ഒരു അവസാനത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണല്ലേ. അങ്ങനെ സ്റ്റേജിലേക്ക് എന്താണ്, ആ ഒരു തണ്ടറും ലൈറ്റിങ്ങിൻ്റെ ആ ഒരു ഫ്ലാഷിലൂടെ ഒരു ഡെവിൾ എൻ്റർ ചെയ്യുകയാണ്. അങ്ങനെ ചോക്ക് ഹിം ഡെത്ത്, അതായത് അദ്ദേഹത്തെ മുറിച്ചു. അങ്ങനെ മുറിച്ച് മരണത്തിനിരയാക്കി. ടിയർ ഹിസ് ബോഡീസ് ടു പീസസ് ആൻഡ് സ്നാച്ചസ് അവേ ഹിസ് സോൾ റിസൈഡ് ഹിം ഇൻ ഹെൽ എറ്റേണൽ. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ശരീരം മുറിച്ച് സോൾ എടുത്ത് എന്താണ്, ആ ഒരു എറ്റേണലായിട്ട്, അതായത് എന്നേക്കുമായിട്ട് ഹെലനിൽ കൊണ്ട് റിസൈഡ് ചെയ്യിക്കുകയാണ്, അതായത് ഹെലനിൽ കൊണ്ട് താമസിപ്പിക്കുകയാണ് അല്ലേ. അത്രയാണ് ഈ ഒരു നമ്മുടെ പ്ലേ എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ നല്ലൊരു രീതിയിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജീവിതം നയിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, പ്രൈഡും അഹങ്കാരവും ജ്ഞാനം കൂടി പോയതിൻ്റെ ആ ഒരു അഹങ്കാരം കൊണ്ട് ഡെവലിഷ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്ത് അദ്ദേഹത്തിന് പൈസ കിട്ടും, കുറേ കാര്യങ്ങൾ കിട്ടും എന്നുള്ള ആ ഒരു ധാരണയിൽ എന്താണ് അദ്ദേഹം അങ്ങനെ അവസാനം അതായത് ഡൗൺഫോളിലേക്ക് വന്ന് നിൽക്കുന്ന ആ ഒരു സ്റ്റേജാണ് അല്ലേ. ക്രിട്ടിക്കൽ ഓവർവ്യൂ എന്ന് പറയുന്നത് എന്താണ്, Faustus finally realized his downfall and fault of avoiding God. The scene of Helen depicts the reduced stature. അപ്പോൾ എന്താണ്, ഈ മെയിനായിട്ട് ക്രിട്ടിക്കൽ ഓവർവ്യൂവിൽ ഇത്രയൊക്കെ തന്നെ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ്, ഫോസ്റ്റേഴ്സ് അവസാനം അതായത് തിരിച്ചറിയണം അദ്ദേഹത്തിൻ്റെ ഡൗൺഫോൾ അല്ലേ, ആൻഡ് ഫോൾട്ട് ഓഫ് അവോയ്ഡിങ് ഗോഡ്, ഗോഡിനെ തിരസ്കരിച്ചതിന് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തതിൻ്റെ അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കുകയാണ്. ദ സീൻ ഓഫ് ഹെലൻ ഡെപ്പിക്ട് ദ റെഡ്യൂസ്ഡ് സ്റ്റേച്ചർ, അതായത് അദ്ദേഹത്തിൻ്റെ അത്രയും മോശപ്പെട്ട തരം താഴ്ന്ന ആ ഒരു സ്റ്റേറ്റസ് തന്നെയാണ് ആ ഒരു സീൻ ഓഫ് ഹെലൻ എന്ന് പറയുന്ന കാര്യങ്ങൾ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയാണ് നമ്മളുടെ യൂണിറ്റ് 2-ലുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നോട്ടൊക്കെ എഴുതിയെടുക്കണേ.